Good evening all. നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ സാനിറ്ററി എഞ്ചിനീയറിംഗ് തുടങ്ങിയായിരുന്നു. അപ്പൊ അതിൻ്റെ അകത്ത് ടൈപ്സ് ഓഫ് പൈപ്പ് അതിന്റെ മെറ്റീരിയൽ ഒക്കെ അനുസരിച്ചുള്ള ക്ലാസിഫിക്കേഷൻ ആയിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്. അതിൻ്റെ അകത്ത് ഒരു ടോപ്പിക്കിന് ഉണ്ട് ടൈപ്സ് ഓഫ് ജോയിൻസ്. നമ്മൾ വാട്ടർ സപ്ലൈ പറഞ്ഞില്ലേ, അതുപോലെ തന്നെ ഇവിടെയും ജോയിൻസ് പ്രൊവൈഡ് ചെയ്യണം. ജോയിൻസ് എന്തിനാ പ്രൊവൈഡ് ചെയ്യേണ്ടത്? നമുക്ക് ഫുൾ ലെങ്തിൽ ഒരു പൈപ്പ് തന്നെ പ്രൊവൈഡ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ അത് ഡിഫറെന്റ് പൈപ്സിനെ ജോയിൻ ചെയ്താണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യേണ്ടത്. അപ്പൊ അങ്ങനെ പ്രൊവൈഡ് ചെയ്യുമ്പോൾ ജോയിൻസ് പ്രൊവൈഡ് ചെയ്യേണ്ടതായിട്ട് വരും. അതിനുവേണ്ടിയാണ് ജോയിൻസ് പ്രൊവൈഡ് ചെയ്യുന്നത്. അതിന് ഡിഫറെന്റ് ടൈപ്സ് ഉണ്ട്. ടൈപ്സ് ഓഫ് ജോയിൻസ്, ഡിഫറെന്റ് ടൈപ്സ് ജോയിൻസ്. ഫസ്റ്റ് വൺ നമ്മൾ അവിടെ കണ്ടതാണ്, കാസ്റ്റ് അയണിന്റെ ജോയിൻസിന്റെ കൂട്ടത്തിൽ കണ്ടതാണ് സ്പൈഗോട്ട് ആൻഡ് ബെൽ ജോയിന്റ്, അല്ലെങ്കിൽ സ്പൈഗോട്ട് ആൻഡ് സോക്കറ്റ് ജോയിന്റ്. ഇതിന് രണ്ടുപേരുണ്ട്, സ്പൈഗോട്ട് ആൻഡ് സോക്കറ്റ് ജോയിന്റ് ഓർ ബെൽ ആൻഡ് സോക്കറ്റ് ബെൽ ആൻഡ് സ്പൈഗോട്ട് ജോയിന്റ്. ഇതാണ് ഫസ്റ്റ് ടൈപ്പ് ജോയിന്റ്. ഇതിന്റെ അകത്ത് ഈ ടൈപ്പ് ജോയിന്റ്സ് നമ്മൾ യൂസ് ചെയ്യണത് 600 mm കൂടുതൽ ഡയമീറ്റർ ഉള്ള സീവേഴ്സിന്റെ കേസിലാണ്. ലെസ് ദാൻ 600 mm ഡയമീറ്റർ ഉള്ള കേസിലാട്ടോ. ഡയമീറ്റർ ലെസ് ദാൻ 600 mm ഉള്ള സീവേഴ്സിന്റെ കേസിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ജോയിന്റ് ആണ് സ്പൈഗോട്ട് ആൻഡ് സോക്കറ്റ് ജോയിന്റ്. ഫസ്റ്റ് ജോയിന്റ് ആണ് സ്പൈഗോട്ട് ആൻഡ് സോക്കറ്റ് ജോയിന്റ്. It is used for sievers which have a diameter less than 600 mm. 600 mm എന്ന് പറയുമ്പോൾ 60 cm കുറവ് ഡയമീറ്റർ ഉള്ളടത്ത് യൂസ് ചെയ്യുന്നതാണ് ഈ ജോയിന്റ്. ഇനി അടുത്ത സെക്കൻഡ് ടൈപ്പ് ജോയിന്റ് ആണ് കോളാർ ജോയിന്റ്. കോളാർ ജോയിന്റ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഇതിന്റെ നേരെ ഓപ്പോസിറ്റ്. ഡയമീറ്റർ ഗ്രേറ്റർ ദാൻ 600 mm, 60 cm ഡയമീറ്റർ കൂടുതലുള്ള സീവേഴ്സിന്റെ കേസിലാണ് കോളാർ ജോയിന്റ് നമ്മൾ അഡോപ്റ്റ് ചെയ്യണത്. ഇനി നെക്സ്റ്റ് ജോയിന്റ് എന്ന് പറയുന്നത് എക്സ്പാൻഷൻ ജോയിന്റ്. ഈ രണ്ട് പോയിന്റ്സ് ഇമ്പോർട്ടന്റ് ആണ്. ഇതിന്റെ ഈ രണ്ട് ജോയിന്റിന്റെ കേസിൽ മാത്രം എവിടെയാണ് യൂസ് ചെയ്യണമെന്ന് അറിഞ്ഞിരിക്കാം. പിന്നെ അടുത്ത ജോയിന്റ് ആണ് എക്സ്പാൻഷൻ ജോയിന്റ്. ഫോർത്ത് വൺ ആണ് മെക്കാനിക്കൽ ജോയിന്റ്. ഈ മെക്കാനിക്കൽ ജോയിന്റ് രണ്ട് ടൈപ്പ് ഉണ്ട്, വിക്ടോട്ടിക് ജോയിന്റും ഡ്രസ്സർ കപ്ലിംഗ് ജോയിന്റും. വിക്ടോട്ടിക് ജോയിന്റും ഡ്രസ്സർ കപ്ലിംഗ്. കാസ്റ്റ് അയണിന്റെ കേസിൽ നമ്മൾ ഒരു കപ്പിൾഡ് ജോയിന്റ് പഠിച്ചു, ഇത് ഡ്രസ്സർ കപ്ലിംഗ് ജോയിന്റ്. ഡ്രസ്സർ കപ്ലിംഗ് ജോയിന്റ്. ഇനി ഫിഫ്ത്ത് വൺ കുറച്ച് പേരുണ്ട്. ഫിഫ്ത്ത് വൺ ബാൻഡേജ് ജോയിന്റ്. ഇതെല്ലാം സീവർ പൈപ്പിൽ യൂസ് ചെയ്യുന്ന ജോയിന്റ്സ് ആണെന്ന് ഓർത്തിരിക്കാം. ബാൻഡേജ് ജോയിന്റ്. സിക്സ്ത് വൺ ഫ്ലഷ് ജോയിന്റ്. പിന്നെ നമ്മൾ ആസ്ബറ്റോസ് സിമെന്റ് പൈപ്പിന്റെ കേസിൽ പറഞ്ഞ ഒരു ജോയിന്റ് ഉണ്ട്, സിംപ്ലക്സ് ജോയിന്റ്. അതും സീവേഴ്സിൽ യൂസ് ചെയ്യും കേട്ടോ, സിംപ്ലക്സ് ജോയിന്റ്. പിന്നെ സ്ക്രൂഡ് ജോയിന്റ്, ഫ്ലെക്സിബിൾ ജോയിന്റ്. ഈ ഫ്ലെക്സിബിൾ ജോയിന്റിനെ യൂണിവേഴ്സൽ ജോയിന്റ് എന്നും പറയും, യൂണിവേഴ്സൽ ജോയിന്റ്. ലാസ്റ്റ് വൺ ആണ് ഫ്ലാഞ്ച്ഡ് ജോയിന്റ്. ഫ്ലാഞ്ച്ഡ് ജോയിന്റ്. അങ്ങനെ 10 ടൈപ്സ് ജോയിന്റ്സ് ആണ് നമ്മൾ സീവേഴ്സിന്റെ കേസിൽ യൂസ് ചെയ്യണത്. ഫ്ലാഞ്ച്ഡ് ജോയിന്റ് നമ്മൾ യൂസ് ചെയ്യണത്
നല്ല പ്രഷറിൽ സീവേഴ്സിൽ വേസ്റ്റ് ഫ്ലോ ചെയ്യുന്ന സമയത്താണ് ഫ്ലാഞ്ചഡ് ജോയിന്റ് അഡോപ്റ്റ് ചെയ്യുന്നത്. അണ്ടർ ഹൈ പ്രഷറിൽ സീവേജ് ഫ്ലോ ചെയ്യുന്ന കേസിൽ അണ്ടർ ഹൈ പ്രഷർ ഈ ജോയിന്റ് അഡോപ്റ്റ് ചെയ്യണത് ഏത് ഫ്ലാഞ്ചഡ് ജോയിന്റ്. അപ്പൊ പേരുകൾ ജസ്റ്റ് ഓർത്തിരിക്കുക. ഫസ്റ്റ് വൺ ആണ് സ്പൈഗോട്ടും ആൻഡ് സോക്കറ്റ് ജോയിന്റ്. അത് ഡയമീറ്റർ ലെസ് ദാൻ 600 mm വരുന്ന കേസിലാണ് അഡോപ്റ്റ് ചെയ്യുന്നതെന്ന് ഓർത്തിരിക്കുക. ഇനി ഗ്രേറ്റർ ദാൻ 600 mm ഉള്ള കേസിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് കോളാർ ജോയിന്റ് ആണ്. പിന്നെ ഫ്ലെക്സിബിൾ ജോയിന്റ് തന്നെയാണ് യൂണിവേഴ്സൽ ജോയിന്റ്. പിന്നെ ഫ്ലാഞ്ചഡ് ജോയിന്റ് നമ്മൾ യൂസ് ചെയ്യണത് ഹൈ പ്രഷറിൽ സീവേജ് ഫ്ലോ ചെയ്യുന്ന കണ്ടീഷനിലാണ് ഫ്ലാഞ്ചഡ് ജോയിന്റ് പ്രൊവൈഡ് ചെയ്യുന്നത്. ബാക്കി എല്ലാത്തിന്റെ പേര് ഓർത്തിരിക്കുക. എക്സ്പാൻഷൻ, മെക്കാനിക്കല്, ബാൻഡേജ്, ഫ്ലഷ്, സിംപ്ലെക്സ്, സ്ക്രൂഡ്, ഫ്ലെക്സിബിൾ പറഞ്ഞല്ലോ. ഇത്രയും ജോയിന്റ്സ്. ഇതിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് ഈ പറഞ്ഞ 3 പോയിന്റ്സ് ഓർത്തിരിക്കുക കേട്ടോ. ഇനി കുറച്ച് ഒരു 3-4 ടെസ്റ്റ് ചെയ്യും നമ്മള്. ഡ്രെയിൻസിന്റെയോ പൈപ്സിന്റെയോ ഒക്കെ കേസിൽ കുറച്ച് ടെസ്റ്റ് ചെയ്യും. ആ ടെസ്റ്റ് ഏതൊക്കെയാന്ന് നോക്കാം. ടെസ്റ്റ് ഫോർ ഡ്രെയിൻസ് ഓർ പൈപ്സ്. ഈ സീവേഴ്സിനൊക്കെ നമ്മൾ ചെയ്യുന്ന ടെസ്റ്റ്. ഫസ്റ്റ് ടെസ്റ്റ് ആണ് എയർ ടെസ്റ്റ്. പേര് മാത്രം മതി കേട്ടോ. എയർ ടെസ്റ്റ്. സെക്കൻഡ് വൺ ആണ് കളേർഡ് വാട്ടർ ടെസ്റ്റ്. കളേർഡ് വാട്ടർ ടെസ്റ്റ്. തേർഡ് വൺ ഹൈഡ്രോളിക് ടെസ്റ്റ്. ഫോർത്ത് വൺ സ്മെൽ ടെസ്റ്റ്. ഫിഫ്ത്ത് വൺ സ്മോക്ക് ടെസ്റ്റ്. ഈ ടെസ്റ്റുകളെല്ലാം നമ്മൾ ഡ്രെയിൻസിൽ അല്ലെ പൈപ്പില് അതിന്റെ ഡിഫറെന്റ് കണ്ടീഷൻസ് ഒക്കെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ടെസ്റ്റുകളാണ്. എയർ ടെസ്റ്റ്, കളേർഡ് വാട്ടർ ടെസ്റ്റ്, ഹൈഡ്രോളിക് ടെസ്റ്റ്, സ്മെൽ ടെസ്റ്റ്, സ്മോക്ക് ടെസ്റ്റ്. എവിടെയാണ്? ഡ്രെയിൻസിലും പൈപ്പിലും നമ്മൾ കണ്ടക്ട് ചെയ്യുന്ന ടെസ്റ്റുകളാണ്. പേര് ഓർത്തിരിക്കുക. നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോർഷൻ ആണ് സീവർ അപ്പർട്ടനൻസ്. ബിടെക്കിനൊക്കെ പഠിക്കുമ്പോൾ 12 മാർക്കിന്റെ എസ് ആയിട്ട് വരുന്ന ടോപ്പിക് അല്ലേ. അപ്പൊ അതും ഇവിടെ ഇമ്പോർട്ടന്റ് ആണ്. സീവർ അപ്പർട്ടനൻസ്. നമ്മുടെ എൻറ്റയർ സീവറേജ് സിസ്റ്റത്തില് നമുക്ക് പല ഓപ്പറേഷൻസ് ഉണ്ടാവും. അതുപോലെ തന്നെ അത് കൺസ്ട്രക്ട് ചെയ്യാൻ വേണ്ടി കുറെ പരിപാടികൾ ഉണ്ടാവും. അതുപോലെ തന്നെ അതിന്റെ മെയിൻ്റെനൻസിന് വേണ്ടി നമ്മൾ കുറെ കാര്യങ്ങൾ ചെയ്യും. ഇതെല്ലാം കൂടി വരുന്നതാണ് സീവർ അപ്പർട്ടനൻസിൽ. അതിൽ ഡിഫറെന്റ് അപ്പർട്ടനൻസ് വരുന്നുണ്ട്. ഫസ്റ്റ് ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടന്റ് എന്ന് പറയുന്നത് ഏതാ? മാൻഹോൾ ആണ്. മാൻഹോൾ ആണ്. മാൻഹോൾ നമ്മൾ എന്തിനു വേണ്ടി പ്രൊവൈഡ് ചെയ്യണത്? ഒരു ചേംബർ ആണ് മാൻഹോൾ എന്ന് പറയുന്നത്. കണ്ടിട്ടില്ലേ? ഒരു കവറൊക്കെ കൊടുത്തിട്ടുള്ള ഒരു ചേംബർ. അത് നമ്മൾ കൊടുക്കുന്നത് അതിൻ്റെ അകത്ത് എന്തെങ്കിലും മെയിൻ്റനൻസ് പർപ്പസിനോ അല്ലെങ്കിൽ റിപ്പയറിംഗ് വർക്ക്സിനോ ഒക്കെ നമുക്ക് ഒരു മാനിനെ ഇറങ്ങി ഇൻസ്പെക്ട് ചെയ്തിട്ട് അവിടെയുള്ള മെയിൻ്റനൻസ് ഒക്കെ ചെയ്യാൻ പാകത്തിന് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ചേംബർ ആണ് മാൻഹോൾ എന്ന് പറയുന്നത്. ഈ മാൻഹോളിന് മെയിൻ ആയിട്ട് 3 പാർട്സ് ആണുള്ളത്. ഫസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് വർക്കിംഗ് ചേംബർ. വർക്കിംഗ് ചേംബർ എന്ന് പറയുന്നതാണ് ഏറ്റവും താഴെയുള്ള ലോവസ്റ്റ് പോർഷൻ ആണ്. ഈ മാൻഹോളിന്റെ ലോവസ്റ്റ് പോർഷൻ ആണ് വർക്കിംഗ് ചേംബർ. പിന്നെ ഒരു ആക്സസ് ഷാഫ്റ്റ് ഉണ്ടാവും. മാനിനെ ഇറങ്ങി പോകാനുള്ള ഒരു ആക്സസ് ഷാഫ്റ്റ് ഉണ്ടാവും. അതുപോലെ സ്റ്റെപ്സ്, കാസ്റ്റ് അയണിന്റെ സ്റ്റെപ്സ് ഉണ്ടാവും. അതെന്തിനാ? ഒരുപാട് ഡെപ്ത് ഉള്ള മാൻഹോളിലേക്കൊക്കെ ഇറങ്ങി പോകണമെങ്കിൽ സ്റ്റെപ്സ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവും. ഇതാണ് മെയിൻ ആയിട്ടുള്ള പാർട്സ് മാൻഹോളിന്റെ. അപ്പൊ മാൻഹോൾ ഈസ് യൂസ്ഡ് ഫോർ ഇൻസ്പെക്ഷൻ പർപ്പസ് അല്ലെങ്കിൽ മെയിൻ്റനൻസ് പർപ്പസിന് വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ചേംബർ ആണ് മാൻഹോൾ എന്ന് പറയുന്നത്. ഈ മാൻഹോളിൽ നമ്മൾ ഒരു കവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവും. ആ കവറിന്റെ മിനിമം സൈസ് എന്ന് പറയുന്നത്
കവറിന്റെ മിനിമം ഡയമീറ്റർ എന്ന് പറയുന്നത് 50 സെന്റിമീറ്റർ ആണ്. 50 സെന്റിമീറ്റർ ആണ് ഈ കവർ പ്രൊവൈഡ് ചെയ്തേക്കുന്നതിന്റെ മിനിമം ഡയമീറ്റർ. പിന്നെ ഈ മാൻഹോൾ എവിടെയാ പ്രൊവൈഡ് ചെയ്യണമെന്ന്, മാൻഹോൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യണത് ബ്രാഞ്ച് സീവറും മെയിൻ സീവറും തമ്മിൽ ഫോം ചെയ്യുന്ന ജംഗ്ഷൻസിൽ. ഇത് ഇമ്പോർട്ടന്റ് ആട്ടോ. മാൻഹോൾ ഈസ് പ്രൊവൈഡഡ് അറ്റ് ദ ജംഗ്ഷൻസ് ബിറ്റ്വീൻ ബ്രാഞ്ച് ആൻഡ് മെയിൻ സീവർ. ബ്രാഞ്ച് സീവറും മെയിൻ സീവറും കൂടെ വരുന്ന ജംഗ്ഷനിലാണ് മാൻഹോൾ പ്രൊവൈഡ് ചെയ്യുന്നത്. എവിടെ പ്രൊവൈഡ് ചെയ്യുന്നത് ചോദിക്കാറുണ്ട്. ബ്രാഞ്ച് സീവറിന്റെ മെയിൻ സീവറിന്റെയും ജംഗ്ഷനിൽ. ബ്രാഞ്ച് സീവറും മെയിൻ സീവറും നമ്മൾ ഇന്നലെ നോക്കിയില്ലായിരുന്നോ? ലാറ്ററൽ സീവർ എല്ലാം കൂടി കൂടിയിട്ട് സബ് മെയിൻ അല്ലെങ്കിൽ ബ്രാഞ്ച് സീവർ വരും. അവരെല്ലാവരെയും കളക്ട് ചെയ്ത് കൊണ്ടുകൊണ്ടാണ് മെയിൻ സീവർ. അപ്പൊ അതിന്റെ ജംഗ്ഷനിലാണ് സാധാരണ മാൻഹോള് പ്രൊവൈഡ് ചെയ്യുന്നത്. പിന്നെ മാൻഹോള് ഡയറക്ഷൻ ചേഞ്ച് ചെയ്യണോടത്ത്, പിന്നെ ഗ്രേഡിയന്റ് ചേഞ്ച് ചെയ്യണോടത്തൊക്കെ നമ്മൾ മാൻഹോള് പ്രൊവൈഡ് ചെയ്യും. അത് നിങ്ങൾ ഓർത്തിരിക്കണേ. ചേഞ്ചിങ് ഡയറക്ഷൻ, അതുപോലെ ഗ്രേഡിയന്റ്, സ്ലോപ്പ് ഇല്ലേ, നമ്മൾ സീവർ ലേ ചെയ്യണതിന്റെ സ്ലോപ്പ് അല്ലെങ്കിൽ ഗ്രേഡിയന്റ് ചേഞ്ച് ചെയ്യണോടത്തൊക്കെ നമ്മൾ മാൻഹോള് പ്രൊവൈഡ് ചെയ്യാറുണ്ട്. ഈ പിന്നെ മാൻഹോള് പ്രൊവൈഡ് ചെയ്യുന്നത് ഒരു 300 മീറ്റർ ഇന്റർവെല്ലായിരിക്കും പ്രൊവൈഡ് ചെയ്യുന്നത്. 300 മീറ്റർ ഇന്റർവെല് മാൻഹോള് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇതൊക്കെ ഇമ്പോർട്ടന്റ് പോയിന്റ്സ് ആണ്. ഇപ്പോ മാൻഹോളിനെ കുറിച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇത്രയാണ്. വർക്കിംഗ് ചേംബർ ഉണ്ട്, ആക്സസ് ഷാഫ്റ്റ് ഉണ്ട്, പിന്നെ കാസ്റ്റ് അയണിന്റെ സ്റ്റെപ്സ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവും. പിന്നെ കവർ പ്രൊവൈഡ് ചെയ്തേക്കണത്, കവർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇപ്പം ആരും പെട്ടെന്നൊന്നും ചെന്ന് വീഴാതിരിക്കാൻ വേണ്ടി അത് മാൻഹോൾ ഒരു കവർ വെച്ച് ടോപ്പിൽ കവർ വെച്ച് മൂടിയിട്ടുണ്ടാവും. അതിന്റെ ഡയമീറ്റർ ആണ് 50 സെന്റിമീറ്റർ. പിന്നെ പ്രൊവൈഡ് ചെയ്യണത് ബ്രാഞ്ച് സീവറിന്റെയും മെയിൻ സീവറിന്റെയും ജംഗ്ഷനിൽ, അതുപോലെ തന്നെ ഡയറക്ഷൻ ചേഞ്ച് ചെയ്യുന്നിടത്ത്, ഗ്രേഡിയന്റ് ചേഞ്ച് ചെയ്യുന്നിടത്തൊക്കെയാണ് മാൻഹോൾ പ്രൊവൈഡ് ചെയ്യുന്നത്. പിന്നെ ഇനി മാൻഹോളിന്റെ ഒരു 3 ടൈപ്സ് ഉണ്ട്. മാൻഹോളിന്റെ ഡെപ്ത് അനുസരിച്ചാണ് ആ ടൈപ്സ് പറയുന്നത് കേട്ടോ. Types of manhole according to depth. അതിൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഷാലോ മാൻഹോൾ. ഷാലോ എന്ന് പറയുമ്പോൾ തന്നെ എന്തായിരിക്കും? ഡെപ്ത്. ഈ 3 ഡെപ്ത് കുറഞ്ഞതായിരിക്കും ഷാലോ മാൻഹോളിൽ വരുന്നത്. ഷാലോ മാൻഹോളിന്റെ ഡെപ്ത് എന്ന് പറയുന്നത് ആ റേഞ്ച് 0.7 to 0.9 മീറ്റർ. ഇതാണ് ഈ ടൈപ്പ് മാൻഹോളിന്റെ ഡെപ്ത് വരുന്നത്. ഏറ്റവും ഡെപ്ത് കുറഞ്ഞതാണ് ഈ മാൻഹോള്. പിന്നെ അവിടെ കൊടുക്കുന്ന കവർ, നമ്മൾ ടോപ്പിൽ കവർ കൊടുക്കുന്നില്ലേ, അത് ലൈറ്റ് കവർ ആയിരിക്കും പ്രൊവൈഡ് ചെയ്യണത്. ഈ ലൈറ്റ് കവർ കൊടുക്കുന്നതുകൊണ്ട് തന്നെ കൂടുതൽ ട്രാഫിക് കണ്ടീഷൻസ് ഉള്ള പ്ലേസസിൽ ഇത് പ്രൊവൈഡ് ചെയ്യില്ല. നോട്ട് പ്രൊവൈഡഡ് അണ്ടർ ഹെവി ട്രാഫിക് കണ്ടീഷൻ ഉള്ള പ്ലേസസിൽ ഈ ടൈപ്പ് നമ്മൾ പ്രൊവൈഡ് ചെയ്യില്ല. കാരണം ട്രാഫിക് ലോഡ്സ് ഒക്കെ കൂടുമ്പോൾ ഇത് ബ്രേക്ക് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് അത് പ്രൊവൈഡ് ചെയ്യില്ല. അപ്പൊ ഫസ്റ്റ് വൺ ആണ് ഷാലോ മാൻഹോള്. ഡെപ്ത് 0.7 to 0.9 മീറ്റർ ഡെപ്ത് ആണ്. ആ കേസിനാണ് ഷാലോ മാൻഹോൾ എന്ന് പറയുന്നത്. പിന്നെ അവിടെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന ടോപ്പ് കവർ എന്ന് പറയുന്നത് ലൈറ്റ് വെയിറ്റ് ആയിരിക്കും. അതുപോലെ തന്നെ ട്രാഫിക് കണ്ടീഷൻ കൂടുതലുള്ളിടത്തൊന്നും ഹൈ ട്രാഫിക് കണ്ടീഷൻ ഉള്ളിടത്ത് ഇത് പ്രൊവൈഡ് ചെയ്യില്ല. ഇനി സെക്കൻഡ് ടൈപ്പ് എന്ന് പറയുന്നത് നോർമൽ. മാൻഹോള്. സെക്കൻഡ് ടൈപ്പ് നോർമൽ മാൻഹോള്. അവിടുത്തെ ഡെപ്ത് എന്ന് പറയുന്നത്, ഈ ഡെപ്ത് 3 കേസിന് ഇമ്പോർട്ടന്റ് ആണ്. ഡെപ്ത് എന്ന് പറയുന്നത് 1.5 മീറ്റർ ആയിരിക്കും. അപ്പൊ ഡെപ്ത് നോർമൽ ആയിട്ടുള്ള ഒരു കണ്ടീഷനിൽ ഡെപ്ത് എന്ന് പറയുന്നത് 1.5 മീറ്റർ ആയിരിക്കും. അവിടെ നമ്മൾ കൊടുക്കുന്ന കവർ എന്ന് പറയുന്നത് കുറച്ചും കൂടി ഹെവി ആയിട്ടുള്ളതായിരിക്കും. ഹെവി കവേഴ്സ് ആയിരിക്കും പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ട്രാഫിക് കണ്ടീഷൻ കുഴപ്പമില്ല. ഹെവി ട്രാഫിക് കണ്ടീഷൻ പെർമിറ്റഡ് ആണ്. അവിടെ നമുക്ക് ഈ മാൻഹോൾ ഒക്കെ യൂസ് ചെയ്യാം. ഇനി അതിന്റെ അടുത്ത സ്റ്റെപ്പാണ് ഈ 1.5 മീറ്റർ ഡെപ്തിനേക്കാളും കൂടുതൽ വരുന്ന കേസിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതാണ് ഡീപ്പ് മാൻഹോള്. പ്രൊവൈഡ് ചെയ്യുന്നത് ഡെപ്ത് എന്ന് പറയുന്നത്
ഗ്രേറ്റർ ദാൻ 1.5 മീറ്റർ ആയിരിക്കും. ഇവിടെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഹെവി കവേഴ്സ് ആയിരിക്കും. അവിടുത്തെ കണ്ടീഷൻ, ട്രാഫിക് കണ്ടീഷൻ എന്ന് പറയുന്നത് വെരി ഹൈ ആയിരിക്കും. അപ്പൊ 3 ടൈപ്പ് മാൻഹോള്. മാൻഹോളിന്റെ മെയിൻ ആയിട്ട് അത്രേ പഠിക്കാനുള്ളത്. പിന്നെ ഇനി മാൻഹോളിന്റെ ടൈപ്സ് ഒക്കെ ഉണ്ട്, അത് നമുക്ക് അത്ര ആവശ്യമില്ല. അതിൽ തന്നെ ഒരു ടൈപ്പ് ഡ്രോപ്പ് മാൻഹോള്, ഇത് എപ്പോഴും ക്വസ്റ്റ്യൻ ചോദിക്കാറുള്ളതാണ്. ഡ്രോപ്പ് മാൻഹോള് എവിടെയാ പ്രൊവൈഡ് ചെയ്യണേന്ന്. ഡ്രോപ്പ് മാൻഹോള് പ്രൊവൈഡ് ചെയ്യണത് ഗ്രൗണ്ടിന്റെ എലിവേഷന്, ഡ്രോപ്പ് മാൻഹോള് പ്രൊവൈഡ് ചെയ്യുന്നത് ഗ്രൗണ്ട് എലിവേഷന് ഡിഫറൻസ് ഉള്ള പ്ലേസസിലാണ് ഡ്രോപ്പ് മാൻഹോള് പ്രൊവൈഡ് ചെയ്യുന്നത്. വെച്ചിട്ടുണ്ടെങ്കിൽ ഹൈറ്റില് ഡിഫറൻസ് ഉള്ള സ്ഥലങ്ങളില്ല, ഹയർ ടു ലോവർ അങ്ങനെ സീവേഴ്സ് ലേ ചെയ്തേക്കുന്നിടത്തൊക്കെയാണ് ഡ്രോപ്പ് മാൻഹോള് പ്രൊവൈഡ് ചെയ്യുന്നത്. അത് ഇമ്പോർട്ടന്റ് ആട്ടോ, എപ്പോഴും ചോദിക്കാറുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ചേഞ്ച് ഇൻ എലിവേഷൻ ഓഫ് ഗ്രൗണ്ട് ലെവൽ. ഗ്രൗണ്ട് ലെവൽ എലിവേഷന് ചേഞ്ച് വരുന്ന പ്ലേസസിൽ പ്രൊവൈഡ് ചെയ്യുന്നതാണ് ഡ്രോപ്പ് മാൻഹോൾ. അങ്ങനെ കൂടുതലായിട്ട് വരുന്നത് എവിടെയായിരിക്കും? ഹില്ലി ടൗൺഷിപ്പിലൊക്കെയാണ് ഈ ടൈപ്പ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ഹില്ലി ടൗൺഷിപ്പ്. അപ്പൊ ഇത്രയാണ് മാൻഹോളിന്റെ കേസിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്. മാൻഹോൾ നമ്മൾ എന്തൊക്കെ പറഞ്ഞു? അതൊരു ഇൻസ്പെക്ഷൻ ചേംബർ ആണ്. ഒരു മാൻ ഇറങ്ങിയിട്ട് എന്തെങ്കിലും മെയിൻ്റെനൻസോ റിപ്പയറിംഗ് വർക്ക്സ് ഒക്കെ ഉണ്ടെങ്കിൽ ചെയ്യും. അതിന്റെ ടോപ്പിൽ ഒരു കവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവും. അതിന്റെ മിനിമം ഡയമീറ്റർ 50 സെന്റിമീറ്റർ ആണ്. പിന്നെ ടൈപ്സ് അക്കോർഡിംഗ് ടു ഡെപ്ത് നമ്മൾ പറയുന്നുണ്ട്. 0.7 to 0.9 മീറ്റർ ഡെപ്ത് ആണെങ്കിൽ ഷാളോ, അവിടെ കൂടുതൽ ട്രാഫിക് ഒന്നും അലൗബിൾ അല്ല. അടുത്ത ടൈപ്പാണ് നോർമൽ കണ്ടീഷൻ. ഇവിടുത്തെ ഡെപ്ത് എന്ന് പറയുന്നത് 1.5 മീറ്റർ. ഈ 1.5 മീറ്ററിനേക്കാളും കൂടുതൽ വരുന്നതാണ് ഡീപ്പ് മാൻഹോള്. അവിടെ നമുക്ക് ഹെവി ട്രാഫിക് കണ്ടീഷനൊക്കെ പെർമിറ്റ് ആണ്. അവിടെയുള്ള പ്രൊവൈഡ് ചെയ്യുന്ന കവർ എന്ന് പറയുന്നതും ലൈറ്റ് വെയിറ്റ് അല്ല, നല്ല ഹെവി ആയിട്ട് ലോഡിനെ ക്യാരി ചെയ്യാൻ പാകത്തിലുള്ള കവറാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. പിന്നെ ഡ്രോപ്പ് മാൻഹോളും കൂടെ ഓർത്തിരിക്കുക. ഗ്രൗണ്ട് ലെവൽ എലിവേഷനിൽ ചേഞ്ച് വരുന്ന കേസിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതാണ് ഡ്രോപ്പ് മാൻഹോൾ. അപ്പൊ ഫസ്റ്റ് സീവർ അപ്പർട്ടൻസ് ആണ് മാൻഹോൾ. ഈ സെക്കൻഡ് വൺ ക്യാച്ച് ബേസിൻ. സെക്കൻഡ് വൺ ആണ് ക്യാച്ച് ബേസിൻ. ക്യാച്ച് ബേസിൻ എന്ന് പറയുന്നതും ഒരു ചേംബർ തന്നെയാണ്. അപ്പൊ ആ ചേംബറിൽ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ സീവേജ് ഫ്ലോ ചെയ്യുമ്പോൾ നമ്മുടെ സ്റ്റോം വാട്ടർ ഇല്ലേ, ക്ലിയർ ആയിട്ടുള്ള റെയിൻ വാട്ടർ, സസ്പെൻഡഡ് മാറ്റേഴ്സോ അതുപോലെ സിൽട്ടും ഗ്രാവൽസും ഒന്നും ഇല്ലാത്ത ക്ലിയർ ആയിട്ടുള്ള റെയിൻ വാട്ടറിനെ നമ്മൾ ഒരു ചേംബർ പോലത്തെ ഒരു ടാങ്ക് പോലത്തെ ഒരു ചേംബറിൽ സ്റ്റോർ ചെയ്ത് വെക്കും. അതാണ് ക്യാച്ച് ബേസിൻ. ക്ലിയർ റെയിൻ വാട്ടറിനെ വിത്തൗട്ട് സിൽട്ട് അങ്ങനെയുള്ള റെയിൻ വാട്ടറിനെ സ്റ്റോർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ചേംബർ ആണ് ക്യാച്ച് ബേസിൻ. നമ്മുടെ സീവറിൽ പ്രൊവൈഡ് ചെയ്തിട്ടുള്ള ചേംബർ ആണ് ക്യാച്ച് ബേസിൻ. എന്നിട്ട് അത് നമുക്ക് ഫ്ലഷ് ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ വരുമ്പോൾ എന്നിട്ട് സീവറിനെ ഫ്ലഷ് ചെയ്ത് വിടും. സിൽട്ടിങ് ഒന്നും നിൽക്കാതെ. നമ്മൾ ഇന്നലെ പറഞ്ഞില്ലേ സെൽഫ് ക്ലീനിങ് വെലോസിറ്റി. അപ്പോൾ ആ സെൽഫ് ക്ലീനിങ് വെലോസിറ്റി കുറവുള്ള സ്ഥലങ്ങളിൽ ആണ് ഈ ക്യാച്ച് ബേസിൻ നമ്മൾ മെയിൻ ആയിട്ട് പ്രൊവൈഡ് ചെയ്യണത്. അപ്പൊ എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സെൽഫ് ക്ലീനിങ് വെലോസിറ്റി കുറവാണെങ്കിൽ നമുക്ക് ഫ്ലഷിങ്ങിന്റെ ആവശ്യം ഉണ്ടാവും. അപ്പൊ ക്ലിയർ ആയിട്ടുള്ള റെയിൻ വാട്ടറിനെ ഈ ഒരു ചേംബറിൽ സ്റ്റോർ ചെയ്ത് വെച്ചിട്ട് നമുക്ക് അങ്ങനെ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ ഫ്ലഷ് ചെയ്ത് വിടും. അപ്പൊ അവിടെ സിൽട്ടിങ് എന്ന് പറഞ്ഞ ആ ഒരു പ്രോസസ് ഒന്നും ഉണ്ടാവില്ല. സെൽഫ് ക്ലീനിങ് വെലോസിറ്റി കുറഞ്ഞ പ്ലേസസിലാണ് നമ്മൾ ക്യാച്ച് ബേസിൻ യൂസ് ചെയ്യണത്. സെക്കൻഡ് വൺ ആണ് ക്യാച്ച് ബേസിൻ. Chamber provided at velocity is less than self-cleaning velocity. Velocity less than self-cleaning velocity. ഈ ഒരു കണ്ടീഷനിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതാണ് ക്യാച്ച് ബേസിൻ. അവിടെ എന്താ നടക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ക്ലിയർ ആയിട്ടുള്ള റെയിൻ വാട്ടറിനെ വിത്തൗട്ട് സിൽട്ട് ഗ്രാവൽ അങ്ങനെയുള്ള മെറ്റീരിയൽസ് ഒന്നും ഇല്ലാത്ത ക്ലിയർ റെയിൻ വാട്ടറിനെ സ്റ്റോർ ചെയ്തിട്ട് നമുക്ക് അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഫ്ലഷ് ചെയ്ത് വിടും. അതാണ് ക്യാച്ച് ബേസിന്റെ ഒരു ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് വൺ ആണ് ഫ്ലഷിംഗ് ടാങ്ക്. ഫ്ലഷിംഗ് ടാങ്ക് എന്ന് പറയുമ്പോൾ ആ പേര് തന്നെയുണ്ട്. ഈ സെയിം പർപ്പസ് തന്നെയാണ് ക്യാച്ച് ബേസിന്റെ, ഏകദേശം സെയിം പർപ്പസ് തന്നെയാണ് ഫ്ലഷിംഗ് ടാങ്കിനുള്ളത്. ഫ്ലഷ് ചെയ്ത് നമ്മുടെ സീവേഴ്സ് ഫ്ലഷ് ചെയ്യുകയാണ് ഇതിന്റെ പർപ്പസ്.
ഇതിന്റെ അകത്ത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ യൂസ്ഡ് ടു ഹോൾഡ് ആൻഡ് ത്രോ വാട്ടർ ഇൻ ടു സീവർ ഫോർ ക്ലീനിങ് പർപ്പസ്. നമുക്ക് ഈ ക്യാച്ച് ബേസിന്റെ കേസ് സെൽഫ് ക്ലീനിങ് വെലോസിറ്റി കുറഞ്ഞ സെൽഫ് ക്ലീനിങ് വെലോസിറ്റിയേക്കാളും കുറഞ്ഞ വെലോസിറ്റി ഓഫ് ഫ്ലോ ഉള്ള കേസിൽ നമ്മൾ അഡോപ്റ്റ് ചെയ്യുന്ന ഒരു പ്രത്യേകമായിട്ടുള്ള പർട്ടിക്കുലർ സ്ട്രക്ചർ ആണ് ക്യാച്ച് ബേസിൻ. ഈ ഫ്ലഷിംഗ് ടാങ്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ സീ ബേസിലും ഉണ്ടാവും. സെൽഫ് ക്ലീനിങ് വെലോസിറ്റി പ്രൊവൈഡ് ചെയ്തിട്ടുള്ള സീ ബേസിലും ഫ്ലഷിംഗ് ടാങ്ക് ഉണ്ടാവും. ഫ്ലഷിംഗ് ടാങ്ക് എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വാട്ടറിന് ഹൈ പ്രഷറിൽ ത്രോ ചെയ്യാൻ, അവിടെ ഫ്ലഷിംഗ് നടക്കാൻ വേണ്ടി പ്രൊവൈഡ്, അല്ലെങ്കിൽ ക്ലീനിങ് പർപ്പസിന് വേണ്ടി നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതാണ് ഫ്ലഷിംഗ് ടാങ്ക് ഫോർ ക്ലീനിങ് പർപ്പസ്. ഇവിടുത്തെ കീ പോയിന്റ് ഇതാട്ടോ. ഇനി ഫ്ലഷിംഗ് ടാങ്ക് നമ്മൾ എല്ലാ സീവേഴ്സിന്റെ ബിഗിനിങ്ങിലാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ബിഗിനിങ് ഓഫ് സീവേഴ്സ് ആണ് ഈ ഫ്ലഷിംഗ് ടാങ്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. ബിഗിനിങ് ഓഫ് സീവേഴ്സ്. ഇത് നമുക്ക് ഹാൻഡ് ഓപ്പറേറ്റഡും ആവാം, അതുപോലെ തന്നെ ഓട്ടോമാറ്റിക്കലി വർക്കിംഗ് ചെയ്യുന്ന ഫ്ലഷിംഗ് ടാങ്ക് ഉണ്ട്. ഫ്ലഷിംഗ് ടാങ്കിൽ അത്രയാണുള്ളൂ. ഇതിനകത്ത് ബിഗിനിങ്ങിലാണ് പ്രൊവൈഡ് ചെയ്യണമെന്ന് ഓർക്കുക. ക്ലീനിങ് പർപ്പസ് ആണ് ഇവിടുത്തെ ഒരു ഫംഗ്ഷൻ, അതായത് ഫ്ലഷിംഗ് ടാങ്ക്. ഇനി ഫോർത്ത് വൺ ആണ് ക്ലീൻ ഔട്ട്. ക്ലീൻ ഔട്ട്. ക്ലീൻ ഔട്ട് എന്ന് പറഞ്ഞതിന്റെ പർപ്പസും ക്ലീനിങ് തന്നെയാണ്. ഇതിലെങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ക്ലീൻ ഔട്ട് അതൊരു പൈപ്പാണ്. നമ്മുടെ അണ്ടർഗ്രൗണ്ട് ഈ ക്ലീൻ ഔട്ട് പൈപ്പ് അണ്ടർഗ്രൗണ്ട് ആയിട്ട് ലേ ചെയ്തേക്കണ സീവറിലേക്ക് അതിന്റെ ഒരെൻഡ് ഫിറ്റ് ചെയ്തേക്കുന്നു. ഒരെൻഡ് എന്ന് പറയുന്നത് നമ്മുടെ ഗ്രൗണ്ട് ലെവലിലേക്ക് റേസ് ചെയ്ത് കൊടുത്തേക്കുന്നു. എന്നിട്ട് അതിന് ആ ഗ്രൗണ്ട് ലെവലില് എലിവേഷനിലേക്ക് എത്തിയ ആ എൻഡില് നമ്മൾ കവർ പ്രൊവൈഡ് ചെയ്യും. നമുക്ക് എപ്പോഴാണോ ക്ലീനിങ് നടക്കേണ്ടത് അപ്പൊ ആ കവർ റിമൂവ് ചെയ്തിട്ട് അതിക്കടെ ക്ലീൻ വാട്ടറിനെ പാസ് ചെയ്ത് ക്ലീനിങ് പ്രോസസ്സ് നടത്തുന്നു. അതാണ് ക്ലീൻ ഔട്ട്. ക്ലീൻ ഔട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്ലീനിങ് തന്നെയാണ് പർപ്പസ്. അതെങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വൺ എൻഡ് ഈസ് കണക്റ്റഡ് ടു നമ്മുടെ അണ്ടർഗ്രൗണ്ട് സീവർ. അണ്ടർഗ്രൗണ്ട് സീവറിലേക്ക് കണക്ട് ചെയ്തേക്കുന്നു. അതർ എൻഡ് എന്ന് പറയുന്നത് ഗ്രൗണ്ടിലേക്ക് എലിവേറ്റ് ചെയ്ത് നിൽക്കുന്നു. എലിവേറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പൊങ്ങി നിൽക്കുമെന്നല്ല, ആ ഗ്രൗണ്ടിലേക്ക് ആയിരിക്കും അതിന്റെ കണക്ഷൻ വരുന്നത്. എന്നിട്ട് ഇതിനൊരു കവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവും. ക്ലീനിങ് ആവശ്യമുള്ളപ്പോൾ ഈ കവർ റിമൂവ് ചെയ്തിട്ട് സ്യൂട്ടബിൾ ആയിട്ടുള്ള വാട്ടർ ക്വാണ്ടിറ്റി അതിൽക്കിടെ കടത്തിവിട്ട് ക്ലീനിങ് നടത്തുന്നു. അതാണ് ക്ലീൻ ഔട്ട്. ഈ പൈപ്പ് ക്ലീൻ ഔട്ട് പൈപ്പ് ആട്ടോ. ക്ലീൻ ഔട്ട് നടത്തുന്ന പൈപ്പാണ് ക്ലീൻ ഔട്ട് പൈപ്പ്. ഇനി നെക്സ്റ്റ് വൺ ആണ് വെന്റിലേറ്റിംഗ് ഷാഫ്റ്റ്. വെന്റിലേറ്റിംഗ് ഷാഫ്റ്റ് എന്തിനായിരിക്കും പ്രൊവൈഡ് ചെയ്യണത്? വെന്റിലേഷൻ പർപ്പസിന്. ഇപ്പൊ നമ്മുടെ സീവേജിലൊക്കെ ഒരുപാട് സീവേജ് എന്ന് പറയുന്നത് ഒരുപാട് ആസിഡിന്റെ ഒക്കെ പ്രൊഡക്ഷൻ ഒക്കെ ഉണ്ടാവും. കാരണം ബാക്ടീരിയ റിയാക്ട് ചെയ്തിട്ട് അവിടെ ആസിഡിന്റെ ഒക്കെ പ്രൊഡക്ഷൻ ഉണ്ടാവും. അപ്പോൾ നമുക്ക് അതിനൊക്കെ റിമൂവ് ചെയ്യാൻ വേണ്ടി ഒരു വെന്റിലേഷൻ പ്രോസസ്സ് അവിടെ എസെൻഷ്യൽ ആണ്. അതിനുവേണ്ടി പ്രൊവൈഡ് ചെയ്യുന്നതാണ് വെന്റിലേറ്റിംഗ് ഷാഫ്റ്റ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ദ ഷാഫ്റ്റ് പ്രൊവൈഡ് ഫോർ ദ പർപ്പസ് ഓഫ് വെന്റിലേഷൻ ഓഫ് സീവർ. അത് എന്തിനാ നമ്മൾ പ്രൊവൈഡ് ചെയ്യണത്? അവിടെ ആ ഉണ്ടാവുന്ന ഡേഞ്ചറസ് ആയിട്ടുള്ള ഗ്യാസസ്, മീഥേൻ ഫോർമേഷനും നൈട്രജൻ ഗ്യാസിന്റെ ഫോർമേഷനും ഒക്കെ ഉണ്ടാവും. നമ്മുടെ സീവേജില് സീവേജിൽ ക്യാരി ചെയ്യുമ്പോൾ തന്നെ ആ ഒരു നല്ല ടെമ്പറേച്ചർ ഉള്ള ഒരു ക്വാണ്ടിറ്റി കൂടെ കടന്നു പോകുമ്പോൾ ആ സീവേജിന്റെ ടെമ്പറേച്ചർ നോർമൽ ആയിട്ട് റേസ് ചെയ്യും. എന്നിട്ട് അവിടെ റിയാക്ഷൻ ഒക്കെ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. ഡീകമ്പോസിഷൻ ഒക്കെ കുറച്ചൊക്കെ നടക്കും. അപ്പൊ അവിടെ ഡേഞ്ചറസ് ആയിട്ടുള്ള ഗ്യാസസ് ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യും. അപ്പൊ അതിനെയൊക്കെ എലിമിനേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മളൊരു വെന്റിലേറ്റിംഗ് ഷാഫ്റ്റ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. മീഥെയിന്, അതുപോലെ തന്നെ നൈട്രജൻ ഗ്യാസ്, ഹൈഡ്രജൻ സൾഫൈഡ്, കാർബൺ ഡൈ ഓക്സൈഡ്, ഇതുപോലത്തെ ഗ്യാസിന്റെ ഒക്കെ പ്രൊഡക്ഷൻ ഉണ്ടാവും. അതിനെ ആ ഡേഞ്ചറസ് എഫക്റ്റിനെ ഓവർകം ചെയ്യാൻ വേണ്ടി നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഷാഫ്റ്റ് ആണ് വെന്റിലേറ്റിംഗ് ഷാഫ്റ്റ്. അതിന്റെ പർപ്പസ് എന്ന് പറയുന്നത് വെന്റിലേഷൻ ആണ് പർപ്പസ്. ഇനി സിക്സ്ത് വൺ ആണ് ഇൻലെറ്റ്. സിക്സ്ത് അപ്പർട്ടൻസ് ആണ് ഇൻലെറ്റ് എന്ന് പറയുന്നത്.
സിക്സ് വൺ ആണ് ഇൻലെറ്റ്. ഇൻലെറ്റ് എന്ന് പറയുന്ന ആ അപ്പർട്ടനൻസ് സ്പെഷ്യലി ഫോർ സ്റ്റോം വാട്ടർ ഫ്ലോ, സ്റ്റോം വാട്ടർ എൻട്രി ചെയ്യുന്ന പൈപ്പ്, ആ ഒരു ഇൻലെറ്റിനെ പറയുന്നതാണ് ഇൻലെറ്റ് എന്ന് പറയുന്നത്. ഫോർ സ്റ്റോം വാട്ടർ ക്യാരി, അതാണ് ഇൻലെറ്റ്. ഇത്രയാണ് മെയിൻ ആയിട്ടുള്ള സീവർ അപ്പർട്ടനൻസ്. മാൻഹോളിന്റെ ടൈപ്സ് നമുക്ക് പഠിക്കേണ്ട, അതിൽ ഡ്രോപ്പ് ഹോൾ മാത്രം ഓർത്തിരിക്കുക കേട്ടോ. അപ്പൊ സീവർ അപ്പർട്ടനൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ നമ്മുടെ സീവറിൽ നടക്കുന്ന ഡിഫറെന്റ് ഓപ്പറേഷൻസ്, മെയിൻ്റെനൻസ്, റിപ്പയറിങ്ങിനൊക്കെ നമ്മൾ വേണ്ടി യൂസ് ചെയ്യുന്ന അപ്പർട്ടനൻസ് ആണ് സീവർ അപ്പർട്ടനൻസ്. അതിൽ ഫസ്റ്റ് വൺ മാൻഹോൾ പറഞ്ഞു, മാൻഹോളിന്റെ ടൈപ്സും പറഞ്ഞു. സെക്കൻഡ് വൺ എന്ന് പറയുന്നത് ക്യാച്ച് ബേസിൻ ആയിരുന്നു. ക്യാച്ച് ബേസിൻ എന്തിനായിരുന്നു? ക്ലിയർ റെയിൻ വാട്ടറിനെ സ്റ്റോർ ചെയ്തിട്ട് സിൽട്ടും ഇതൊന്നും ഇല്ല, സസ്പെൻഡ് മാറ്റേഴ്സ് ഒന്നും ഇല്ലാത്ത റെയിൻ വാട്ടറിനെ സ്റ്റോർ ചെയ്തിട്ട് സെൽഫ് ക്ലീനിങ് വെലോസിറ്റിനേക്കാളും കുറഞ്ഞ വെലോസിറ്റി ഫ്ലോ ചെയ്യുന്ന സീ ബേസിൽ ഫ്ലഷ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് ക്യാച്ച് ബേസിൻ. തേർഡ് വൺ എന്തായിരുന്നു? ഫ്ലഷിംഗ് ടാങ്ക് ആയിരുന്നു. അത് നമ്മൾ എല്ലാ സീ ബേസിലും പ്രൊവൈഡ് ചെയ്യും. അത് ബിഗിനിങ്ങിലാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അത് എന്താ സീ ബേസിൽ ഇടയ്ക്ക് ക്ലീനിങ് പർപ്പസിന് വേണ്ടി ഫ്ലഷ് ചെയ്ത് കളയാൻ വേണ്ടിയാണ് ഈ ടാങ്ക് യൂസ് ചെയ്യുന്നത്. അടുത്താണ് ക്ലീൻ ഔട്ട് പറഞ്ഞു. അതിന്റെ രണ്ട് എൻഡ് ഉണ്ട്. ഒരു എൻഡ് എന്ന് പറയുന്നത് നമ്മുടെ പൈപ്പ് അണ്ടർലൈൻ ആയിട്ടുള്ള പൈപ്പിലോട്ട് കണക്റ്റഡ് ആയിരിക്കും. അതർ എൻഡ് ഗ്രൗണ്ടിലേക്ക് കണക്റ്റഡ് ആയിരിക്കും. അതിൽ കവർ വെച്ച് കവർ ചെയ്തിട്ടുണ്ടാവും. എന്നിട്ട് ക്ലീനിങ്ങിന് സമയത്ത് ആ കവർ മാറ്റിയിട്ട് ക്ലീൻ ചെയ്ത് വിടുന്നു. അത് ക്ലീൻ ഔട്ട്. പിന്നെ നമ്മൾ ഇൻലെറ്റ് പറഞ്ഞു, അത് സ്റ്റോം വാട്ടറിന്റെ ക്യാരിയിങ്ങിന് വേണ്ടിയുള്ളതാണ്. ഇത്രയാണ് നമ്മുടെ സീവർ അപ്പർട്ടനൻസ്. ഇനി അടുത്താണ് ഹൗസ് ഡ്രെയിനേജ്. ഹൗസ് ഡ്രെയിനേജില് നമ്മൾ കുറച്ച് പൈപ്സ്, നമ്മൾ ഓൾറെഡി സീവേഴ്സിന്റെ ക്ലാസിഫിക്കേഷനും അതിന്റെ ടൈപ്സ് ഒക്കെ കണ്ടു. ഇനി ഹൗസ് ഡ്രെയിനേജിന് സ്പെഷ്യൽ ആയിട്ട് കുറച്ച് പൈപ്സ് നമ്മൾ എന്താ ഡിഫറെന്റ് നെയിംസിൽ പറയുന്നുണ്ട്. അതിന്റെ ഫങ്ഷൻസ് വെച്ചിട്ട് അതേതാ നോക്കാം. ഹൗസ് ഡ്രെയിനേജ് പർപ്പസിലുള്ളത് അതിൽ ഫസ്റ്റ് വൺ ആണ് സോയിൽ പൈപ്പ്. സോയിൽ പൈപ്പ് എന്തിനായിരിക്കും? നമ്മൾ ഇന്നലെ പറഞ്ഞല്ലോ സോയിൽ വേസ്റ്റ് എന്താന്ന്, ഹ്യൂമൻ എക്സ്ക്രീറ്റ അല്ലെങ്കിൽ വാട്ടർ ക്ലോസിറ്റിന്നും യൂറിനേഴ്സിന്നും ഒക്കെ ഉള്ള എക്സ്ക്രീറ്റിനെ എക്സ്ക്രീറ്റിയാണ് സോയിൽ വേസ്റ്റ്. അപ്പൊ ആ സോയിൽ വേസ്റ്റിനെ മാത്രം ക്യാരി ചെയ്യുന്ന പൈപ്പാണ് സോയിൽ പൈപ്പ്. പൈപ്പ് ത്രൂ വിച്ച് ലിക്വിഡ് waste carrying human excreta that is discharged from soil fittings such as urinals, water closet. അപ്പൊ സോയിൽ പൈപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സോയിൽ വേസ്റ്റിനെ ക്യാരി ചെയ്യുന്ന പൈപ്പ്, ക്യാരി സോയിൽ വേസ്റ്റ്, അതാണ് സോയിൽ പൈപ്പ്. സോയിൽ വേസ്റ്റ് എന്താണെന്ന് അറിഞ്ഞിരുന്ന നമുക്ക് സോയിൽ പൈപ്പ് എന്താണെന്ന് അറിയാം. സോയിൽ വേസ്റ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വേസ്റ്റ് ഫ്രം യൂറിനൽസ്, വാട്ടർ ക്ലോസറ്റ് എക്സെട്ര. The pipe carrying soil waste is called soil pipe. ഇനി സെക്കൻഡ് വൺ ആണ് വേസ്റ്റ് പൈപ്പ്. ഇനി ഹ്യൂമൻ എക്സ്ക്രീറ്റ ഇല്ലാതെ ബാക്കിയുള്ള വേസ്റ്റിനെ ക്യാരി ചെയ്യുന്ന പൈപ്പാണ് വേസ്റ്റ് പൈപ്പ്. വേസ്റ്റ് വിത്തൗട്ട് ഹ്യൂമൻ എക്സ്ക്രീറ്റ. അപ്പൊ അതിലേതൊക്കെ വരും? നമ്മുടെ ടോയ്ലറ്റ്സിന്നുള്ളത്, നമ്മുടെ സൺലൈജ് ഇല്ലേ, അങ്ങനെ സൺലൈജ് മാത്രമല്ല ബാക്കിയുള്ള എല്ലാ ടൈപ്പ് വേസ്റ്റും വരും കേട്ടോ. സോയിൽ വേസ്റ്റ് മാത്രം ഇൻക്ലൂഡഡ് അല്ല. വേസ്റ്റ് വിത്തൗട്ട് ഹ്യൂമൻ എക്സ്ക്രീറ്റ, അതാണ് വേസ്റ്റ് പൈപ്പ്. ഇനി തേർഡ് വൺ ആണ് വെന്റ് പൈപ്പ്. ഈ വെന്റ് പൈപ്പും വെന്റിലേറ്റിംഗ് പൈപ്പും ഒക്കെ പർപ്പസ് സെയിം തന്നെയാണ് കേട്ടോ. വെന്റ് പൈപ്പ് എന്തിനാ? നമ്മൾ ഇപ്പൊ അപ്പർട്ടനൻസ് പറഞ്ഞപ്പോ നമ്മൾ ഒരെണ്ണം പറഞ്ഞല്ലോ, വെന്റിലേഷൻ ഷാഫ്റ്റ്. അപ്പൊ വെന്റ് പൈപ്പ് എന്ന് പറയുന്നത് വെന്റിലേഷൻ പർപ്പസിന് വേണ്ടി പ്രൊവൈഡ് ചെയ്യുന്നതാണ്. നമ്മുടെ ഡ്രെയിനേജ് ആ സിവറേജിലൂടെ നല്ല രീതിയിൽ എയറിന്റെ ഫ്ലോ ഉണ്ടാകാൻ വേണ്ടി, അപ്പൊ വെന്റിലേഷൻ പർപ്പസിന് വേണ്ടിയാണ് വെന്റ് പൈപ്പ് പ്രൊവൈഡ് ചെയ്തേക്കുന്നത്. നമ്മൾ കുറച്ച് കഴിയുമ്പോൾ ട്രാപ്പ് എന്നൊക്കെ പറയും. അപ്പൊ ഈ ട്രാപ്പിനെ പ്രൊട്ടക്ട് ചെയ്യുക എന്നത് കൂടിയാണ് ഈ വെന്റ് പൈപ്പിന്റെ ഒരു ഫങ്ഷൻ. ഈ ട്രാപ്പിൽ നമ്മൾ വാട്ടർ സീലൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പൊ അതിനെ പ്രൊട്ടക്ട് ചെയ്യുക എന്നതാണ് ഈ വെന്റ് പൈപ്പിന്റെ ഫങ്ഷൻ. അപ്പൊ ഈ അതെങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സൈഫോണിക് ആക്ഷൻ ഒക്കെ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ അങ്ങനെ വരുമ്പോഴാണ് ഈ നമ്മുടെ ട്രാപ്പിനൊക്കെ എന്തെങ്കിലും ഡാമേജ് വരാനുള്ള ചാൻസ് ഉണ്ട്. അതൊന്നും ഉണ്ടാവാതെ നല്ല എയറിനെ സപ്ലൈ ചെയ്ത് നമ്മുടെ ട്രാപ്പിനെയൊക്കെ
എന്താ പ്രൊട്ടക്ട് ചെയ്യുക എന്നുള്ളതാണ് വെന്റിലേഷൻ പൈപ്പിന്റെ എയിം എന്ന് പറയുന്നത്. provides air circulation to the system and protects trap seals from the siphonage or backflow. Protect trap or seal. വാട്ടർ സീൽ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പറയൂ കേട്ടോ. ട്രാപ്പിനെയും സീലിനെയും പ്രൊട്ടക്ട് ചെയ്യുക എന്നുള്ളത് കൂടിയാണ് വെന്റ് പൈപ്പിന്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഇനി വെന്റിലേറ്റിംഗ് പൈപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും വെന്റിലേറ്റിംഗ് പൈപ്പ് വേറൊരു ടൈപ്പ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. വെന്റ് പൈപ്പിന്റെ അതേ പർപ്പസ് തന്നെയാണ്. വെന്റ് പൈപ്പിന്റെ ഫംഗ്ഷൻ എന്തായിരുന്നു? വെന്റിലേഷൻ എന്ന് പറഞ്ഞ പർപ്പസ് അവിടെ പ്രൊവൈഡ് ചെയ്യുക, ഈ ട്രാപ്പിനെയും സീലിനെയും ഒക്കെ പ്രൊട്ടക്ട് ചെയ്യുക. അപ്പൊ വെന്റിലേറ്റിംഗ് പൈപ്പും അത് തന്നെയാണ്. അവിടെ ഡിസ്ചാർജ് ചെയ്യുന്ന ഫൗൾ ഗ്യാസസ്, അപ്പൊ സീവേഴ്സിലാകുമ്പോൾ ഫൗൾ ഗ്യാസസിന്റെ ഒക്കെ ഡിസ്ചാർജ് ഉണ്ടാവും. ആ ഫൗൾ ഗ്യാസസിനെയൊക്കെ എലിമിനേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഈ വെന്റിലേറ്റിംഗ് പൈപ്പിന്റെ ഫംഗ്ഷൻ. അതെങ്ങനെയാ? എയറിനെ സപ്ലൈ ചെയ്ത് വെന്റിലേഷൻ എന്ന പ്രോസസ്സ് നടത്തി. പിന്നെ വെന്റിലേറ്റിംഗ് പൈപ്പ് എക്സ്ട്രാ ആയിട്ട് പറയണ്ടല്ലോ. ഇനി അടുത്തതാണ് ആന്റി സൈഫണൈജ് പൈപ്പ്. അത് ഇമ്പോർട്ടന്റ് ആണ്. ആന്റി സൈഫണൈജ് പൈപ്പ് ഇത് ഏകദേശം വെന്റിലേറ്റിംഗ് പൈപ്പിന്റെ ഒരു ഫംഗ്ഷൻ തന്നെയാന്ന് പറയാം. ഇവിടെ എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പൈപ്പ് വിച്ച് ഈസ് ഇൻസ്റ്റാൾഡ് ഇൻ ദ ഹൗസ് ഓർ ബിൽഡിംഗ് ഡ്രെയിനേജ് ടു പ്രിസർവ് ദ വാട്ടർ സീൽ ഓർ ട്രാപ്പ്. ഈ വാട്ടർ സീലിനെയും ട്രാപ്പിനെയും പ്രിസർവ് ചെയ്യാൻ വേണ്ടി കൊടുക്കുന്നതാണ് ആന്റി സൈഫണേജ് പൈപ്പ്. ഇത് ഇങ്ങനെ തന്നെയാണ് ക്വസ്റ്റ്യൻ ചോദിക്കാറ്. അപ്പൊ അതിന്റെ ആൻസർ ആന്റി സൈഫണേജ് പൈപ്പാണ്. മറ്റേ വെന്റിലേറ്റിംഗ് പൈപ്പ് അല്ലെങ്കിൽ വെന്റ് പൈപ്പ് ഒക്കെ നമ്മൾ ചോദിക്കുമ്പോൾ വെന്റിലേഷൻ പർപ്പസ് എന്നുള്ള രീതിയിൽ തന്നെയാണ് ക്വസ്റ്റ്യൻ വരാറ്. വെന്റിലേഷൻ പർപ്പസിന് വേണ്ടി പ്രൊവൈഡ് ചെയ്യുന്ന പൈപ്പ് വെന്റ് പൈപ്പ്. ആന്റി സൈഫണേജ് പൈപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രിസർവ് വാട്ടർ സീലോ ട്രാപ്പ്. ഇനി ഇതൊരു വെന്റ് പൈപ്പ് ആയിട്ടും ആക്ട് ചെയ്യും, ശരിയല്ലേ? അവിടെ ഒരു വെന്റിലേഷൻ കൂടെ നടക്കുന്നുണ്ടല്ലോ, അതുകൊണ്ട് അതിനെ ഒരു വെന്റ് പൈപ്പ് ആയിട്ട് ആക്ട് ചെയ്യും. പ്രിസർവ് ട്രാപ്പ്, ട്രാപ്പിനെ പ്രിസർവ് ചെയ്യുക അല്ലെങ്കിൽ വാട്ടർ സീലിനെ പ്രിസർവ് ചെയ്യുക എന്നാണ് ഇവിടുത്തെ മെയിൻ ഫംഗ്ഷൻ. ഇതൊരു വെന്റ് പൈപ്പ് ആയിട്ടും ആക്ട് ചെയ്യുന്നുണ്ട്. ഇനി വാട്ടർ ക്ലോസിന്റെ കേസിൽ ഈ ആന്റി സൈഫണേജ് പൈപ്പ് പ്രൊവൈഡ് ചെയ്യുന്നത് പി ട്രാപ്പ്. നമ്മൾ ട്രാപ്പ് പറയും, അതിനകത്ത് 3 ടൈപ്പ് പറയുന്നുണ്ട്, PA, QA, S. അതിൽ പി ട്രാപ്പിന്റെ ടോപ്പിലാണ് നമ്മുടെ ആന്റി സൈഫണേജ് പൈപ്പ് പ്രൊവൈഡ് ചെയ്യുന്നത്, ഓർത്തിരിക്കുക കേട്ടോ. അപ്പൊ മെയിൻ പിന്നെ ഒരു എലിമെന്റ് കൂടെ ഉണ്ട്, കൗള്. കൗള് എന്ന് പറയുന്നത് നമ്മുടെ വെന്റ് പൈപ്പിന്റെ ടോപ്പിലായിട്ട് പ്രൊവൈഡ് ചെയ്യുന്ന കവറാണ്. കവർ provided on the top of വെന്റ് പൈപ്പ്. വെന്റ് പൈപ്പിന്റെ ടോപ്പിൽ പ്രൊവൈഡ് ചെയ്യുന്ന കവറാണ് കൗള്. ഇത് ഇമ്പോർട്ടന്റ് ആണ്. ആന്റി സൈഫണേജ് ഇമ്പോർട്ടന്റ് ആണ്, കൗള് ഇമ്പോർട്ടന്റ് ആണ്. വെന്റ് പൈപ്പിന്റെ ടോപ്പിലായിട്ട് പ്രൊവൈഡ് ചെയ്യുന്ന കവറാണ് കൗള് എന്ന് പറയുന്നത്. അത് എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിങ്ങനെ തുറന്നിരുന്നിട്ടുണ്ടെങ്കിൽ, കവറൊന്നും കൊടുക്കാതിരുന്നിട്ടുണ്ടെങ്കിൽ ഈ വെന്റ് പൈപ്പിന്റെ മേളില് വന്ന് പക്ഷികളൊക്കെ കൂട് കൂട്ടാനുള്ള ചാൻസ് ഉണ്ടെന്ന് പറയണേ. അതുകൊണ്ടാണ് അങ്ങനെ കൊടുക്കുന്നത്. To prevent building of nest by birds. ഇത് ഇമ്പോർട്ടന്റ് ആണ്, ചോദിക്കാറുണ്ട്. സിമ്പിൾ ആണെങ്കിലും ചോദിക്കാറുണ്ട്. അത്രയാണ് മെയിൻ ആയിട്ടുള്ളത്. ഹൗസ് ഡ്രെയിനേജ് നമ്മൾ ഏതൊക്കെ പറഞ്ഞു? സോയിൽ പൈപ്പ്. സോയിൽ പൈപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സോയിൽ വേസ്റ്റിനെ ക്യാരി ചെയ്യുന്നത്. വേസ്റ്റ് പൈപ്പ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വിത്തൗട്ട് ഹ്യൂമൻ എക്സ്ക്രീറ്റ ഒഴിച്ച് വിത്തൗട്ട് ഹ്യൂമൻ എക്സ്ക്രീറ്റ ബാക്കി എല്ലാ വേസ്റ്റും ക്യാരി ചെയ്യുന്നതാണ് വേസ്റ്റ് പൈപ്പ്. വെന്റ് പൈപ്പ് വെന്റിലേഷൻ പർപ്പസിന് വേണ്ടി പ്രൊവൈഡ് ചെയ്യുന്നത്. അവിടെ അതും ട്രാപ്പിനെ അല്ലെങ്കിൽ വാട്ടർ സീലിനെ പ്രിസർവ് ചെയ്യും. പിന്നെ ആന്റി സൈഫണേജ് പൈപ്പ് എന്ന് പറയുന്നത് നമ്മുടെ ബിൽഡിംഗ് ഡ്രെയിനേജില് വാട്ടർ സീലിനെ ട്രാപ്പിനെ ഒക്കെ പ്രിസർവ് ചെയ്യാൻ വേണ്ടി പ്രൊവൈഡ് ചെയ്യുന്നതാ. അത് ഒരു വെന്റ് പൈപ്പ് ആയിട്ടും കൂടി ആക്ട് ചെയ്യും. പിന്നെ കൗള് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വെന്റ് പൈപ്പിന്റെ ടോപ്പിലായിട്ട് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു കവറാണ്. അത് ബേർഡ്സ് ഒക്കെ നെസ്റ്റ് ഉണ്ടാക്കാതെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതാണ്. ഇനി നമ്മുടെ പ്ലംബിംഗ് സിസ്റ്റം മെയിൻ ആയിട്ട് 3 ടൈപ്പ് ഉണ്ട്.
പ്ലംബിംഗ് സിസ്റ്റം. മെയിൻ ആയിട്ട് 3 ടൈപ്സ് ആണ് പ്ലംബിംഗ് സിസ്റ്റം ഉള്ളത്. ഫസ്റ്റ് വൺ ആണ് 3 ടൈപ്സ് അല്ല 4 ടൈപ്സ്. ഫസ്റ്റ് വൺ ആണ് 1 പൈപ്പ് സിസ്റ്റം, സെക്കൻഡ് വൺ 2 പൈപ്പ് സിസ്റ്റം, തേർഡ് വൺ സിംഗിൾ സ്റ്റാക്ക് സിസ്റ്റം. ഇത് ചോദിക്കാറുള്ളതാട്ടോ. സിംഗിൾ സ്റ്റാക്ക് സിസ്റ്റം. ഫോർത്ത് വൺ പാർഷ്യലി വെന്റിലേറ്റഡ് സിംഗിൾ സ്റ്റാക്ക് സിസ്റ്റം. പാർഷ്യലി വെന്റിലേറ്റഡ് സിംഗിൾ സ്റ്റാക്ക് സിസ്റ്റം. അങ്ങനെ മെയിൻ ആയിട്ട് പ്ലംബിംഗ് സിസ്റ്റം 4 ടൈപ്സ് ആണുള്ളത്. ഫസ്റ്റ് വൺ 1 പൈപ്പ് സിസ്റ്റം, സെക്കൻഡ് വൺ 2 പൈപ്പ് സിസ്റ്റം, സിംഗിൾ സ്റ്റാക്ക് സിസ്റ്റം, ആൻഡ് ഫോർത്ത് വൺ പാർഷ്യലി വെന്റിലേറ്റഡ് സിംഗിൾ സ്റ്റാക്ക് സിസ്റ്റം. ഇത് ഇമ്പോർട്ടന്റ് ആണ്. അതില് ഫസ്റ്റ് വൺ 1 പൈപ്പ് സിസ്റ്റം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1 പൈപ്പ് ആണുള്ളൂ. ഒരു ഒറ്റ പൈപ്പാണ് നമ്മുടെ സീവേജിനും അതുപോലെ തന്നെ ഫൗൾ ഗ്യാസസ്, ടോയ്ലറ്റ്സിൽ നിന്നൊക്കെ വരുന്ന ഫൗൾ ഗ്യാസസ് ഇല്ലേ, അതിനെ ക്യാരി ചെയ്യാനും കൂടി ഒരു സിംഗിൾ പൈപ്പ് ആയിരിക്കും പ്രൊവൈഡ് ചെയ്തിട്ടുള്ളൂ. സിംഗിൾ പൈപ്പ് 1 പൈപ്പ് സിസ്റ്റം 1 പൈപ്പ് ആണുള്ളൂ. സിംഗിൾ പൈപ്പ് ഫോർ ഫൗൾ ആൻഡ് അൺഫൗൾ ഗ്യാസസ് ഫ്രം ബിൽഡിങ്സ്. രണ്ടിനും കൂടി ഒരൊറ്റ പൈപ്പാണ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളൂ. പക്ഷെ സെപ്പറേറ്റ് ആയിട്ട് വെന്റ് പൈപ്സ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവും. വെന്റിലേഷൻ പർപ്പസിന് വേണ്ടി സെപ്പറേറ്റ് വെന്റ് പൈപ്സ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവും ഈ കേസിൽ. ഫസ്റ്റ് സിസ്റ്റം ആണ് 1 പൈപ്പ് സിസ്റ്റം. ഒരു സിംഗിൾ പൈപ്പ് ആണ് ഫോർ ക്യാരിയിങ് ബോത്ത് ഫൗൾ ആൻഡ് അൺഫൗൾ ഗ്യാസസ് ഫ്രം ബിൽഡിംഗ്. അതുപോലെ തന്നെ അവിടെ സെപ്പറേറ്റ് ആയിട്ടുള്ള വെന്റ് പൈപ്സ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവും. ഒരു പൈപ്പ് ഉള്ളെങ്കിലും സെപ്പറേറ്റ് വെന്റിലേഷൻ പ്രോസസ്സിന് വേണ്ടി സെപ്പറേറ്റ് ആയിട്ട് പൈപ്പ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവും. ഓർത്തിരിക്കുക കേട്ടോ. 1 പൈപ്പ് എന്ന് പറയുമ്പോൾ സിംഗിൾ പൈപ്പ് അറിയാലോ. ഫൗളും അൺഫൗൾ ഗ്യാസസിന്റെ കേസ് പറയുന്നത്. രണ്ടിനും കൂടി ഒരൊറ്റ പൈപ്പ് ഉള്ളൂ. ഇനി രണ്ടാമത്തതാണ് 2 പൈപ്പ് സിസ്റ്റം. 2 പൈപ്പ് സിസ്റ്റത്തിൽ എങ്ങനെയായിരിക്കും? അപ്പോ 2 പൈപ്സ് ഉണ്ടാവും. 2 പൈപ്സ്. അതിൽ 1 പൈപ്പ് ഫോർ ഫൗൾ ആൻഡ് 1 പൈപ്പ് ഫോർ അൺഫൗൾ ഗ്യാസസ്. 1 ഫോർ ഫൗൾ ആൻഡ് അതർ ഫോർ അൺഫൗൾ ഗ്യാസസ്. അങ്ങനെ രണ്ട് ഇത് കൊടുത്തിട്ടുണ്ടായിരിക്കും. 2 പൈപ്പ് കൊടുത്തിട്ടുണ്ടാവും. ഇവിടെയും ഓരോ പൈപ്പിന് സെപ്പറേറ്റ് ആയിട്ട് വെന്റ് പൈപ്പ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവും. സെപ്പറേറ്റ് വെന്റ് പൈപ്സ്. നമ്മൾ ഈ 1 പൈപ്പ് സിസ്റ്റം സാധാരണ രീതിയിൽ യൂസ് ചെയ്യാറില്ല. അല്ലെങ്കിൽ ഓൾഡ് സിസ്റ്റത്തിൽ ഉണ്ടായിരുന്ന ഒരു ടൈപ്പാന്ന് പറയാം 1 പൈപ്പ് സിസ്റ്റം. ഇനി സെക്കൻഡ് വൺ 2 പൈപ്പ് സിസ്റ്റം ആണ് കൂടുതലും നമ്മുടെ മൾട്ടി സ്റ്റോറീഡ് ബിൽഡിങ്ങിലൊക്കെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് 2 പൈപ്പ് സിസ്റ്റം. അങ്ങനെയാണ് ക്വസ്റ്റ്യൻ വരാറ്. മൾട്ടി സ്റ്റോറീഡ് ബിൽഡിങ്ങിൽ പ്രൊവൈഡ് ചെയ്യുന്ന പ്ലംബിംഗ് സിസ്റ്റം ഏതാണെന്ന് ചോദിക്കാറ്. മൾട്ടി സ്റ്റോറീഡ് ബിൽഡിങ്സിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് 2 പൈപ്പ് സിസ്റ്റം. അപ്പൊ ഇവിടെ ടോട്ടൽ എത്ര പൈപ്പ് ഉണ്ടാവും? ഓരോ പൈപ്പ് നമ്മുടെ ഫൗളിനെയും അൺഫൗളിനും വേണ്ടി, പിന്നെ 2 വെന്റ് പൈപ്പും ഉണ്ടാവും. അപ്പൊ ടോട്ടൽ ആയിട്ട് 4 പൈപ്പ് ഉണ്ടാവും. 4 പൈപ്സ് ഉണ്ടാവും. അതുകൊണ്ട് തന്നെ അത് കോസ്റ്റ്ലി ആന്ന് പറയാം. പക്ഷെ മൾട്ടി സ്റ്റോറീഡ് ബിൽഡിങ്സിന് കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത് ഈ ഒരു സിസ്റ്റം ആണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ സെക്കൻഡ് വൺ ആണ് 2 പൈപ്പ് സിസ്റ്റം. 2 സെപ്പറേറ്റഡ് പൈപ്സ്, 1 for carrying foul gases and other for carrying unfoul gases from the building, and separate ventilation pipe. I mean, vent pipes are provided for both pipes. In total 4 pipes ഉണ്ട്. ഇത് കോസ്റ്റ്ലി ആണ്. പക്ഷെ മൾട്ടി സ്റ്റോറീഡ് ബിൽഡിങ്ങിന് നമ്മൾ പെർമിറ്റ് ചെയ്തിട്ടുള്ളത് ഈ ഒരു പ്ലംബിംഗ് സിസ്റ്റം ആണ്. അത് ഇമ്പോർട്ടന്റ് ആണ്. ഇതാണ് സാധാരണ PSC ചോദിക്കാറുള്ള ക്വസ്റ്റ്യൻ. മൾട്ടി സ്റ്റോറീഡ് ബിൽഡിങ്സിൽ നമ്മൾ പെർമിറ്റ് ചെയ്തേക്കുന്നത് ഏത് ടൈപ്പ് പ്ലംബിംഗ് സിസ്റ്റം ആണ്? അത് 2 പൈപ്പ് സിസ്റ്റം ആണ് പ്രൊവൈഡ് ചെയ്തേക്കുന്നത്. ഇനി തേർഡ് ടൈപ്പ് ഏതായിരുന്നു? സിംഗിൾ സ്റ്റാക്ക് സിസ്റ്റം. സിംഗിൾ സ്റ്റാക്ക് സിസ്റ്റം.
ഇതെന്ന് പറയുന്നത് നമ്മുടെ വൺ പൈപ്പ് സിസ്റ്റത്തിന്റെ തന്നെ ഒരു പാർട്ടാന്ന് പറയാം. സിംഗിൾ സ്റ്റാക്ക് സിസ്റ്റത്തിൽ ഒരു പൈപ്പ് തന്നെയാണ് ഉള്ളൂ. ഫൗളിനും അൺഫൗളിനും വേണ്ടി ഒരു പൈപ്പാണ് ഉള്ളൂ. പക്ഷേ അതുപോലെ തന്നെ നമ്മൾ ആ ഫസ്റ്റ് കേസിൽ സെപ്പറേറ്റ് ആയിട്ടുള്ള വെന്റ് പൈപ്പ്സ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു വൺ പൈപ്പ് സിസ്റ്റത്തിന്. പക്ഷേ ഈ കേസിൽ ഒരു പൈപ്പും ആണ് ഉള്ളൂ. സെപ്പറേറ്റ് ആയിട്ട് വെന്റിലേഷൻ എന്ന് പറഞ്ഞ പർപ്പസിന് വേണ്ടി ഒരു വെന്റ് പൈപ്പ് പ്രൊവൈഡ് ചെയ്തിട്ടില്ല. വൺ പൈപ്പ് കോമൺ ആയിട്ട് ഒരു പൈപ്പാണ് ഉള്ളൂ ഫോർ ഫൗൾ ആൻഡ് അൺഫൗൾ ഗ്യാസസ്. നമ്മുടെ ഫസ്റ്റ് പറഞ്ഞ സിസ്റ്റത്തിന്റെ ഒരു കാറ്റഗറി തന്നെയാണ് കേട്ടോ. വൺ പൈപ്പ് സിസ്റ്റത്തിന്റെ ഒരു കാറ്റഗറിയാന്ന് പറയാം. പക്ഷെ ഇവിടെ കുറച്ചും കൂടെ ഒരു താഴ്ന്ന ലെവലാ. വെന്റ് പൈപ്പ് പ്രൊവൈഡ് ചെയ്തിട്ടില്ല, നോ വെന്റ് പൈപ്പ്. ഇനി ഇവിടെ എങ്ങനെ വെന്റിലേഷൻ നടക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പൈപ്പ് തന്നെ കുറച്ച് എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുത്തേക്കുക. നമ്മുടെ റൂഫ് ലെവലിന് മേളിലേക്ക് കുറച്ച് എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടാവും. എന്നിട്ട് അതിനൊരു കവറൊക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവും. അങ്ങനെയാണ് ഇവിടെ വെന്റിലേഷൻ എന്ന് പറഞ്ഞ പ്രോസസ്സ് നടക്കുന്നത്. ഒരു 2 മീറ്റർ ഹൈറ്റില് 2 മീറ്റർ ഹയർ ദാൻ റൂഫ് ലെവലിനേക്കാളും ഒരു 2 മീറ്റർ ഹൈറ്റില് ഈ പൈപ്പ് തന്നെ എക്സ്റ്റെൻഡ് ചെയ്ത് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവും. എന്നിട്ട് ഒരു കൗള്, നമ്മൾ ആ വെന്റ് പൈപ്പിന് മേളിൽ പ്രൊവൈഡ് ചെയ്യുന്ന ഇതെന്തായിരുന്നു, കവറിനാണ് കൗൾ എന്ന് പറയുന്നത്. എന്നിട്ട് ഒരു കൗള് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവും. അതിക്കിടെയാണ് വെന്റിലേഷൻ എന്ന് പറഞ്ഞ പർപ്പസ് നടക്കുന്നത്. അപ്പൊ സിംഗിൾ സ്റ്റാക്ക് സിസ്റ്റം എന്ന് പറയുന്നത് വൺ പൈപ്പ് സിസ്റ്റത്തിന്റെ ഒരു ഒരു കാറ്റഗറി എന്നാന്ന് പറയാം. ഒരു പൈപ്പ് ഉള്ളൂ രണ്ടിനും വേണ്ടി. പക്ഷെ അവിടെ പ്രൊവൈഡ് ചെയ്തേക്കണ സെപ്പറേറ്റ് വെന്റ് പൈപ്പ് ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടില്ല. പകരം ഈ സെയിം പൈപ്പ് തന്നെ റൂഫ് ലെവലിന്റെ മേളിലേക്ക് 2 മീറ്റർ എക്സ്റ്റെൻഡ് ചെയ്ത് പ്രൊവൈഡ് ചെയ്തേക്കണു. അതിനൊരു കൗളും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവും. അതാണ് സിംഗിൾ സ്റ്റാക്ക് സിസ്റ്റം എന്ന് പറയുന്നത്. ഇനി ഈ സിംഗിൾ സ്റ്റാക്ക് സിസ്റ്റത്തിന്റെ ഇംപ്രൂവ്ഡ് വേർഷൻ ആണ് അടുത്തത്, പാർഷ്യലി വെന്റിലേറ്റഡ് സിംഗിൾ സ്റ്റാക്ക് സിസ്റ്റം എന്ന് പറയുന്നത്. പാർഷ്യലി വെന്റിലേറ്റഡ്, ഫോർത്ത് വൺ ആണ് പാർഷ്യലി വെന്റിലേറ്റഡ് സിംഗിൾ സ്റ്റാക്ക് സിസ്റ്റം. ഈ കേസ് ഇതെന്ന് പറയുന്നത് നമ്മൾ ഇത്തിരി നേരം മുമ്പ് പറഞ്ഞ സിംഗിൾ സ്റ്റാക്ക് സിസ്റ്റത്തിന്റെ ഇംപ്രൂവ്ഡ് വേർഷൻ ആണ്. ഇംപ്രൂവ്ഡ് ഫോം ഓഫ് സിംഗിൾ സ്റ്റാക്കിന്റെ ഒരു ഇംപ്രൂവ്ഡ് ഫോം ആണ് നമ്മുടെ പാർഷ്യലി വെന്റിലേറ്റഡ് സിസ്റ്റം എന്ന് പറയുന്നത്. അവിടെ ഒറ്റ വെന്റ് പൈപ്പും ഇല്ലായിരുന്നല്ലോ. പക്ഷെ ഇവിടെ ഈ കേസിൽ നമ്മുടെ വാട്ടർ ക്ലോസറ്റ്സിൽ നിന്ന് വരുന്ന ഫൗൾ ഗ്യാസസിനൊക്കെ റിമൂവ് ചെയ്യാൻ വേണ്ടി ഒരു പൈപ്പ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവും. ആ പൈപ്പിനെയാണ് റിലീഫ് വെന്റ് പൈപ്പ് എന്ന് പറയുന്നത്. ഒരു റിലീഫ് വെന്റ് പൈപ്പ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവും ഈ കേസിൽ. ടോട്ടലി അപ്പോ ഈ കേസിൽ 2 പൈപ്സ് ആണ് യൂസ് ചെയ്യണത്. ഒന്ന് നമ്മുടെ എല്ലാത്തിനെയും ഒന്നിച്ച് ക്യാരി ചെയ്യാനുള്ള ഒരു പൈപ്പ്, പിന്നെ റിലീഫ് വെന്റ് പൈപ്പ്. ഇതെന്തിനാണ്, വാട്ടർ ക്ലോസറ്റ്സിൽ നിന്നൊക്കെയുള്ള ഫൗൾ ഗ്യാസസിനെ ക്യാരി ചെയ്യാൻ വേണ്ടി റിലീഫ് വെന്റ് പൈപ്പ് കൊടുത്തിട്ടുണ്ടാവും. അപ്പൊ ടോട്ടൽ 2 പൈപ്സ് ആയിരിക്കും ഈ കേസിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവുക. മനസ്സിലായല്ലോ? പ്ലംബിംഗ് സിസ്റ്റം മെയിൻ ആയിട്ട് 4 ടൈപ്സ് ആണുള്ളത്. ഫസ്റ്റ് ടൈപ്പ് എന്ന് പറയുന്നത് വൺ പൈപ്പ് സിസ്റ്റം, only a single pipe for both foul and unfoul gases. പിന്നെ സെപ്പറേറ്റ് വെന്റ് പൈപ്പ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവും. ഇനി 2 പൈപ്പ് സിസ്റ്റം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫൗൾ ഗ്യാസിനും അൺഫൗൾ ഗ്യാസിനും സെപ്പറേറ്റ് പൈപ്പ്സ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവും. അതുപോലെ തന്നെ സെപ്പറേറ്റ് വെന്റ് പൈപ്പ്സും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവും. സിംഗിൾ സ്റ്റാക്ക് സിസ്റ്റത്തിൽ ഒരു പൈപ്പാണ് ഉണ്ടാവുള്ളൂ, സെപ്പറേറ്റ് ആയിട്ട് വെന്റ് പൈപ്പ് പ്രൊവൈഡ് ചെയ്തിട്ടില്ല. പിന്നെ വെന്റിലേഷൻ പർപ്പസിന് വേണ്ടി ഈ ഒരു പൈപ്പ് റൂഫ് ലെവലിൽ ഒരു 2 മീറ്റർ ഹൈറ്റില് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവും. അതിനൊരു കൗള് വെച്ചിട്ടുണ്ടാവും. പിന്നെ പാർഷ്യലി വെന്റിലേറ്റഡ് സിംഗിൾ സ്റ്റാക്ക് സിസ്റ്റം എന്ന് പറയുന്നത് സിംഗിൾ സ്റ്റാക്ക് സിസ്റ്റത്തിന്റെ ഒരു ഇംപ്രൂവ്ഡ് ഫോം ആണ്. ആ കേസിൽ നമ്മൾ വെന്റിലേഷന് വേണ്ടി റിലീഫ് വെന്റ് പൈപ്പ്, അത് എന്തിന്റെ വെന്റിലേഷന് വേണ്ടിയാണ്, വാട്ടർ ക്ലോസറ്റ്സിൽ നിന്നൊക്കെ വരുന്ന ഫൗൾ ഗ്യാസസിനെ റിമൂവ് ചെയ്യാൻ വേണ്ടി നമ്മളൊരു റിലീഫ് വെന്റ് പൈപ്പ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവും. അങ്ങനെ ടോട്ടലി 2 പൈപ്പ് ആയിരിക്കും ഈ ഫോർത്ത് സിസ്റ്റത്തിൽ യൂസ് ചെയ്തിട്ടുള്ളത്. നമ്മുടെ പ്ലംബിംഗ് സിസ്റ്റം കഴിഞ്ഞു. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോർഷൻ ആണ് ട്രാപ്പ്. ആന്റി സൈഫണേജ് പൈപ്പിന്റെ പറഞ്ഞില്ലേ, ട്രാപ്പ് ഇമ്പോർട്ടന്റ് ആണ്. എപ്പോഴും ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട് ട്രാപ്പ്.
ട്രാപ്പ് എന്ന് പറയുന്നത് ഒരു ഡിപ്രസ്ഡ് അല്ലെങ്കിൽ ഒരു ബെൻഡ് സാനിറ്ററി ഫിറ്റിംഗ് ആണ്. അതിൽ ഒരു വാട്ടർ സീല് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവും. ഈ ട്രാപ്പ് എന്തിനാ പ്രൊവൈഡ് ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ക്ലോസറ്റ്സിൽ നിന്നൊക്കെയുള്ള ആ ഫൗൾ ഗ്യാസസ് നമ്മുടെ ഹൗസിലേക്ക് റീ എൻട്രി ചെയ്യുന്നത് പ്രിവെന്റ് ചെയ്യാനാണ് ട്രാപ്പ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. അപ്പൊ ട്രാപ്പ് എന്ന് പറയുന്നത് ഒരു ഡിപ്രസ്ഡ് അല്ലെങ്കിൽ ബെൻഡ് സാനിറ്ററി ഫിറ്റിംഗ് ആണ്. ബെൻഡ് സാനിറ്ററി ഫിറ്റിംഗ് ആണ് ട്രാപ്പ്. ഇത് പ്രൊവൈഡ് ചെയ്തേക്കുന്നത് ടു പ്രിവെന്റ് ദ ബാക്ക് ഫ്ലോ ഓഫ് ഫൗൾ ഗ്യാസസ് ഫ്രം വാട്ടർ ക്ലോസറ്റ്സ്. ഫൗൾ ഗ്യാസിന്റെ റീ എൻട്രി, ഹൗസിലേക്കുള്ള റീ എൻട്രി, ടു പ്രിവെന്റ് ഫൗൾ ഗ്യാസ് റീ എൻട്രി ടു ഹൗസസ്, അത് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടി കൊടുക്കുന്നതാണ് ട്രാപ്പ്. ഈ ട്രാപ്പിന് നമ്മൾ ഒരു ഡെപ്തില് വാട്ടർ സീല് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവും. ഈ വാട്ടർ സീൽ ഉള്ളത് കൊണ്ടാണ് ഇങ്ങനെ ഫൗൾ ഗ്യാസ് റീ എൻട്രി ചെയ്യാതിരിക്കുന്നത്. അപ്പൊ അതുപോലെ തന്നെ സീവേജിനെ അത് എഫിഷ്യന്റ് ആയിട്ട് ഫ്ലോ ചെയ്യാനും സഹായിക്കും ഈ വാട്ടർ സീൽ എന്ന് പറയുന്നത്. നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന വാട്ടർ സീൽ എന്ന് പറയുന്നത് അതിനൊരു ഡെപ്തിന് റേഞ്ച് ഉണ്ട് 40 to 75 mm. ചില കേസത്തിൽ അത് 25 to 75 mm എന്ന് പറയാറുണ്ട്. അപ്പൊ ട്രാപ്പ് എന്നുള്ള ഡിപ്രസ്ഡ് ഓർ ബെൻഡ് സാനിറ്ററി ഫിറ്റിംഗ് ആണ്. അത് പ്രൊവൈഡ് ചെയ്തേക്കുന്നത് ഫൗൾ ഗ്യാസസിന്റെ റീ എൻട്രി. ഇപ്പോ വാട്ടർ ക്ലോസസിന്റെ കേസിൽ മാത്രമല്ല, ഫൗൾ ഗ്യാസസ് നമ്മൾ ഫോം ചെയ്യാൻ നമ്മളിപ്പോ ഈ വാട്ടർ കുറച്ച് സെപ്റ്റിക് ആകുമ്പോൾ ഫൗൾ ഗ്യാസസിന്റെ റീ എൻട്രിക്കുള്ള ചാൻസ് ഉണ്ട് എവിടെ നിന്നാണെങ്കിലും. ഇപ്പൊ നമ്മൾ വാഷ് ബേസിൽ നിന്നാണെങ്കിൽ ഈവൻ വാഷ് ബേസിനിൽ നിന്നാണെങ്കിൽ പോലും ഇങ്ങനെ ഒരു ചാൻസ് ഉണ്ട്. അപ്പൊ അതിനെയൊക്കെ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ കൊടുക്കുന്ന ആ ഒരു വാട്ടർ സീൽ വെച്ച് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ബെൻഡ് സാനിറ്ററി ഫിറ്റിംഗ് ആണ് ട്രാപ്പ്. അവിടെ വാട്ടർ സീല്, ഒരു ഗുഡ് ട്രാപ്പിന് വാട്ടർ സീൽ ഉണ്ടാവും. ആ വാട്ടർ സീലിന്റെ ഡെപ്ത് എന്ന് പറയുന്നത് 40 to 75 mm ആണ് വരാറ്. ചില കേസസിൽ 25 to 75 mm എന്ന് പറയാറുണ്ട്. ഇനി ട്രാപ്പിന് രണ്ട് ക്ലാസിഫിക്കേഷൻ മെയിൻ ആയിട്ട് പറയുന്നുണ്ട്. അക്കോർഡിംഗ് ടു ഷേപ്പ്, അക്കോർഡിംഗ് ടു ലൊക്കേഷൻ ഓർ പ്ലേസ് വെയർ വി യൂസ് ദ ട്രാപ്പ്. അതനുസരിച്ച് രണ്ട് ക്ലാസിഫിക്കേഷൻ ഉണ്ട്. ട്രാപ്പ് എന്നുള്ള പോർഷൻ വിട്ട് കളയരുതേ. ക്ലാസിഫിക്കേഷൻ, അതിൽ ഫസ്റ്റ് ക്ലാസിഫിക്കേഷൻ ആണ് അക്കോർഡിംഗ് ടു ഷേപ്പ്. ഷേപ്പിന്റെ ബേസിസിൽ 3 ടൈപ്പ് ആണുള്ളത്. ഫസ്റ്റ് വൺ പി ട്രാപ്പ്, സെക്കൻഡ് വൺ എസ് ട്രാപ്പ്, തേർഡ് വൺ ക്യൂ ട്രാപ്പ്. ഇങ്ങനെ 3 ട്രാപ്പാണ് അക്കോർഡിംഗ് ടു ഷേപ്പ് ഉള്ളത്. പി ട്രാപ്പ്, എസ് ട്രാപ്പ്, ക്യൂ ട്രാപ്പ്. ഇനി പി ട്രാപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വാട്ടർ സീലിന്റെ ലെഗ്സ് റൈറ്റ് ആംഗിൾഡ് ആണെങ്കിൽ, ഇങ്ങനെ ഇതാണ് ട്രാപ്പ്. ഒരു ബെൻഡ് സാനിറ്ററി ഫിറ്റിംഗ് ആണ് ട്രാപ്പ് എന്ന് പറയുന്നത്. ഇതാണ് നമ്മുടെ ട്രാപ്പ്, ബെൻഡ് സാനിറ്ററി ഫിറ്റിംഗ് അല്ലെങ്കിൽ ഒരു ഡിപ്രഷൻ ആണ്. സാനിറ്ററി ഫിറ്റിംഗ് ഡിപ്രഷൻ ഉള്ളതാണ് നമ്മുടെ ട്രാപ്പ്. ട്രാപ്പിൽ കൊടുത്തേക്കുന്നതാണ് വാട്ടർ സീല് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടോ. ഇതാണ് ലെഗ്സ്. നമ്മുടെ ട്രാപ്പിന്റെ ലെഗ്സ് ആണ് ഈ കാണുന്നത്. ഈ ലെഗ്സ് റൈറ്റ് ആംഗിൾഡ് ആണെങ്കിൽ, ഈ ലെഗിനോട് ഈ ലെഗ് റൈറ്റ് ആംഗിൾഡ് അല്ലേ, അങ്ങനെ പ്രൊവൈഡ് ചെയ്യുന്നതിനാണ് പറയുന്നത് പി ട്രാപ്പ്. പി ട്രാപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ when legs are provided at right angles, the traps are called P trap. Important ആട്ടോ. പി ട്രാപ്പിൽ എങ്ങനെയായിരിക്കും? ലെഗ്സ് റൈറ്റ് ആംഗിൾഡ് ആയിരിക്കും. റൈറ്റ് ആംഗിൾഡ് ആയിരിക്കും പി ട്രാപ്പിൽ. ഇനി എസ് ട്രാപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ട്രാപ്പിന്റെ ലെഗ്സ് എന്ന് പറയുന്നത് പാരലൽ ആയിരിക്കും. എസ് ട്രാപ്പ് എന്ന് പറയുമ്പോൾ ഇങ്ങനെ പ്രൊവൈഡ് ചെയ്യുന്ന കേസാണ് എസ് ട്രാപ്പ്. ഇത് വാട്ടർ സീല്, ഇതാണ് രണ്ട് ലെഗ്സ്. ഈ ലെഗും പാരലൽ അല്ലേ. അപ്പൊ ലെഗ്സ് പാരലൽ ആയിട്ട് വരുമ്പോ അവിടെ പ്രൊവൈഡ് ചെയ്യുന്ന ആ ഒരു ടൈപ്പിനെയാണ് എസ് ട്രാപ്പ് എന്ന് പറയുന്നത്. ലെഗ്സ് എങ്ങനെയായിരിക്കും? പാരലൽ ആയിരിക്കും. ലെഗ്സ് പാരലൽ വരുന്ന കേസാണ്
എസ് ട്രാപ്പ്. നെക്സ്റ്റ് ക്യൂ ട്രാപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റൈറ്റ് ആംഗിൾഡ് അല്ലാതെ ഏതൊരു ആംഗിളിൽ വന്നാലും, ലെഗ്സ് റൈറ്റ് ആംഗിൾഡ് അല്ലാതെ ഏതൊരു ആംഗിൾ പ്രൊവൈഡ് ചെയ്താലും അതിനെയാണ് ക്യൂ ട്രാപ്പ് എന്ന് പറയുന്നത്. ലെഗ്സ് ആർ പ്രൊവൈഡഡ് അറ്റ് an ആംഗിൾ അതർ ദാൻ റൈറ്റ് ആംഗിൾ. നമ്മൾ ഫസ്റ്റ് കേസ് പറഞ്ഞ റൈറ്റ് ആംഗിൾ അല്ലായിരുന്നോ? റൈറ്റ് ആംഗിൾ അല്ലാതെ ഏതൊരു ആംഗിൾ പ്രൊവൈഡ് ചെയ്താലും അതർ ദാൻ റൈറ്റ് ആംഗിൾ, അതാണ് ക്യൂ ട്രാപ്പ്. അതർ ദാൻ റൈറ്റ് ആംഗിൾ. അക്കോർഡിംഗ് ടു ഷേപ്പ് മനസ്സിലായല്ലോ. ട്രാപ്പ് ക്ലാസിഫൈഡ് ഇൻടു 3. ഫസ്റ്റ് വൺ പി ട്രാപ്പ്. പി ട്രാപ്പില് എങ്ങനെയായിരുന്നു? പെർപെൻഡിക്കുലർ ആയിരുന്നു. പി ഫോർ പെർപെൻഡിക്കുലർ, അങ്ങനെ ഓർത്തുന്നത് മതി. ലെഗ്സ് എന്ന് പറയുന്നത് റൈറ്റ് ആംഗിൾഡ് ആയിരുന്നു. ഇത് ചോദിക്കാറുണ്ട്. എസ് ട്രാപ്പ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലെഗ്സ് പാരലൽ ആണ്. അതേസമയം ക്യൂ ട്രാപ്പ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലെഗ്സ് ആർ ഇൻക്ലൈൻഡ് അറ്റ് an ആംഗിൾ അതർ ദാൻ 90 ഡിഗ്രി, അല്ലെങ്കിൽ റൈറ്റ് ആംഗിൾഡ് അല്ലാത്ത ഏതൊരു ആംഗിളുടെ ഇൻക്ലിനേഷൻ ആണെങ്കിലും അതിനെ ക്യൂ ട്രാപ്പ് എന്ന് പറയുന്നു. അതാണ് അക്കോർഡിംഗ് ടു ഷേപ്പ് ഉള്ള ക്ലാസിഫിക്കേഷൻ. അടുത്തത് അക്കോർഡിംഗ് ടു പ്ലേസ് ഓഫ് യൂസ്. നമ്മൾ എവിടെ ആ ട്രാപ്പ് പ്രൊവൈഡ് ചെയ്യുന്നതിനനുസരിച്ച് വേറൊരു 4 ടൈപ്പ് ഉണ്ട്. അതിന്റെ ലൊക്കേഷൻ അനുസരിച്ച് പ്ലേസ് ഓഫ് യൂസ് അനുസരിച്ചാണ് സെക്കൻഡ് ക്ലാസിഫിക്കേഷൻ വരുന്നത്. അതിൽ ഫസ്റ്റ് വണ്ണാണ് ഫ്ലോർ ട്രാപ്പ്. ഫസ്റ്റ് വൺ അക്കോർഡിംഗ് ടു പ്ലേസ് ഓഫ് യൂസ് സെക്കൻഡ് കാറ്റഗറി വരുന്നത്. അതിൽ ഫസ്റ്റ് വൺ ആണ് ഫ്ലോർ ട്രാപ്പ് അല്ലെങ്കിൽ നഹാനി ട്രാപ്പ്. ഫ്ലോർ ട്രാപ്പ് ഓർ നഹാനി ട്രാപ്പ്. ഈ കേസിൽ പറയുന്ന വാട്ടർ സീൽ, എല്ലാ കേസിന്റെ ഡെപ്ത് ഓഫ് വാട്ടർ സീൽ ഇമ്പോർട്ടന്റ് ആട്ടോ. ഇത് നമ്മൾ കാസ്റ്റ് അയൺ അല്ലെങ്കിൽ പ്ലാസ്റ്റിക് കൊണ്ടാണ് ഈ ട്രാപ്പ് നമ്മൾ ഫോം ചെയ്തേക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ അത് നമ്മുടെ ഹൗസസിൽ വേസ്റ്റ് വാട്ടർ എൻട്രി ചെയ്യുന്ന പോയിന്റിലാണ് ഇത് കൊടുക്കുന്നത്. ഫ്ലോർ ട്രാപ്പ് നമ്മൾ ബാത്റൂമിന്റെ ഒക്കെ ഫ്ലോറിൽ കൊടുക്കില്ലേ, ആ ട്രാപ്പിനെയാണ് ഫ്ലോർ ട്രാപ്പ് അല്ലെങ്കിൽ നഹാനി ട്രാപ്പ് എന്ന് പറയുന്നത്. അപ്പൊ എൻട്രി ഓഫ് വേസ്റ്റ് വാട്ടർ ഇൻ ടു സീവേഴ്സ്, ആ ഒരു പോയിന്റ് കൊടുക്കുന്നതാണ് ഫ്ലോർ ട്രാപ്പ് അല്ലെങ്കിൽ നഹാനി ട്രാപ്പ് എന്ന് പറയുന്നത്. പിന്നെ അതിനൊരു കവർ കൊടുത്തിട്ടുണ്ടാവും, നമ്മൾ കണ്ടിട്ടില്ലേ? കാസ്റ്റ് അയണിന്റെയോ പ്ലാസ്റ്റിക്കിന്റെയോ ഒക്കെ ഒരു കവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവും. കവർ വിത്ത് ഗ്രേറ്റിംഗ്സ് ഉള്ള കവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവും. അവിടുത്തെ ഡെപ്ത് എന്ന് പറയുന്നത്, വാട്ടർ സീലിന്റെ ഡെപ്ത് എന്ന് പറയുന്നത് 40 mm ആണ്. നമ്മുടെ റേഞ്ച് എത്രയാന്ന് പറഞ്ഞത് 40 to 75 mm അല്ലെങ്കിൽ 25 to 75 mm എന്ന് പറഞ്ഞത്. ഇവിടുത്തെ വാട്ടർ സീലിന്റെ ഡെപ്ത് എന്ന് പറയുന്നത് 40 mm ആണ് യൂഷ്വലി പ്രൊവൈഡ് ചെയ്യാറുള്ളത്. അപ്പൊ അക്കോർഡിംഗ് ടു പ്ലേസ് ഓഫ് യൂസ് ഫസ്റ്റ് വൺ ഫ്ലോർ ട്രാപ്പോ നഹാനി ട്രാപ്പ്. അവിടെ നമ്മൾ അത് കാസ്റ്റ് അയൺ കൊണ്ടോ പ്ലാസ്റ്റിക് കൊണ്ടോ ഒക്കെ ആയിരിക്കും മെയ്ഡ് ചെയ്തിട്ടുണ്ടാവുന്നത്. അത് നമ്മുടെ ഹൗസിലേക്ക് വേസ്റ്റ് സീവേജ് എൻട്രി ചെയ്യുന്ന ഫസ്റ്റ് പോയിന്റ് പ്രൊവൈഡ് ചെയ്യുന്നതാണ് ഫ്ലോർ ട്രാപ്പ്. അത് നമ്മൾ കാണുന്നത് എവിടേക്കാ? നമ്മുടെ വാഷ് ബേസിനില്ലേ, സിങ്ക് ഒക്കെ ഇല്ലേ, സിങ്കില് അതുപോലെ വാഷ് ബേസിനില് ബാത്റൂംസിലെ ഫ്ലോറിലൊക്കെ കാണുന്നതാണ് ഈ ഫ്ലോർ ട്രാപ്പ് അല്ലെങ്കിൽ നഹാനി ട്രാപ്പ് എന്ന് പറയുന്നത്. അതിന് കവർ ഗ്രേറ്റിംഗ്സ് ഉള്ള കവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവും. ഇതിന്റെ ഡെപ്ത് എന്ന് പറയുന്നത് 40 mm ആണ്. ഇനി സെക്കൻഡ് വൺ ആണ് ഗള്ളി ട്രാപ്പ്. ഗള്ളി ട്രാപ്പ് ഗള്ളി ട്രാപ്പും പ്രൊവൈഡ് മെയ്ഡ് ചെയ്തേക്കുന്നത് ആദ്യത്തെ കേസ് കാസ്റ്റ് അയൺ അല്ലെങ്കിൽ പ്ലാസ്റ്റിക് ആയിരുന്നു. ഇത് സ്റ്റോൺ വെയർ അല്ലെങ്കിൽ പ്ലാസ്റ്റിക് കൊണ്ടാണ് മെയ്ഡ് ചെയ്തേക്കുന്നത്. നമ്മൾ ഇന്നലെ സ്റ്റോൺ വെയർ പൈപ്പ് ഒക്കെ പറഞ്ഞില്ലേ, ആ ഒരു മെറ്റീരിയൽ സ്റ്റോൺ വെയർ ഓർ കാസ്റ്റ് അയൺ കൊണ്ടാണ് ഗള്ളി ട്രാപ്പ് മെയിൻ ആയിട്ട് നമ്മൾ ഉണ്ടാക്കാറ്. പിന്നെ അതിനൊരു കാസ്റ്റ് അയണിന്റെ ഗ്രേറ്റിംഗ് കൊടുക്കാറുണ്ട്. എല്ലാത്തിനും ഗ്രേറ്റിംഗ് കൊടുക്കും. അപ്പൊ ഇവിടെ കൊടുത്തേക്കുന്നത് കാസ്റ്റ് അയൺ ഗ്രേറ്റിംഗ് ആണ് പ്രൊവൈഡ് ചെയ്തേക്കുന്നത്. പിന്നെ ഡ്രെയിൻ പൈപ്പിന്റെ ഡിഫറെന്റ് പ്ലേസിൽ അല്ലെങ്കിൽ ഹൊറിസോണ്ടൽ ഫ്ലോ ഓഫ് സീവേജ് സ്റ്റാർട്ട് ചെയ്യുന്ന പോയിന്റിലാണ് ഈ ഗള്ളി ട്രാപ്പ് പ്രൊവൈഡ് ചെയ്യാറ്. ഹൊറിസോണ്ടൽ ഫ്ലോ ഓഫ് സീവേജ്, ഹൊറിസോണ്ടൽ ഫ്ലോ ഓഫ് സീവേജ് നടക്കുന്ന പ്ലേസസിലാണ്, അത് സ്റ്റാർട്ട് ചെയ്യുന്ന പ്ലേസസിലാണ്. സ്റ്റാർട്ടിങ് ഓഫ് ഹൊറിസോണ്ടൽ ഫ്ലോ ഓഫ് സീവേജ്, ആ ഒരു പോയിന്റിലാണ് ഈ ഗള്ളി ട്രാപ്പ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്.
അതിന്റെ വാട്ടർ സീലിന്റെ ഡെപ്ത് എന്ന് പറയുന്നത് 60 to 70 mm. അതൊരു മേസൺറി ചേംബറിന്റെ ഇൻസൈഡ് ആയിരിക്കും പ്രൊവൈഡ് ചെയ്യുന്നത്. മേസൺറി ചേംബറിന്റെ ഉള്ളില് വിത്ത് എ വാട്ടർ സീൽ ഓഫ് 60 to 70 mm. 60 to 70 mm ആണ് അവിടെ കൊടുക്കാറുള്ള യൂഷ്വലി കൊടുക്കാറുള്ള ഗള്ളി ട്രാപ്പിന്റെ വാട്ടർ സീൽ എന്ന് പറയുന്നത്. അപ്പൊ ഗള്ളി ട്രാപ്പ് എന്ന് പറയുന്നത് ഹൊറിസോണ്ടൽ ഫ്ലോ ഓഫ് സീവേജ് സ്റ്റാർട്ട് ചെയ്യുന്നിടത്താണ് പ്രൊവൈഡ് ചെയ്യുന്നത് ഓർക്കാം കേട്ടോ. ഹൊറിസോണ്ടൽ ഫ്ലോ ഓഫ് സീവേജ് സ്റ്റാർട്ട് ചെയ്യുന്നിടത്താണ് ഗള്ളി ട്രാപ്പ് പ്രൊവൈഡ് ചെയ്യുന്നത്. സ്റ്റോൺ വെയർ അല്ലെങ്കിൽ കാസ്റ്റ് അയൺ കൊണ്ടായിരിക്കും മേഡ് ചെയ്തേക്കുന്നത്. അതുപോലെ തന്നെ CI ഗ്രേറ്റ് കാസ്റ്റ് അയണിന്റെ ഗ്രേറ്റിംഗ് കൊടുത്തിട്ടുണ്ടാവും. അവിടുത്തെ വാട്ടർ സീൽ 60 to 70 mm. ഈ രണ്ട് പോയിന്റ് മെയിൻ ആയിട്ട് ഓർത്തിരിക്കുക. ഹൊറിസോണ്ടൽ ഫ്ലോ ഓഫ് സീവേജ് സ്റ്റാർട്ട് ചെയ്യുന്നിടത്തും അതുപോലെ തന്നെ 60 to 70 mm വാട്ടർ സീലാണ് പ്രൊവൈഡ് ചെയ്തേക്കുന്നത്. ഇനി നെക്സ്റ്റ് വൺ ആണ് ഇന്റർസെപ്റ്റിംഗ് ട്രാപ്പ് അല്ലെങ്കിൽ ഇന്റർസെപ്റ്റ് ഡിസ്കണക്ടർ. തേർഡ് വൺ ആണ് ഇന്റർസെപ്റ്റിംഗ് ട്രാപ്പ് അല്ലെങ്കിൽ ഇന്റർസെപ്റ്റിംഗ് ഡിസ്കണക്ടർ എന്ന് പറയാം. ഡിസ്കണക്ട് ചെയ്യാൻ വേണ്ടി കൊടുക്കുന്ന ട്രാപ്പാണ് ഇന്റർസെപ്റ്റിംഗ് ഡിസ്കണക്ടർ അല്ലെങ്കിൽ ഇന്റർസെപ്റ്റിംഗ് ട്രാപ്പ് എന്ന് പറയുന്നത്. അത് പ്രൊവൈഡ് ചെയ്യുന്നത് നമ്മുടെ ബ്രാഞ്ച് സീവർ മെയിൻ സീവർ ആയിട്ട്, അല്ലെങ്കിൽ ബ്രാഞ്ച് സീവർ അല്ല ഹൗസ് സീവർ മുനിസിപ്പൽ സീവറിലേക്ക് എൻറ്റർ ചെയ്യുന്ന ആ പോയിന്റിലാണ് ഈ സീവർ പ്രൊവൈഡ് ചെയ്യുന്നത്. ഇമ്പോർട്ടന്റ് ആട്ടോ. എവിടെയാണ് പ്രൊവൈഡ് ചെയ്യുന്നത്? നമ്മുടെ ഹൗസ് സീവർ അറ്റ് ദ ജംഗ്ഷൻ ഓഫ് ഹൗസ് സീവർ ടു മുനിസിപ്പൽ സീവർ ജംഗ്ഷനിലാണ്, അല്ലെങ്കിൽ ഹൗസ് സീവർ മുനിസിപ്പൽ സീവറിലേക്ക് എൻറ്റർ ചെയ്യുന്ന പോയിന്റില്ലേ, അവിടെയാണ് നമ്മുടെ ഇന്റർസെപ്റ്റിംഗ് ട്രാപ്പ് അല്ലെങ്കിൽ ഇന്റർസെപ്റ്റിംഗ് ഡിസ്കണക്ടർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു സീവറിൽ നിന്ന് ഡിസ്കണക്ട് ചെയ്തിട്ട് അടുത്തയിലേക്ക് എൻറ്റർ ചെയ്യുന്നു. അപ്പൊ അവിടെയാണ് നമ്മുടെ ഈ ഇന്റർസെപ്റ്റിംഗ് ട്രാപ്പ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഡിസ്കണക്ട് ചെയ്യുന്ന പോയിന്റില് നമ്മുടെ ഹൗസ് സീവറിൽ നിന്ന് മുനിസിപ്പൽ സീവറിലേക്ക് എൻറ്റർ ചെയ്യുന്ന പോയിന്റിലാണ് ഇന്റർസെപ്റ്റിംഗ് ട്രാപ്പ് പ്രൊവൈഡ് ചെയ്യുന്നത്. അതെന്തിനാ പ്രൊവൈഡ് ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മുനിസിപ്പൽ സീവറിൽ എന്നൊക്കെ പറയുമ്പോൾ ഒരുപാട് ഹൗസ് സീവേഴ്സ് വന്ന് വേസ്റ്റ് തള്ളിപ്പോയ സ്ഥലമായിരിക്കുമല്ലോ. കുറെ സീവറിൽ നിന്ന് കളക്ട് ചെയ്ത് വരുന്നതാണ് മുനിസിപ്പൽ സീവർ. അപ്പൊ ഫൗൾ ഗ്യാസസിന്റെ കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത് വളരെ കൂടുതലായിരിക്കും. അപ്പൊ ആ ഫൗൾ ഗ്യാസസ് നമ്മുടെ ഹൗസ് സീവറിലേക്ക് എൻറ്റർ ചെയ്യുന്നത് പ്രിവെന്റ് ചെയ്യാനാണ് ഈ ട്രാപ്പ് പ്രൊവൈഡ് ചെയ്യുന്നത്. നമ്മൾ കോമൺ ആയിട്ട് പറഞ്ഞായിരുന്നു ട്രാപ്പ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് എന്തിനാ? ഫൗൾ ഗ്യാസസ് റീ എൻറ്റർ ചെയ്യാതിരിക്കാൻ വേണ്ടിയാണ്. അപ്പൊ ഇത് പ്രൊവൈഡ് ചെയ്യുന്നത് ടു പ്രിവെന്റ് ഫൗൾ ഗ്യാസ് എൻട്രി ഫ്രം എവിടെന്ന്? മുനിസിപ്പൽ സീവർ. അപ്പൊ അതുകൊണ്ട് തന്നെ ഹാംഫുൾ ആയിട്ടുള്ള പാത്തജൻസിന്റെ ആ എൻട്രി ഒക്കെ നമുക്ക് ഇവിടെ വെച്ച് തടയാൻ പറ്റും. അവിടുത്തെ ഉള്ള വാട്ടർ സീലിന്റെ ഡെപ്ത് നമ്മുടെ റേഞ്ചിനേക്കാളും കൂടുതലാണ് കൊടുക്കുന്നത്. ഇവിടെ കാരണം നല്ല കോൺസെൻട്രേഷൻ ആയതുകൊണ്ട് തന്നെ ഡെപ്ത് ഇത്തിരി കൂട്ടി കൊടുക്കണം. വാട്ടർ സീൽ 100 mm ആണ്. കാരണം മുനിസിപ്പൽ സീവർ എന്ന് പറയുമ്പോൾ ഒരുപാട് ഹൗസ് സീവേഴ്സ് കണക്ട് ചെയ്ത് വരുന്നല്ലേ. അപ്പൊ അവിടുത്തെ ഡെപ്ത് ഓഫ് വാട്ടർ സീൽ എന്ന് പറയുന്നത് 100 mm ആണ്. ഇത് ഇമ്പോർട്ടന്റ് ആണ്. ഇന്റർസെപ്റ്റിംഗ് ട്രാപ്പ് അല്ലെങ്കിൽ ഇന്റർസെപ്റ്റിംഗ് ഡിസ്കണക്ടർ യൂസ് ചെയ്യണത് അല്ലെങ്കിൽ പ്രൊവൈഡ് ചെയ്യണത് ഹൗസ് സീവർ ടു മുനിസിപ്പൽ സീവർ അത് തമ്മിലുള്ള ജംഗ്ഷനിലാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ടു പ്രിവെന്റ് ദ എൻട്രി ഓഫ് ഫൗൾ ഗ്യാസസ് ഫ്രം മുനിസിപ്പൽ സീവർ ടു ഹൗസ് സീവർ. അവിടെ കൊടുക്കുന്ന ഡെപ്ത്, വാട്ടർ സീലിന്റെ ഡെപ്ത് 100 mm ആയിരിക്കും. ഇനി നെക്സ്റ്റ് വൺ ആണ് ഗ്രീസ് ട്രാപ്പ് അല്ലെങ്കിൽ ഓയിൽ ട്രാപ്പ്. ഗ്രീസ് ട്രാപ്പ് അല്ലെങ്കിൽ ഓയിൽ ട്രാപ്പ്. ഫോർത്ത് വൺ. മെയിൻ ആയിട്ട് നമ്മൾ ആദ്യം പറഞ്ഞ 3 എണ്ണമാണ് ഉള്ളത് നമ്മുടെ എല്ലാ സീവേഴ്സിന്റെ ഹൗസിൽ നിന്ന് ഫ്ലോ ചെയ്യുന്ന സീവേഴ്സിന്റെ കേസിൽ. ഇനി ഗ്രീസ് ട്രാപ്പ് അല്ലെങ്കിൽ ഓയിൽ സീവേഴ്സ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് കൂടുതൽ ഓയിലും ഗ്രീസും ഒക്കെ നമ്മുടെ സീവറിൽ ഫ്ലോ ചെയ്യാൻ ചാൻസ് ഉള്ള കേസില്ല. അത് എവിടെയൊക്കെ ആയിരിക്കും? ഹോട്ടൽസില്, അതുപോലെ തന്നെ റെസ്റ്റോറൻറ്റ്സിലും, പിന്നെ ഇൻഡസ്ട്രീസിലെ ചിലപ്പോ കെമിക്കലിലൊക്കെ ഓയിലിന്റെ കണ്ടന്റ് കൂടുതലായിട്ട് ഉണ്ടാവാനുള്ള ചാൻസ് ഒക്കെ ഉണ്ട്. അപ്പൊ അങ്ങനെയുള്ള കേസസിലാണ് ഈ ഗ്രീസ് ട്രാപ്പ് അല്ലെങ്കിൽ ഓയിൽ ട്രാപ്പ് പ്രൊവൈഡ് ചെയ്യുന്നത്. അത് പ്രൊവൈഡ് ചെയ്യുന്നത് എന്തിനു വേണ്ടിയാ? ആ ഓയിലിനെ റിമൂവ് ചെയ്തില്ലെങ്കിൽ നമ്മുടെ സീവറിലൊക്കെ സ്റ്റിക്ക് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ അതിനെ നമുക്കത് റിമൂവ് ചെയ്യണം. അപ്പൊ അതിനു വേണ്ടി ആ ഇൻലെറ്റിന്റെ ഏരിയ ഇച്ചിരി കൂട്ടി കൊടുക്കും. ഇൻലെറ്റ് ഏരിയ ഇൻക്രീസ് ചെയ്ത് കൊടുക്കും. അവിടുത്തെ ഫ്ലോ വെലോസിറ്റി എന്ന് പറയുന്നത്
വെലോസിറ്റി കുറയും. അവിടുത്തെ വെലോസിറ്റി ഓഫ് ഫ്ലോ എന്ന് പറയുന്നത് ഡിക്രീസ് ചെയ്യും. ഇൻലെറ്റ് ഏരിയ കൂട്ടി കൊടുക്കുമ്പോൾ വെലോസിറ്റി ഓഫ് ഫ്ലോ ഡിക്രീസ് ചെയ്യും. അപ്പൊ നമ്മുടെ ഓയിലും ഗ്രീസും ഒക്കെ മേളിൽ ഇങ്ങനെ പൊങ്ങി കിടക്കുന്നുണ്ടാവും. എന്നിട്ട് അതിനെ സ്കിം ചെയ്ത് മാറ്റും. അതുകൊണ്ട് എന്തെങ്കിലും ഒരു എക്യുപ്മെന്റ് യൂസ് ചെയ്ത് സ്കിം ഓയിൽ ഓർ ഗ്രീസ് അതിനൊക്കെ സ്കിം ചെയ്ത് മാറ്റും. അതിനുവേണ്ടി നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന ട്രാപ്പാണ് ഗ്രീസ് ട്രാപ്പ് അല്ലെങ്കിൽ ഓയിൽ ട്രാപ്പ് എന്ന് പറയുന്നത്. അത് നമ്മുടെ ഹൗസ് ഹീവേഴ്സിൽ സാധാരണ പ്രൊവൈഡ് ചെയ്യാറില്ല. അപ്പൊ മെയിൻ ആയിട്ട് ഗ്രീസ് ട്രാപ്പ് നമ്മുടെ ഫസ്റ്റ് നമ്മുടെ ട്രാപ്പ് എന്താന്ന് പറഞ്ഞു, അത് ഒരു വാട്ടർ സീലും കൊടുത്ത് പ്രൊവൈഡ് ചെയ്തേക്കുന്നത് നമ്മുടെ ഫൗൾ ഗ്യാസസിന്റെ റീ എൻട്രി പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയാണ്. ഇനി അക്കോർഡിംഗ് ടു ഷേപ്പ് 3 ഉണ്ടായിരുന്നു, എസ്, ക്യൂ, പി. പി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റൈറ്റ് ആംഗിൾഡ് ആയിട്ട് ലെഗ്സ് പ്രൊവൈഡ് ചെയ്തേക്കുന്ന കേസ്. എസ് ഷേപ്പ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലെഗ്സ് പാരലൽ ആയിട്ട് പ്രൊവൈഡ് ചെയ്തേക്കുന്നത്. ഇനി ക്യൂ ട്രാപ്പ് ലെഗ്സ് പ്രൊവൈഡഡ് അറ്റ് ആൻ ആംഗിൾ അതർ ദാൻ റൈറ്റ് ആംഗിൾ. ഇനി അക്കോർഡിംഗ് ടു പ്ലേസ് ഓഫ് യൂസ് 4 ഉണ്ട്. ഹൗസ് ഹീവറിന്റെ ഹൗസ് ഡ്രെയിനേജിൽ 3 പിന്നെ ഇത് എക്സ്ട്രാ വരുന്നത് ഇൻഡസ്ട്രീസിന്റെയും കെമിക്കൽ പ്ലാന്റോ അല്ലെങ്കിൽ ഹോട്ടൽസിന്റെ ഒക്കെ കേസിൽ വരുന്ന. അതിൽ ഫസ്റ്റ് വൺ ഏതായിരുന്നു? ഫ്ലോർ ട്രാപ്പ് അല്ലെങ്കിൽ നഹാനി ട്രാപ്പ്. നമ്മുടെ ബാത്റൂംസിന്റെയും സിങ്കിന്റെ ഒക്കെ ഫ്ലോറിൽ കൊടുക്കുന്ന, ബാത്റൂംസിന്റെ ഫ്ലോറിലും സിങ്കിന്റെയും വാഷ് ബേസിന്റെ ഒക്കെ ഇവിടെ കൊടുക്കുന്നതാണ് ഫ്ലോർ ട്രാപ്പ്. അതിന്റെ വാട്ടർ സീൽ ഓർത്തിരിക്കുക 40 mm ആണ്. പിന്നെ രണ്ടാമത്തെ നമ്മൾ പറഞ്ഞ ഏതായിരുന്നു? ഗള്ളി ട്രാപ്പ്. അത് ഹോറിസോണ്ടൽ ഫ്ലോ ഓഫ് സീവേജ് സ്റ്റാർട്ട് ചെയ്യുന്നിടത്താണ് കൊടുക്കുന്നത്. ഇനി തേർഡ് വൺ ഏതാ പറഞ്ഞത്? തേർഡ് വൺ ഇന്റർസെപ്റ്റിംഗ് ട്രാപ്പ്. അത് ഹൗസ് സീവറും മുനിസിപ്പൽ സീവറും കൂടി ഇന്റർസെക്ട് ചെയ്യുന്ന ആ പോയിന്റിൽ പ്രൊവൈഡ് ചെയ്യുന്നതാണ് ടു പ്രിവെന്റ് എൻട്രി ഓഫ് ഫൗൾ ഗ്യാസസ് ഫ്രം മുനിസിപ്പൽ സീവർ. അതുകൊണ്ട് തന്നെ വാട്ടർ സീൽ ഇത്തിരി കൂടുതലായിരിക്കും, 100 mm ആണ്. ഇനി ഫോർത്ത് വൺ ഗ്രീസ് ട്രാപ്പ് അല്ലെങ്കിൽ ഓയിൽ സീവർ, ഇൻഡസ്ട്രീസിലും ഹോട്ടൽസിലും റെസ്റ്റോറൻറ്റ്സിലും ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നത്. ഇത്രയാണ് നമ്മുടെ ട്രാപ്പിന്റെ കേസിൽ മെയിൻ ആയിട്ട് പറയാനുള്ള പോയിന്റ്സ്. ട്രാപ്പ് വിട്ട് കളയരുത് കേട്ടോ, ഇമ്പോർട്ടന്റ്. വാട്ടർ സീലിന്റെ ഡെപ്ത് എല്ലാ കേസിലും തന്നെ അറിഞ്ഞിരിക്കാം. ചിലപ്പോൾ ഓപ്ഷൻസിലൊക്കെ വരുമ്പോൾ കുറച്ച് റേഞ്ച് ഒക്കെ വ്യത്യാസം ഉണ്ടാവും. എന്നാലും ആ റേഞ്ച് ഇപ്പൊ നമുക്ക് തന്നേക്കുന്ന റേഞ്ച് പഠിക്കാം കേട്ടോ, അത് വെച്ച് കമ്പയർ ചെയ്ത് നോക്കാം. ഇന്റർസെപ്റ്റിംഗിന്റെ കേസിലായിരിക്കും ഏറ്റവും കൂടുതൽ വാട്ടർ സീൽ കൊടുക്കുന്നത്. നമ്മൾ നോർമൽ ആയിട്ട് കൊടുക്കുന്ന ആ ഒരു റേഞ്ചിനേക്കാൾ ഹയർ ആയിട്ടായിരിക്കും പ്രൊവൈഡ് ചെയ്യുന്നത്. കാരണം ഞാൻ പറഞ്ഞുല്ലോ. ഇനി അടുത്താണ് നമ്മുടെ സീവേജ് ഡിസ്പോസൽ. സീവേജ് ഡിസ്പോസല് നമുക്ക് ട്രീറ്റ് ചെയ്യാത്ത സീവേജിനെ ഡിസ്പോസ് ചെയ്യാം. ട്രീറ്റ്മെന്റ് കഴിഞ്ഞ സീവേജിനെ നമ്മൾ ഡിസ്പോസ് ചെയ്യാറുണ്ട്. അതിൽ സീവേജ് ഡിസ്പോസൽ ഇപ്പൊ നമ്മൾ പറയുന്നത് കൂടുതലും ട്രീറ്റ് ചെയ്യാത്ത സീവേജിന്റെ കേസിലാണ്. നമ്മൾ ട്രീറ്റ്മെന്റിലേക്ക് കടന്നില്ലല്ലോ, അപ്പൊ നമ്മൾ ട്രീറ്റ്മെന്റ് പറയും, സീവേജ് ട്രീറ്റ്മെന്റ് നമ്മൾ നാളെ പറയും. അപ്പൊ സീവേജ് ഡിസ്പോസൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ സീവേജിൽ നിന്നൊക്കെ അവസാനം നമ്മൾ എവിടെയായിരുന്നു വരുന്നത്? ഏത് സീവർ ആയിരുന്നു? ബ്രാഞ്ച് സീവർ. ഫസ്റ്റ് സീവർ ഏതായിരുന്നു? നമ്മുടെ ഹൗസിൽ നിന്നുള്ള ആ സീവർ, ലാറ്ററൽ സീവർ, പിന്നെ ഒരു സബ് മെയിൻ അല്ലെങ്കിൽ ബ്രാഞ്ച് സീവർ, അത് കണക്ട് ചെയ്ത് മെയിൻ സീവർ. എന്നിട്ട് അങ്ങനെ ഒരു ലാസ്റ്റ് ഏത് സീവറിലേക്കായിരുന്നു പോയത്? ഔട്ട്ഫോൾ സീവർ. അപ്പൊ ഈ ഔട്ട്ഫോൾ സീവറിൽ നിന്നാണ് നമ്മൾ ഫൈനൽ ഡിസ്പോസൽ നടക്കുന്നത്. അപ്പൊ ഔട്ട്ഫോൾ സീവറിൽ നിന്ന് നമ്മൾ സീവേജിനെ ലാൻഡിലേക്കോ വാട്ടറിലേക്കോ ട്രീറ്റ്മെന്റ് ഒന്നും നടത്താത്തതിന് നമ്മൾ ഇടും, അത് നമ്മൾ ഡിസ്പോസ് ചെയ്യും. അതുപോലെ തന്നെ ട്രീറ്റ്മെന്റ് കഴിഞ്ഞതിനെയും ഈ ഔട്ട്ഫോൾ സീവറിൽ നിന്ന് നമുക്ക് ഡിസ്പോസ് ചെയ്യാൻ പറ്റും. അതിൽ നമ്മളിപ്പോ ട്രീറ്റ്മെന്റ് ചെയ്യാത്ത സീവേജിന്റെ ഏരിയയാണ് പറയുന്നത്. അതിൽ സീവേജ് ഡിസ്പോസൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ sewage can be disposed of without treatment or after suitable treatment either on land or in natural water sources such as stream, river, ocean, etc. ഇനി അങ്ങനെ നമ്മൾ ഈ സീവേജിനെ റിവറിലേക്ക് ഡിസ്പോസ് ചെയ്യുന്ന ആ പ്രോസസ്സിനെയാണ് ഡൈലൂഷൻ എന്ന് പറയുന്നത്. ഇമ്പോർട്ടന്റ് ആണ്. ഡൈലൂഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സീവേജിനെ സ്ട്രീംസ് ആ വാട്ടർ സോഴ്സിലേക്ക് നമ്മൾ ഡിസ്പോസ് ചെയ്യുന്ന ഇതിനെയാണ് ഡൈലൂഷൻ എന്ന് പറയുന്നത്. ഡിസ്പോസൽ ഓഫ് സീവേജ് ഇൻ ടു നാച്ചുറൽ വാട്ടർ കോഴ്സ്, സ്ട്രീമിലേക്കോ റിവറിലേക്കോ. അത് നമ്മൾ ഈ ട്രീറ്റ്മെന്റ് ചെയ്യാത്തത് ചെറിയ വാട്ടർ ബോഡീസിലേക്കൊന്നും സാധാരണ നമ്മൾ ഫ്ലോ ചെയ്യിക്കാറില്ല. കാരണം അതിൻ്റെ അകത്ത് നല്ല മൈക്രോബ്സിന്റെ ഒക്കെ കോൺസെൻട്രേഷൻ വളരെ കൂടുതലായിരിക്കും. അപ്പോൾ സാധാരണ നമ്മൾ ചെയ്യാറ് ലാർജ് വാട്ടർ ബോഡീസിലേക്ക്, റിവർ, ലേക്കിലേക്കല്ല, റിവർ, അതുപോലെ തന്നെ ഓഷ്യൻ, അതുപോലെയുള്ള ലാർജ് വാട്ടർ ബോഡീസിലേക്കാണ് നമ്മൾ ഡിസ്പോസ് ചെയ്യുന്നത് കേട്ടോ. അപ്പൊ ഡൈലൂഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഇസ് ദ ഡിസ്പോസൽ ഓഫ് സീവേജ് ഇൻ ടു നാച്ചുറൽ വാട്ടർ സ്ട്രീം. സീവേജ് ഡിസ്പോസൽ ഇൻടു നമ്മുടെ നാച്ചുറൽ വാട്ടർ സോഴ്സസിലേക്ക് ഡിസ്പോസ് ചെയ്യുന്നതിനാണ് ഡൈലൂഷൻ എന്ന് പറയുന്നത്. ഇനി
നമ്മൾ ഒരു വാട്ടർ ബോഡിയിലേക്ക് അതിനെ സീവേജിൽ ഡിസ്പോസ് ചെയ്യുമ്പോൾ നമുക്ക് ഒരു സേർട്ടൺ ഒരു എമൗണ്ട് ഓഫ് ഡിസോൾഡ് ഓക്സിജൻ കണ്ടന്റ് ആണ് ഇതിന് വേണം. നമ്മുടെ സീവേജിന് ഒരു സേർട്ടൺ എമൗണ്ട് ഓഫ് ഡിസോൾഡ് ഓക്സിജൻ കണ്ടന്റ് അത് എസെൻഷ്യൽ ആണ്. അല്ലെങ്കിൽ നമ്മുടെ അക്വാട്ടിക് ലൈഫിനൊക്കെ അത് എൻഡേഞ്ചർ ആവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ അങ്ങനെയായിട്ടുള്ള മിനിമം നമ്മുടെ അക്വാട്ടിക് ലൈഫിന് മിനിമം വേണ്ട ഡിസോൾഡ് ഓക്സിജന്റെ ലെവൽ എന്ന് പറയുന്നത്, അക്വാട്ടിക് ലൈഫ് സസ്റ്റെയിൻ ചെയ്യണമെങ്കിൽ വേണ്ട മിനിമം ഡിസോൾഡ് ഓക്സിജൻ ലെവൽ എന്ന് പറയുന്നത് 4 ppm ആണ്. 4 ppm വെരി വെരി ഇമ്പോർട്ടന്റ്. കഴിഞ്ഞ നമ്മുടെ കോമൺ ടെസ്റ്റിന് ചോദിച്ചായിരുന്നു ഡിസോൾഡ് ഓക്സിജന്റെ മിനിമം ലെവൽ എത്രയാണെന്ന് ചോദിച്ചായിരുന്നു. അക്വാട്ടിക് ലൈഫ് സസ്റ്റെയിൻ ചെയ്യണമെങ്കിൽ വേണ്ട മിനിമം ഡിസോൾഡ് ഓക്സിജൻ ലെവൽ ആണ് 4 ppm. അപ്പൊ നമ്മുടെ സീവേജ് കൊണ്ട് ചുമ്മാ തള്ളാൻ പറ്റില്ല. അപ്പൊ അതിന്റെ അകത്ത് ഒരു മിനിമം ആയിട്ടുള്ള ഡിസോൾഡ് ഓക്സിജന്റെ കണ്ടന്റ് വേണം. അല്ലെങ്കിൽ അത് നമ്മൾ അക്വാട്ടിക് ലൈഫിനെ അത് നിലനിൽപ്പിനെ അത് ബാധിക്കും. അപ്പൊ 4 ppm ആണ് അക്വാട്ടിക് ലൈഫിന് സസ്റ്റെയിന് വേണ്ടി പെർമിറ്റ് ചെയ്യേണ്ട ഡിസോൾഡ് ഓക്സിജന്റെ ലെവല്. അപ്പൊ ഈ ഡിസോൾഡ് ഓക്സിജന്റെ കണ്ടന്റ് കണ്ടുപിടിക്കാൻ വേണ്ടി ഉള്ള ഒരു മെത്തേഡാണ് വിംഗ്ലേഴ്സ് മെത്തേഡ്. നമ്മുടെ സീവേജില് ഡിസോൾഡ് ഓക്സിജന്റെ കണ്ടന്റ് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന മെത്തേഡ് വിംഗ്ലേഴ്സ് മെത്തേഡ് ടു ഫൈൻഡ് ഔട്ട് ദ കണ്ടന്റ് ഓഫ് ഡിസോൾഡ് ഓക്സിജൻ. ഇമ്പോർട്ടന്റ് ആണ്. ഇപ്പൊ നമ്മൾ കുറച്ച് പോയിന്റ്സ് പറയാൻ പോകുന്നത് എല്ലാം തന്നെ ഓരോ ക്വസ്റ്റ്യൻസ് ആട്ടോ. സീവേജ് ഡിസ്പോസൽ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പൊ ഒരു നാച്ചുറൽ വാട്ടർ കോഴ്സിലേക്ക് സീവേജിനെ കൊണ്ട് ഡിസ്പോസ് ചെയ്യുന്നതിന് പറയുന്നതാണ് ഡൈലൂഷൻ. അപ്പൊ ഈ സീവേജിൽ ഒരു മിനിമം ഡിസോൾഡ് ഓക്സിജന്റെ കണ്ടന്റ് വേണം. അത് 4 ppm ആണ് ആ മിനിമം ഓക്സിജൻ നമ്മുടെ അക്വാട്ടിക് ലൈഫിനെ സസ്റ്റെയിൻ ചെയ്യാൻ വേണ്ടി വേണ്ട മിനിമം ഡിസോൾഡ് ഓക്സിജന്റെ കണ്ടന്റ്. അപ്പോൾ ഡിസോൾഡ് ഓക്സിജന്റെ കണ്ടന്റ് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡ് ആണ് വിംഗ്ലേഴ്സ് മെത്തേഡ്. അപ്പൊ എന്താ സംഭവിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ സീവേജിനെ ഡിസ്പോസ് ചെയ്യുന്നു. അപ്പൊ അതിന്റെ അകത്തുള്ള ഓർഗാനിക് മാറ്റർ ഈ ഡിസോൾഡ് ഓക്സിജനെ കൺസ്യൂം ചെയ്യും. ഓർഗാനിക് മാറ്റർ കൺസ്യൂം ഡിസോൾഡ് ഓക്സിജൻ. നമ്മുടെ വാട്ടർ ബോഡിയിലൊക്കെ ഒരുപാട് ഡിസോൾഡ് ഓക്സിജൻ ഉണ്ടാവും. നമ്മൾ സീവേജിൽ ഡിസ്പോസ് ചെയ്യുമ്പോൾ അവിടെയുള്ള വാട്ടർ ഡിസോൾഡ് ഓക്സിജന്റെ കണ്ടന്റ് എന്ന് പറയുന്നത് 100% ആയിരിക്കും. സാച്ചുറേറ്റഡ് ആയിരിക്കും അത്. ആ ഓർഗാനിക് മാറ്റർ ഈ ഡിസോൾഡ് ഓക്സിജനെ കൺസ്യൂം ചെയ്തിട്ട് അവിടെ ഡീകമ്പോസിഷൻ നടത്തും. എന്നിട്ട് അതൊരു ഓർഗാനിക് മാറ്റർ ഓഫൻസീവ് മാറ്റർ ആയിട്ട് ആക്റ്റീവ് ഡീകമ്പോസിഷൻ എന്നിട്ട് ഓഫൻസീവ് മാറ്റർ ആയിട്ട് കൺവേർട്ട് ചെയ്യും. അപ്പോൾ ഈ ഓക്സിജനെ കൺസ്യൂം ചെയ്യുന്ന കാരണം നമ്മുടെ വാട്ടർ ബോഡിയിലുള്ള ഓക്സിജന്റെ കണ്ടന്റ് കുറഞ്ഞു വരും. എന്നിട്ട് ഈ കുറഞ്ഞ ഡിസോൾഡ് ഓക്സിജന്റെ കണ്ടന്റ് കുറയുമെന്ന് പറഞ്ഞു. ഇനി അത് നമ്മുടെ അറ്റ്മോസ്ഫറിക് കണ്ടീഷനിൽ നിന്ന് അറ്റ്മോസ്ഫിയറിൽ നിന്ന് ഈ നമ്മുടെ വാട്ടർ ബോഡി ഈ കുറഞ്ഞു പോയ ഡിസോൾഡ് ഓക്സിജന്റെ കണ്ടന്റ് വീണ്ടും തിരിച്ചു പിടിക്കും. ആ ഒരു പ്രോസസ്സിനെ പറയുന്ന പേരാണ് സെൽഫ് പ്യൂരിഫിക്കേഷൻ ഓഫ് വാട്ടർ. സെൽഫ് പ്യൂരിഫിക്കേഷൻ ഓഫ് വാട്ടർ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ നമ്മൾ സീവേജിനെ കൊണ്ടുപോയി ഡിസ്പോസ് നമ്മുടെ വാട്ടർ ബോഡിയിൽ ഡിസ്പോസ് ചെയ്തു. ആ പ്രോസസ് ഡൈല്യൂഷൻ. എന്നിട്ട് എന്താ നടക്കുന്നത് വെച്ചാൽ നമ്മുടെ സീവേജിലുള്ള ഓർഗാനിക് മാറ്റർ അവിടെ പ്രസന്റ് ആയിട്ടുള്ള നമ്മുടെ വാട്ടർ ബോഡിയിൽ 100% സാച്ചുറേറ്റഡ് ആണ്. ഡിസോൾഡ് ഓക്സിജന്റെ കേസിൽ 100% സാച്ചുറേഷൻ ലെവലിൽ നിൽക്കുന്ന നമ്മുടെ വാട്ടർ ബോഡിയിൽ നിന്ന് ഡിസോൾഡ് ഓക്സിജനെ കൺസ്യൂം ചെയ്താണ് ഈ ഓർഗാനിക് മാറ്റർ ഡീകമ്പോസ് ചെയ്യുന്നത്. അങ്ങനെ ഡീകമ്പോസ് ചെയ്യുമ്പോൾ നമ്മുടെ ഡിസോൾഡ് ഓക്സിജന്റെ കണ്ടന്റ് കുറഞ്ഞു പോകുമല്ലോ. അപ്പൊ അത് നമ്മുടെ വാട്ടർ റിസോഴ്സസ് അതിനെ തിരിച്ചു പിടിക്കാൻ വേണ്ടി അറ്റ്മോസ്ഫിയറിൽ നിന്ന് തിരിച്ചു പിടിക്കും. ആ ഒരു പ്രോസസ്സിനെയാണ് സെൽഫ് പ്യൂരിഫിക്കേഷൻ ഓഫ് വാട്ടർ എന്ന് പറയുന്നത്. ഇമ്പോർട്ടന്റ് ആണ്. ഇനി ഈ സെൽഫ് പ്യൂരിഫിക്കേഷൻ നടക്കുന്നത് അത് 3 സ്റ്റെപ്പ് ആയിട്ടാണ് നടക്കുന്നത്. അതൊരു ക്വസ്റ്റ്യൻ ആട്ടോ. അതിന്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഡൈല്യൂഷൻ. നമ്മളിപ്പോ ഓൾറെഡി പറഞ്ഞത് സീവേജിനെ ഡിസ്പോസ് ചെയ്തു, വാട്ടർ ബോഡിയിലേക്ക് ഡിസ്പോസ് ചെയ്തു. ഇനി അത് സെഡിമെന്റ് ചെയ്യും, സ്ലഡ്ജ് ആയിട്ട് ബോട്ടത്തിൽ ഫോം ചെയ്യും. ഇനി തേർഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓക്സിഡേഷൻ നടക്കും. ആക്റ്റീവ് ഡീകമ്പോസിഷൻ ഓക്സിഡേഷൻ നടക്കും. അപ്പൊ ഇതാണ് 3 നമ്മുടെ സെൽഫ് പ്യൂരിഫിക്കേഷൻ പ്രോസസ്സിൽ നടക്കുന്ന 3 സ്റ്റെപ്പാ. അത് ഇതിന്റെ ഓർഡർ ചോദിക്കാറുണ്ട്. ഫസ്റ്റ് ഡൈല്യൂഷൻ, പിന്നെ സെഡിമെന്റേഷൻ, പിന്നെ ഓക്സിഡേഷൻ. സെൽഫ് പ്യൂരിഫിക്കേഷനിൽ നടക്കുന്ന 3 സ്റ്റേജസ് ആയിട്ടാണ് നടക്കുന്നത്. അതിന്റെ ഓർഡർ ഓർത്തിരിക്കുക കേട്ടോ. ഇനി നമ്മൾ ഡിസോൾഡ് ഓക്സിജൻ ഡൈലൂഷൻ എന്ന് പറഞ്ഞു. അതിൽ ഡൈലൂഷൻ ഫാക്ടർ എന്ന് പറഞ്ഞൊരു ടേം ഉണ്ട്.
ഈ ഡൈലൂഷൻ ഫാക്ടർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മള് ഡിസ്പോസ് ചെയ്യുന്ന ആ സീവേജിന്റെ ക്വാണ്ടിറ്റി ഇല്ലേ, അത് ഏതിലേക്ക് ഡിസ്പോസ് ചെയ്യുന്ന, ഇപ്പൊ വാട്ടർ ബോഡി ആണെങ്കിൽ ആ വാട്ടർ ബോഡിയുടെ ക്വാണ്ടിറ്റി ഓഫ് ഡൈലൂട്ടിംഗ് വാട്ടർ, ഡൈലൂട്ടിംഗ് വാട്ടറിന്റെ ക്വാണ്ടിറ്റി ഡിവൈഡഡ് ബൈ ക്വാണ്ടിറ്റി ഓഫ് സീവേജ്. ഇമ്പോർട്ടന്റ് ആട്ടോ, അത് നമുക്ക് പ്രോബ്ലം ചെയ്യാനുണ്ട്. ബിഒഡിയുടെ കേസ് പറയുമ്പോൾ അതിനകത്ത് പ്രോബ്ലം വരുന്നുണ്ട്. ഡൈലൂഷൻ ഫാക്ടർ ഈസ് ദ റേഷ്യോ ഓഫ് ക്വാണ്ടിറ്റി ഓഫ് ഡൈലൂട്ടിംഗ് വാട്ടർ ടു ക്വാണ്ടിറ്റി ഓഫ് സീവേജ്. ഇപ്പൊ 100 ml വാട്ടറിലേക്ക് 1 ml സീവേജ് ആണ് ചേർക്കുന്നതെന്ന് ഓർക്കുക. അതാണ്. അപ്പൊ ആ 100 ml എന്ന് പറയുന്നതാണ് ക്വാണ്ടിറ്റി ഓഫ് ഡൈലൂട്ടിംഗ് വാട്ടർ. അതിലേക്ക് ചേർക്കുന്ന സീവേജ്, അതാണ് ക്വാണ്ടിറ്റി ഓഫ് സീവേജ്. അതിന്റെ റേഷ്യോ ആണ് ഡൈലൂട്ടിംഗ് ഫാക്ടർ എന്ന് പറയുന്നത്, ഡൈലൂഷൻ ഫാക്ടർ എന്ന് പറയുന്നത്. ഇനി ഈ ഡൈലൂഷൻ ഫാക്ടർ ഗ്രേറ്റർ ദാൻ 500 ആണെങ്കിൽ നമുക്ക് ആ സീവേജിന് നോ ട്രീറ്റ്മെന്റ് റിക്വയർഡ്. ട്രീറ്റ്മെന്റ് ഒന്നും അതിന് വേണ്ട. നോ ട്രീറ്റ്മെന്റ് റിക്വയർഡ് ഫോർ ഡൈലൂഷൻ ഫാക്ടർ ഗ്രേറ്റർ ദാൻ 500. നോ ട്രീറ്റ്മെന്റ് റിക്വയർഡ്. ഈ ഡൈലൂഷൻ ഫാക്ടർ എന്ന് പറയുന്നത് ലെസ് ദാൻ 20 ആണെങ്കിൽ അതിന്റെ അർത്ഥം ആ ഡൈലൂട്ടിംഗ് ആയിട്ടുള്ള വാട്ടർ എന്ന് പറയുന്നത് കുറച്ച് ന്യൂസൻസ് ഒക്കെ ഉള്ള വാട്ടർ ആണ്. ഡൈലൂട്ടിംഗ് വാട്ടറിൽ ന്യൂസൻസ് പ്രസന്റ് ആണ്. ന്യൂസൻസ് ഇൻ ഡൈലൂട്ടിംഗ് വാട്ടർ. ഇത് ഇമ്പോർട്ടന്റ് ആട്ടോ. ഇപ്പൊ പറഞ്ഞ ഈ ഒരു ടോപ്പിക്ക് പറഞ്ഞ എല്ലാം തന്നെ ക്വസ്റ്റ്യൻസ് ആട്ടോ. നമ്മൾ ഏതൊക്കെയാ പറഞ്ഞത്? മെയിൻ ആയിട്ട് എന്തൊക്കെ പറഞ്ഞു? സീവേജ് ഡിസ്പോസലില് ഫസ്റ്റ് നമ്മൾ വാട്ടർ ബോഡിയിലേക്ക് സീവേജിനെ ഡിസ്പോസ് ചെയ്യുന്നു. അതിനെയാണ് ഡൈല്യൂഷൻ എന്ന് പറയുന്നത്. ഈ ഡൈല്യൂഷൻ ചെയ്യുമ്പോൾ ഈ ഡിസോൾഡ് ഓക്സിജന്റെ കണ്ടന്റ് ടെസ്റ്റ് ചെയ്യണം സീവേജിന്റെ. അതിനുവേണ്ടി യൂസ് ചെയ്യുന്നത് വിംഗ്ലേഴ്സ് മെത്തേഡ്. നമ്മുടെ അക്വാട്ടിക് ലൈഫിന് പെർമിറ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ സസ്റ്റെയിൻ ചെയ്യാൻ വേണ്ടി പെർമിറ്റ് ആയിട്ടുള്ള ഡിസോൾഡ് ഓക്സിജന്റെ കണ്ടന്റ് എന്നുള്ളത് 4 ppm ആണ്. ഇനി നമ്മൾ ഈ ഡൗട്ട് ആണോ? ഇനി നമ്മൾ ഡിസ്പോസ് ചെയ്യുമ്പോൾ നമ്മുടെ സാച്ചുറേറ്റഡ് ആയിട്ടുള്ള ഡിസോൾഡ് ഓക്സിജൻ കണ്ടന്റ് ഉള്ള നമ്മുടെ വാട്ടർ ബോഡിയുടെ ഡിസോൾഡ് ഓക്സിജൻ കണ്ടന്റ് കുറഞ്ഞു വരും. അത് അറ്റ്മോസ്ഫിയറിൽ നിന്ന് അത് റീഗെയിൻ ചെയ്തെടുക്കും. ആ ഒരു പ്രോസസ്സിനെയാണ് സെൽഫ് പ്യൂരിഫിക്കേഷൻ ഓഫ് വാട്ടർ എന്ന് പറയുന്നത്. അതിന് 3 സ്റ്റേജ് ഉണ്ട്. ഡൈലൂഷൻ, പിന്നെ രണ്ടാമത്തെ സ്റ്റേജ് സെഡിമെന്റേഷൻ, ഓക്സിഡേഷൻ. ഈ ഓർഡറിൽ തന്നെ പഠിച്ചിരിക്കാം. പിന്നെ ഡൈലൂഷൻ ഫാക്ടർ എന്ന് പറയുന്നത് ക്വാണ്ടിറ്റി ഓഫ് ഡൈലൂട്ടിംഗ് വാട്ടർ ടു ക്വാണ്ടിറ്റി ഓഫ് സീവേജ്. ഗ്രേറ്റർ ദാൻ 500 ആണ് ഡൈലൂഷൻ ഫാക്ടർ എങ്കിൽ ആ ഒരു സീവേജിന് ട്രീറ്റ്മെന്റ് ഒന്നും ആവശ്യമില്ല. ലെസ് ദാൻ 20 ആണെങ്കിൽ ആ ഡൈലൂട്ടിംഗ് വാട്ടറിന് ന്യൂസൻസ് പ്രസന്റ് ആവുന്നതാണ് അതിന്റെ മീനിങ്. ഇത്രയാണ് മെയിൻ ആയിട്ട് സീവേജ് ഡിസ്പോസൽ എന്നുള്ളത്. ഇനി നമുക്ക് നമ്മുടെ സെൽഫ് പ്യൂരിഫിക്കേഷൻ ഓഫ് വാട്ടർ പറഞ്ഞില്ലേ, അതിനൊരു 3 സോൺ ഉണ്ട്. മൈക്ക് ഓൺ ആണ്. ഇനി നമ്മൾ ഒരു 4 സോണിന്റെ കേസാണ് പറയുന്നത്. ഈ പൊല്യൂഷൻ, നമ്മുടെ സ്ട്രീമിൽ നടക്കുന്ന പൊല്യൂഷന്റെ കേസിൽ വരുന്ന ഒരു 4 സോൺസ്, അത് ഇമ്പോർട്ടന്റ് ആട്ടോ. സോൺസ് ഓഫ് സ്ട്രീം പൊല്യൂഷൻ. സോൺസ് ഇൻ സ്ട്രീം പൊല്യൂഷൻ. സ്ട്രീം പൊല്യൂഷനുള്ള ഒരു 4 സോൺ. അതിൽ ഫസ്റ്റ് സോൺ എന്ന് പറയുന്നത് സോൺ ഓഫ് ഡീഗ്രഡേഷൻ. സെക്കൻഡ് വൺ സോൺ ഓഫ് ആക്റ്റീവ് ഡീകമ്പോസിഷൻ. ആക്റ്റീവ് ഡീകമ്പോസിഷന്റെ സോൺ. തേർഡ് വൺ എന്ന് പറയുന്നത് സോൺ ഓഫ് റിക്കവറി. ഫോർത്ത് വൺ എന്ന് പറയുന്നത് ക്ലിയർ വാട്ടർ സോൺ.
ക്ലിയർ വാട്ടർ സോൺ. അങ്ങനെ 4 സോണുള്ളത് ഡീഗ്രേഡ് നമ്മുടെ സ്ട്രീം പൊല്യൂഷൻ അല്ലെങ്കിൽ നമ്മളിപ്പോ പറഞ്ഞില്ലേ സീവേജ് ഡിസ്പോസ് ചെയ്യില്ലേ, ആ ഒരു കേസിൽ 4 സോൺ ആയിട്ട് നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. ഡീഗ്രേഡേഷൻ സോണ്, ആക്റ്റീവ് ഡീകമ്പോസിഷൻ നടക്കുന്ന സോണ്, റിക്കവറി, പിന്നെ ക്ലിയർ വാട്ടർ സോൺ. എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് നമ്മുടെ വാട്ടർ ബോഡി എന്ന് പറയുന്നത് ക്ലിയർ ആയിരിക്കും. അങ്ങനെ ഒരു നമ്മുടെ വാട്ടർ ബോഡി ക്ലിയർ ആയിരിക്കില്ല, പക്ഷെ അങ്ങനെയാണ് നമ്മുടെ ഒരു അസംഷൻ എന്ന് പറയുന്നത്. ക്ലിയർ വാട്ടർ ബോഡി, അത് ക്ലിയർ വാട്ടർ സോൺ ആണ് നമ്മുടെ ഫസ്റ്റ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ആ വാട്ടർ സോഴ്സ് എന്ന് പറയുന്നത് ക്ലിയർ വാട്ടർ ആയിരിക്കും ആ സോണ്. അപ്പൊ ആ ക്ലിയർ വാട്ടർ സോണിൽ എങ്ങനെയാന്ന് പറഞ്ഞേ 100% ഡിസോൾഡ് ഓക്സിജന്റെ കണ്ടന്റ് ആണുള്ളത്. ഫസ്റ്റ് ക്ലിയർ വാട്ടർ സോൺ ആണ്, അത് 100% ഡിസോൾഡ് ഓക്സിജൻ കണ്ടന്റ് അല്ലെങ്കിൽ സാച്ചുറേറ്റഡ് ആണ്. സാച്ചുറേഷൻ ഓഫ് ഡിസോൾഡ് ഓക്സിജൻ എന്ന് പറയുന്നത് 100% ആണ് ആ ഒരു ലെവലില്. എന്നിട്ട് നമ്മൾ സീവേജ് ഡിസ്പോസ് ചെയ്ത് കഴിയുമ്പോൾ ജസ്റ്റ് ഈ സോണിൽ എന്താ നമ്മുടെ ഔട്ട്ഫോൾ സീവറിൽ നിന്ന് സീവേജ് ഡിസ്പോസ് ചെയ്യുന്നു, ഡൈലൂഷൻ നടക്കുന്നു. എന്നിട്ട് ആ സോണിലുള്ള വാട്ടർ എന്ന് പറയുന്നത് വാട്ടറിന്റെ കളർ ഡാർക്കും ആയിരിക്കും, അതിൽ തന്നെ ഹൈലി ടർബിഡും ആയിരിക്കും. വാട്ടർ എന്ന് പറയുന്നത് ക്ലിയർ അല്ലേ നിങ്ങൾക്ക്? ക്ലിയർ അല്ലെങ്കിൽ പറയണേ. വാട്ടർ എന്ന് പറയുന്നത് ഡാർക്കും ആയിരിക്കും, ഹൈലി ടർബിഡും ആയിരിക്കും. അവിടെ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള വാട്ടർ എന്ന് പറയുന്നത്, കാരണം ഫുൾ ഓഫ് വേസ്റ്റ് ആയിരിക്കും, അല്ലെങ്കിൽ ഓർഗാനിക് മാറ്റർ കൊണ്ട് സാച്ചുറേറ്റഡ് ആയിരിക്കും ഈ വേസ്റ്റ് എന്ന് പറയുന്നത്. എന്നിട്ട് ആ ഒരു ലെയറില് ആ ഒരു സോണില് ബോട്ടത്തില് സ്ലഡ്ജ് ഡെപ്പോസിറ്റ് ചെയ്യും. സ്ലഡ്ജ് ഡെപ്പോസിറ്റ് ചെയ്തിട്ട് നമുക്ക് ഉള്ള സാച്ചുറേഷൻ ലെവൽ 100% ഡിസോൾഡ് ഓക്സിജൻ എന്നുള്ള കണ്ടന്റ് കുറഞ്ഞ് 40%ലേക്ക് വരും. കാരണം നമ്മുടെ വേസ്റ്റ് ഡിസോൾഡ് ഓക്സിജൻ കൺസ്യൂം ചെയ്യുക, അവരുടെ ഡീകമ്പോസിഷന് വേണ്ടി കൺസ്യൂം ചെയ്തിട്ട് ഡിസോൾഡ് ഓക്സിജൻ കൺസ്യൂം ചെയ്തിട്ട് ഈ 100% 40% എന്ന് പറഞ്ഞ ഒരു ലെവലിലേക്ക് വരും. ആ ഒരു പ്രോസസ്സിനെ പറയുന്നതാണ് ഡി ഓക്സിജനേഷൻ. അവിടെ ഡി ഓക്സിജനേഷൻ എന്ന് പറഞ്ഞ ഒരു പ്രോസസ്സ് നടന്നു, കാരണം ഓക്സിജനെ കൺസ്യൂം ചെയ്യുക. അപ്പൊ ഡി ഓക്സിജനേഷൻ, ഓക്സിജനെ റിമൂവ് ചെയ്തുകൊണ്ടിരിക്കുക, ഡി ഓക്സിജനേഷൻ ആണ് അവിടെ നടക്കുന്നത്. ആ കണ്ടീഷൻ എന്ന് പറയുന്നത് അക്വാട്ടിക് ലൈഫിനൊക്കെ അൺഫേവറബിൾ ആയിരിക്കും. അവിടെ നമുക്ക് ഫിഷ് ലൈഫ് ഒന്നും കാണാൻ പറ്റില്ല, ഫിഷ് ഒക്കെ ആ ഒരു സോണിൽ നിന്ന് മാറിപ്പോകും. അൺഫേവറബിൾ ഫോർ ഫിഷ് ലൈഫ്. അതുപോലെ തന്നെ ബാക്ടീരിയയും ഫംഗയും ഒന്നും നമ്മുടെ വാട്ടർ ബോഡിയിലുള്ളതൊക്കെ ഈ സോണിൽ നിന്ന് മാറിപ്പോകും. ബാക്ടീരിയയും ഫംഗയും ഒക്കെ അവരുടെ വളർച്ചയ്ക്ക് ഇത് അൺഫേവറബിൾ ആയിട്ടുള്ള ഒരു കണ്ടീഷനാണ്. ഇപ്പൊ സോൺ ഓഫ് ഡീഗ്രേഡേഷൻ എന്നത് ഫസ്റ്റ് സോൺ ആണ്. നമ്മുടെ അനേറോബിക് ഡീകമ്പോസിഷൻ അല്ല, അവിടെ ഡിസോൾഡ് ഓക്സിജൻ ഉണ്ടല്ലോ, അപ്പൊ അനേറോബിക് ഓക്സിജൻ ഇവിടെ പെർമിറ്റ് ചെയ്യില്ല. പക്ഷെ നമ്മുടെ സോൾഡ് മാറ്ററിന്റെ ഡീകമ്പോസിഷൻ ജസ്റ്റ് ഈ ഒരു സ്റ്റേജിൽ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങും, ഡീകമ്പോസിഷൻ സ്റ്റാർട്ട് ചെയ്യും. മനസ്സിലായോ? ഫസ്റ്റ് സോൺ ആണ് സോൺ ഓഫ് ഡീഗ്രേഡേഷൻ. അവിടെ എന്താ സംഭവിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ 100% ഡിസോൾഡ് ഓക്സിജൻ നിന്ന് നമ്മുടെ വാട്ടർ സ്ട്രീം 40% ഡിസോൾഡ് ഓക്സിജൻ എന്ന ലെവലിലേക്ക് താന്നു വരും. കാരണം എന്തുകൊണ്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ഡീഓക്സിജനേഷൻ എന്നുള്ള പ്രോസസ്സ് നടക്കും. നമ്മുടെ വേസ്റ്റ് ഇതിനെ കൺസ്യൂം ചെയ്ത് ആ ഒരു ഡിസോൾഡ് ഓക്സിജൻ ലെവൽ കുറഞ്ഞു വരും. അപ്പൊ ആ ഒരു സ്റ്റേജില് ഫിഷ് ലൈഫിനും ബാക്ടീരിയ ഫംഗയും ഒന്നും ആ ഒരു സ്റ്റേജിൽ വളരില്ല. അവർക്ക് അൺഫേവറബിൾ ആയ കാരണം ആ സോണിൽ ഇതിന്റെ ഒന്നും പ്രസൻസ് ഉണ്ടാവത്തില്ല. പിന്നെ അവിടുത്തെ വാട്ടർ എന്ന് വെച്ചാൽ ഡാർക്കും ടർബിഡൊക്കെ ആയിരിക്കും. ഇതാണ് ഫസ്റ്റ് സോൺ. സോറി, എപ്പോഴും സ്റ്റോൺ എന്ന് വരുന്നത്. ഫസ്റ്റ് സോൺ ആണ് സോൺ ഓഫ് ഡീഗ്രേഡേഷൻ. ഇനി സെക്കൻഡ് സോൺ ഏതായിരുന്നു? ആക്റ്റീവ് ഡീകമ്പോസിഷൻ. ജസ്റ്റ് ഡീകമ്പോസിഷൻ സ്റ്റാർട്ട് ചെയ്തുള്ളായിരുന്നു ഫസ്റ്റ് സോണില്. ഇവിടെ ആക്റ്റീവ് ആയിട്ടുള്ള ഡീകമ്പോസിഷൻ ആണ് നടക്കുന്നത്. അപ്പൊ നമ്മുടെ ഓക്സിജന്റെ ലെവല് 40% ആദ്യം 100% ഉണ്ടായിരുന്ന ലെവല് കുറഞ്ഞ് ഇവിടെ 100 ആയിരുന്നു. പിന്നെ കുറഞ്ഞ് 40ലേക്ക് വന്നു. ഇത് 40 ആണെങ്കിൽ 40ലേക്ക് വന്നു. നമ്മുടെ ഏത് സോണില്? ഡീഗ്രഡേഷൻ സോണില്. അതും കുറഞ്ഞ് ഈ 0 ലെവല്, നമ്മുടെ ഡിസോൾഡ് ഓക്സിജന്റെ കണ്ടന്റ് 0 ലെവലിലേക്ക് വരുന്ന സോണാണ് ആക്റ്റീവ് ഡീകമ്പോസിഷൻ.
0%. ഈ ഇവിടെയുള്ള അത് ക്രിട്ടിക്കൽ പോയിന്റ് എന്ന് പറയാം. കാരണം അവിടെ ഉള്ള ഡിസോൾഡ് ഓക്സിജന്റെ കണ്ടന്റ് എന്ന് പറയുന്നത് 0 ആയിരിക്കും. ഒരു ക്രിട്ടിക്കൽ ആയിട്ടുള്ള കണ്ടീഷനിലേക്ക് വന്നു. അതാണ് ആക്റ്റീവ് ഡീകമ്പോസിഷൻ സോൺ. കംപ്ലീറ്റ് ആയിട്ട് ഡീകമ്പോസിഷൻ നടക്കുന്ന സോണാണ് ആക്റ്റീവ് ഡീകമ്പോസിഷൻ സോൺ. അവിടെ കുറച്ച് പ്രത്യേകതയുണ്ട്. നമ്മുടെ അനേറോബിക് ഡീകമ്പോസിഷൻ നടന്നിട്ട് നമ്മൾ ആദ്യം പറഞ്ഞ കുറച്ച് ഗ്യാസസ് ഇല്ലേ, ഹൈഡ്രജൻ സൾഫൈഡ്, കാർബൺ ഡൈ ഓക്സൈഡ്, അതുപോലെ നൈട്രജന്, മീഥെയിന്, സാധാരണ ചോദിക്കാറുണ്ട് കേട്ടോ ഏതൊക്കെ ഗ്യാസസ് പ്രൊഡ്യൂസ് ചെയ്യണമെന്ന്. മീഥെയിന്, ഇതിന്റെയൊക്കെ പ്രൊഡക്ഷൻ ഉണ്ടാവും. അവിടെ കംപ്ലീറ്റ് ആയിട്ട് എന്താ നമ്മുടെ അക്വാട്ടിക് ലൈഫ് ആബ്സെന്റ് ആയിരിക്കും. കംപ്ലീറ്റ് ആബ്സെൻസ് ഓഫ് അക്വാട്ടിക് ലൈഫ്. അക്വാട്ടിക് മാത്രമല്ല, ആൽഗെ ഒന്നും പ്രസന്റ് ആയിരിക്കില്ല. കംപ്ലീറ്റ് ആബ്സെൻസ് ഓഫ് ഫിഷ് ലൈഫ്, അതുപോലെ ആൽഗെ, ഇതൊന്നും ഇവിടെ പെർമിറ്റ് ചെയ്യില്ല. അതാണ് സോൺ ഓഫ് ആക്റ്റീവ് ഡീകമ്പോസിഷൻ. ഇനി അടുത്ത സോണാണ് സോൺ ഓഫ് റിക്കവറി, തേർഡ് സോൺ. ഇനി റിക്കവർ ചെയ്യുക. നമ്മൾ പറഞ്ഞല്ലോ നമ്മുടെ സെൽഫ് പ്യൂരിഫിക്കേഷൻ എന്ന് പറഞ്ഞ പ്രോസസ്സ് പറഞ്ഞില്ലേ, വാട്ടർ അറ്റ്മോസ്ഫിയറിൽ നിന്ന് ഡിസോൾഡ് ഓക്സിജനെ റീഗെയിൻ ചെയ്യും. അപ്പൊ അതാണ് സോൺ ഓഫ് റിക്കവറി. നമ്മുടെ ഇങ്ങനെ വന്ന കർവ് റേസ് ചെയ്യാൻ തുടങ്ങും. ക്രിട്ടിക്കൽ പോയിന്റിൽ നിന്ന് റേസ് ചെയ്ത് നമ്മുടെ സാധാരണ ആ ഒരു സാച്ചുറേഷൻ ലെവലിലേക്ക് വരണം. അപ്പൊ അതാണ് സോൺ ഓഫ് റിക്കവറിയിൽ നടക്കുന്നത്. സോൺ ഓഫ് റിക്കവറിയിൽ റിക്കവറി സ്റ്റാർട്ട് ചെയ്യുവാണ്. അതുപോലെ തന്നെ ഓർഗാനിക് മാറ്റർ ഒക്കെ ഓൾറെഡി ഡീകമ്പോസ് ചെയ്തിട്ടുണ്ട്. അതിന്റെ ഒരു സ്റ്റെബിലൈസേഷൻ ഒക്കെ നടക്കും. ഡിസോൾഡ് ഓക്സിജൻ എന്ന് പറഞ്ഞ ഇത് നമ്മുടെ ഇവിടെ 40% എന്ന് പറഞ്ഞൊരു ലെവലിലാണോ, ആ 40%ലേക്ക് തന്നെ റേസ് ചെയ്യും. കംപ്ലീറ്റ് ആയിട്ട് സാച്ചുറേറ്റ് ലെവലിലേക്ക് വരില്ല, ഏകദേശം 40% ആ ഒരു ലെവലിലേക്ക് അത് റേസ് ചെയ്ത് വരും. ഇതിന്റെ ഈ ഒരു സോണിൻ, ഈ റിക്കവറി സോണിന്റെ എൻഡ് ആകുമ്പോഴത്തേക്കും അക്വാട്ടിക് ലൈഫ് ഒക്കെ ചെറുതായിട്ട് കാണാൻ തുടങ്ങും. കാരണം കുറച്ച് പ്രസന്റ് വന്നു, എന്താ നമ്മുടെ ഡിസോൾഡ് ഓക്സിജൻ കണ്ടന്റ് കൂടി വരും. അപ്പൊ 40% എന്ന് പറഞ്ഞാൽ ആ ഒരു ലെവലൊക്കെ കഴിഞ്ഞു പോകും. അപ്പോൾ നമുക്ക് അവിടെ എല്ലാത്തിന്റെയും റിക്കവറിയാണ് ഉണ്ടാവുന്നത്. അക്വാട്ടിക് ലൈഫിലൊക്കെ റീഅപ്പിയർ ചെയ്യാൻ വേണ്ടി തുടങ്ങും. അങ്ങനെ പോയി നമ്മുടെ ഫോർത്ത് സോൺ എത്തും, ക്ലിയർ വാട്ടർ സോൺ. ക്ലിയർ വാട്ടർ സോൺ എത്തുമ്പോൾ നമ്മുടെ ഫസ്റ്റ് കണ്ടീഷനിലേക്ക് നമ്മുടെ സ്ട്രീം വരും. സാച്ചുറേറ്റഡ് ആയിട്ട് ഒരു ലെവലിലേക്ക് തന്നെ വരും. ഡിസോൾഡ് ഓക്സിജൻ സാച്ചുറേഷൻ എന്ന് പറഞ്ഞ ലെവലിലേക്ക് തന്നെ വരുന്നതാണ് ക്ലിയർ വാട്ടർ സോൺ. വാട്ടർ പഴയ ലെവലിൽ തന്നെ വരുന്നു. അപ്പോൾ അവിടെ എന്തൊക്കെ നടക്കുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ വാട്ടർ നല്ല അട്രാക്റ്റീവ് ആയിട്ടുള്ള അപ്പിയറൻസ് ഒക്കെ വരും. അതുപോലെ തന്നെ സാച്ചുറേഷൻ ലെവലിലേക്ക് ഡിസോൾഡ് ഓക്സിജൻ വരും. സാച്ചുറേഷൻ ലെവലിലേക്ക് എത്തി. പിന്നെ ഓക്സിജൻ ഒക്കെ ബാലൻസ്ഡ് കണ്ടീഷനിലാവും. അപ്പൊ നമ്മുടെ അക്വാട്ടിക് ലൈഫും അവിടെയുള്ള എല്ലാ അക്വാട്ടിക് ലൈഫും പൂർണ്ണമായിട്ടും ഈ ഒരു സോണിൽ പ്രസന്റ് ആയിരിക്കും. അതാണ് ക്ലിയർ വാട്ടർ സോൺ. മനസ്സിലായോ? അപ്പൊ 4 സോൺ ഉള്ളത്. ഫസ്റ്റ് സോൺ ഓഫ് ഡീഗ്രഡേഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ 100% നിന്ന് ഡിസോൾഡ് ഓക്സിജൻ കുറഞ്ഞ 40%ലേക്ക് വരും. അക്വാട്ടിക് ലൈഫ് ഒക്കെ ഡിസപ്പിയർ ചെയ്യാൻ തുടങ്ങും. ഡീകമ്പോസിഷൻ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്യും. രണ്ടാമത്തെ സോൺ ആയിരുന്നു സോൺ ഓഫ് ആക്റ്റീവ് ഡീകമ്പോസിഷൻ. ഡീകമ്പോസിഷൻ ആക്റ്റീവ് ആയിട്ട് നടക്കുന്ന ഒരു സോണാണിത്. അവിടെ കംപ്ലീറ്റ് ആയിട്ട് അക്വാട്ടിക് ലൈഫ് ഒക്കെ ആബ്സെന്റ് ആയിരിക്കും. നമ്മുടെ ഡിസോൾഡ് ഓക്സിജൻ ലെവൽ കുറഞ്ഞ് ക്രിട്ടിക്കൽ പോയിന്റ് 0 എന്നുള്ള ഒരു ലെവലിലേക്ക് വരും. ഈ ഒരു പ്രോസസ്സിനാണ് ഡിഓക്സിജനേഷൻ എന്ന് പറയുന്നത്. ഇവിടെ ഡിഓക്സിജനേഷൻ നടന്ന് മൊത്തം ഓക്സിജനെ റിമൂവ് ചെയ്ത് 0 എന്നുള്ള ഒരു ലെവലിലേക്ക് വരും. എന്നിട്ട് പിന്നെ അവിടെ ആൽഗെ പ്രസന്റ് അല്ല, ഫിഷ് ലൈഫ് ഒന്നും, എല്ലാം കംപ്ലീറ്റ്ലി ആബ്സെന്റ് ആയിരിക്കും. അടുത്ത സോണാണ് സോൺ ഓഫ് റിക്കവറി. ചെറുതായിട്ട് റിക്കവർ ചെയ്ത് തുടങ്ങും. അപ്പൊ ഈ 40%-നൊക്കെ മേളിലേക്ക് പോയി ചില അക്വാട്ടിക് ലൈഫ് ഒക്കെ ആ ഒരു റീഅപ്പിയർ ചെയ്യാൻ തുടങ്ങും. പിന്നെ നമ്മുടെ ഡിസോൾഡ് ഓക്സിജന്റെ കണ്ടന്റ് കൂടും. അതാണ് സോൺ ഓഫ് റിക്കവറി. ക്ലിയർ വാട്ടർ സോൺ എത്തുമ്പോഴത്തേക്കും സാച്ചുറേഷൻ ലെവലിലേക്ക് കംപ്ലീറ്റ് ആയിട്ട് തിരിച്ചു വരും. അപ്പൊ എല്ലാ അക്വാട്ടിക് ലൈഫും തിരിച്ചു വരും. അത് ഇങ്ങനെ ഒരു 4 സോണിലാണ് നമ്മുടെ സ്ട്രീമിന്റെ പൊല്യൂഷൻ എന്ന പ്രോസസ് നടക്കുന്നത്. ഇതൊക്കെ നടക്കാൻ കാരണം എന്താ? ആ വാട്ടറിന്റെ സെൽഫ് പ്യൂരിഫിക്കേഷൻ എന്നുള്ള ഒരു പ്രക്രിയ, ആ ഒരു കഴിവുകൊണ്ടാണ് ഈ ഒരു 4 സോൺ ക്ലിയർ വാട്ടർ സോണിലേക്ക് തിരിച്ചു വരാനുള്ള ഒരു എബിലിറ്റി ഉണ്ടാവുന്നത്. അത്രയാണ് നമ്മുടെ മെയിൻ ആയിട്ടുള്ള സോൺ. ഇനി ഒരു ഓക്സിജൻ സാഗ് കർവ്. അതിപ്പോ ഞാൻ 4 സ്റ്റേജിലായിട്ട് കാണിച്ചെന്ന കർവില്ലേ, അതിന് പറയുന്നതാണ് ഓക്സിജൻ സാഗ് കർവ്. ഓക്സിജൻ സാഗ് അനാലിസിസ് എന്ന് പറയും. ഓക്സിജൻ സാഗ് അനാലിസിസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോ വരച്ച ആ ഒരു കർവ്.
ഇത് ഡിസോൾഡ് ഓക്സിജൻ, ആ കണ്ടന്റ് കൂടി കൂടി പോകുന്നു. ഇത് ഡിസ്റ്റൻസ്, നമ്മുടെ ഓരോ സോണാണ് ഈ കാണിച്ചേക്കുന്നത്. അത് ഫസ്റ്റ് എങ്ങനെയായിരുന്നു, ഇത് സാച്ചുറേഷൻ എന്നുള്ള ലെവലായിരുന്നു. ആ ഒരു ലെവലിൽ നിന്ന് വന്ന് ഈ ഒരു കർവാണ് ഡി ഓക്സിജനേഷൻ കർവ്. ഇങ്ങനെ കുറഞ്ഞ് ക്രിട്ടിക്കൽ വരുന്ന ആ ഒരു ഇതാണ് ഡി ഓക്സിജനേഷൻ കർവ്. ഇത് ക്രിട്ടിക്കൽ പോയിന്റ്. പിന്നെ ഈ ഒരു സ്റ്റേജിന് പറയുന്നതാണ് റീ ഓക്സിജനേഷൻ കർവ്. ഓക്സിജൻ റീഗെയിൻ ചെയ്ത് വരുന്നു, റീ ഓക്സിജനേഷൻ കർവ്. ഈ രണ്ടിനും കൂടി കമ്പയർ ചെയ്ത് വരുന്നതാണ് ഓക്സിജൻ സാഗ് അനാലിസിസ്. ഡി ഓക്സിജനേഷനും റീ ഓക്സിജനേഷനും കമ്പയർ ചെയ്ത് പറയുന്നതാണ് ഓക്സിജൻ സാഗ് അനാലിസിസ് എന്ന് പറയുന്നത്. ഇനി അവിടെ അതിനൊരു ഡെഫിനിഷൻ ആയിട്ട് പറയുന്നത് ഓക്സിജൻ സാഗ് ഓർ ഓക്സിജൻ ഡെഫിഷ്യറ്റ് ഇൻ ദ സ്ട്രീം at any point of time during the self purification process is the difference between saturated dissolved oxygen content and actual dissolved oxygen content. ഈ ഓക്സിജൻ സാഗിനെ ഓക്സിജൻ ഡെഫിഷ്യറ്റ് എന്ന് പറയാറുണ്ട്. ഓക്സിജൻ ഡെഫിഷ്യറ്റ് ആ ഈ ഒരു ടേം എന്ന് പറയുന്നത് എന്തിന്റെയൊക്കെ ഡിഫറൻസ് ആണ്? ആക്ച്വലി ആ വാട്ടറിൽ ഉണ്ടായിരുന്ന ഡിസോൾഡ് ഓക്സിജന്റെ കണ്ടന്റ്, ആ സാച്ചുറേറ്റഡ് 100% സാച്ചുറേറ്റഡ് ലെവലില്ലേ, സാച്ചുറേഷൻ ഡിസോൾഡ് ഓക്സിജന്റെയും അതുപോലെ തന്നെ ആക്ച്വൽ ഡിസോൾഡ് ഓക്സിജന്റെയും ആദ്യമേ 100% ആണെന്ന് പറഞ്ഞില്ലേ, അതിന് ആ സമയത്തുള്ള ഒരു പർട്ടിക്കുലർ ടൈം ടേക്കൻ ചെയ്യുവാണെങ്കിൽ ആ ഒരു സമയത്തുള്ള ആക്ച്വൽ ഡിസോൾഡ് ഓക്സിജന്റെയും കൂടി ഡിഫറൻസ് ആണ് ഈ ഓക്സിജൻ ഡെഫിഷ്യറ്റ് എന്ന് പറയുന്നത്. മനസ്സിലായോ? സാച്ചുറേഷൻ ഡിസോൾഡ് ഓക്സിജന്റെയും 100 ആ 100%ന്റെയും പിന്നെ ആ ഒരു പർട്ടിക്കുലർ ടൈം നമ്മൾ പറഞ്ഞല്ലോ ആദ്യമേ 100ൽ നിന്ന് കുറഞ്ഞു വരുവാലോ, അപ്പൊ ആ ഒരു പർട്ടിക്കുലർ ടൈമിലുള്ള ആക്ച്വൽ ആയിട്ട് ഡിസോൾഡ് ഓക്സിജൻ കണ്ടന്റിന്റെ ഡിഫറൻസ് ആണ് ഓക്സിജൻ ഡെഫിഷ്യറ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ഓക്സിജൻ ഡെഫിഷ്യറ്റ് കൂടുന്നത് എപ്പോഴാ? ഇത് ഈ ക്രിട്ടിക്കൽ പോയിന്റിലായിരിക്കും ഏറ്റവും കൂടുതൽ ഓക്സിജൻ ഡെഫിഷ്യറ്റ് വരുന്നത്. കാരണം ഇപ്പൊ 100 ഈ ഒരു കേസിൽ നമുക്ക് ഇവിടെ വരുന്ന ക്രിട്ടിക്കൽ പോയിന്റിലുള്ള എത്രയാ ആക്ച്വൽ ആയിട്ട് ഡിസോൾഡ് ഓക്സിജൻ എത്രയാ? 0 ആണ്. അപ്പൊ 100 - 0 100 എന്നുള്ള വാല്യൂ ഞാൻ എക്സാമ്പിൾ പറഞ്ഞ കേട്ടോ, അങ്ങനെ ആവണമെന്നില്ല, ഇവിടെ 0 ആണ്. പക്ഷെ നമ്മുടെ സാച്ചുറേഷൻ നമ്മൾ 100% ആയിട്ട് എടുക്കുവാണെങ്കിൽ 100 - 0 അപ്പൊ ഈ നമ്മുടെ ക്രിട്ടിക്കൽ പോയിന്റിൽ വരുമ്പോഴായിരിക്കും ഏറ്റവും കൂടുതൽ ഓക്സിജൻ ഡെഫിഷ്യറ്റിന്റെ ആ ഒരു എമൗണ്ട് എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ വരുന്നത്. മനസ്സിലായില്ലോ? ഓക്സിജൻ ഡെഫിഷ്യറ്റ് എന്ന് പറഞ്ഞാൽ സാച്ചുറേഷൻ ഓക്സിജന്റെയും ഡിസോൾഡ് ഓക്സിജന്റെയും ആക്ച്വൽ ഡിസോൾഡ് ഓക്സിജന്റെ ഡിഫറൻസ് ആണ്. അതിങ്ങനെ ഈ കർവ് താഴേക്ക് പോകുന്നവരും ആയിരിക്കും ഓക്സിജൻ ഡെഫിഷ്യറ്റ് കൂടി വരും. അങ്ങനെ ക്രിട്ടിക്കൽ പോയിന്റിൽ എത്തുമ്പോഴായിരിക്കും ഏറ്റവും കൂടുതൽ ഓക്സിജൻ ഡെഫിഷ്യറ്റ് ഉണ്ടാവുന്നത്. അതാണ് ഓക്സിജൻ സാഗ് അനാലിസിസ്. പിന്നെ മെക്കാനിക്കൽ അനാലിസിസ് പറഞ്ഞേക്കണതാണ് സ്ട്രീറ്റർ ഫെൽപ്സ് ഇക്വേഷൻ എന്ന് പറഞ്ഞ ഒരു ഇക്വേഷൻ കൊടുത്തിട്ടുണ്ട്. അത് നമ്മുടെ സിലബസിൽ ഉണ്ട്, പക്ഷെ ഞാൻ ഇതൊരു പ്രോബ്ലോ ക്വസ്റ്റ്യൻ ഒന്നും കണ്ടില്ല കേട്ടോ. സ്ട്രീറ്റർ ഫെൽപ്സ് ഇക്വേഷൻ എന്ന് പറയുന്നത് ഈ ഓക്സിജൻ സാഗ് അനാലിസിസ് ഇല്ലേ, ഇപ്പൊ നമ്മൾ പറഞ്ഞ ആ അനാലിസിസിനെ മാത്തമാറ്റിക്കലി എക്സ്പ്രസ് ചെയ്യുന്ന ഒരു ഇക്വേഷൻ ആണ് സ്ട്രീറ്റർ ഫെൽപ്സ് ഇക്വേഷൻ. സ്ട്രീറ്റർ ഫെൽപ്സ് ഇക്വേഷൻ അങ്ങനെ അറിഞ്ഞിരിക്കുക കേട്ടോ. സ്ട്രീറ്റർ ഫെൽപ്സ് ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ഓക്സിജൻ സാഗ് അനാലിസിസിനെ മാത്തമാറ്റിക്കലി എക്സ്പ്രസ് ചെയ്യുന്ന ഇക്വേഷൻ ആണ് സ്ട്രീറ്റർ ഫെൽപ്സ് ഇക്വേഷൻ. സ്ട്രീറ്റർ എന്ന് പറഞ്ഞ ഒരു സാനിറ്ററി എഞ്ചിനീയർ ആയിരുന്നു, അദ്ദേഹം കണ്ടുപിടിച്ച ഒരു ഇക്വേഷൻ ആണ്. അതിന്റെ ഫൈനൽ ഇക്വേഷൻ എന്ന് പറയുന്നത് dt = KL0 ഇതിങ്ങനെ ചോദിക്കാൻ ചാൻസ് ഇല്ല, പക്ഷെ ചിലപ്പോൾ ചോദിക്കുന്നത് സ്ട്രീറ്റർ ഫെൽപ്സ് ഇക്വേഷൻ എന്തുമായിട്ട് റിലേറ്റ് ചെയ്താന്നായിരിക്കും ചോദിക്കുന്നത്. എന്തുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന അറിഞ്ഞിരിക്കുക കേട്ടോ. KL0 R - K into 10⁻⁻KT minus 10⁻⁻RT plus D0. ഇത് നമ്മുടെ ഓവർസിയർ ലെവലിൽ ഉള്ള ഒരു സിലബസ് ഉള്ളതല്ല കേട്ടോ. പെയ്യുടെ സിലബസിൽ ഇത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് പറഞ്ഞുള്ളേ. D0 10⁻⁻RT. നിങ്ങൾ സ്ട്രീറ്റർ ഫെൽപ്സ് ഇക്വേഷൻ എന്തിനാ യൂസ് ചെയ്യുന്നതെന്ന് ഓർത്തിരിക്കാം. നമ്മുടെ ഓക്സിജൻ സാഗ് അനാലിസിസിനെ മാത്തമാറ്റിക്കലി ആയിട്ട് എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ്. ഏതുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന ഓർത്തിരിക്കുക. ഇതാണ് അതിന്റെ ഇക്വേഷൻ. അതിൽ K എന്ന് പറയുന്നത് BOD റിയാക്ഷൻ. നമ്മൾ BOD ഒക്കെ ഇനി പറയൂ കേട്ടോ. BOD റിയാക്ഷൻ. R എന്ന് പറയുന്നത് റീഓക്സിജനേഷൻ കോൺസ്റ്റന്റ്. റീഓക്സിജനേഷൻ കോൺസ്റ്റന്റ്. D0 എന്ന് പറയുന്നത്
ഇനീഷ്യൽ ഓക്സിജൻ ഡെഫിഷിറ്റ് പറഞ്ഞിട്ട് ഇപ്പൊ കാര്യമില്ല, ഞാനിത് ഇതിന്റെ ടേംസ് ഒക്കെ എക്സ്പ്ലെയിൻ ചെയ്തോണ്ട് നോട്ട് തരാം കേട്ടോ. ഇനീഷ്യൽ ഓക്സിജൻ ഡെഫിഷിറ്റ് പിന്നെ DT എന്ന് പറഞ്ഞ ടൈമാണ്. DT എന്ന് പറഞ്ഞ ടൈം ഡിസോൾഡ് ഓക്സിജൻ ഡെഫിഷിറ്റ് അറ്റ് എനി ടൈം. അതാണ് നമ്മൾ കണ്ടത്. ഓക്സിജൻ സാക്ക് അനാലിസിസ് എന്തായിരുന്നു? ഓക്സിജൻ ഡെഫിഷിറ്റ് കാണാൻ വേണ്ടിയുള്ള ഒരു അനാലിസിസ് ആയിരുന്നു. അപ്പൊ DT എന്ന് പറഞ്ഞാൽ നമ്മൾ കാണുന്നത് എന്താ? ഡിസോൾഡ് ഓക്സിജൻ ഡെഫിഷിറ്റ് അറ്റ് എനി ടൈം ടി. അറ്റ് എനി ടൈം ടി. ആ ഒരു ഇക്വേഷൻ ആണ്. ഞാൻ എല്ലാ ടൈംസും എക്സ്പ്ലെയിൻ ചെയ്ത് തരാം കേട്ടോ. എക്സ്പ്ലെയിൻ ചെയ്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്തൊക്കെയാണെന്ന് തരാന്ന്. അല്ലാതെ ഇതിന്റെ അകത്ത് നമ്മുടെ ടെക്സ്റ്റിലൊക്കെ കൊടുത്തേക്കുന്നത് ഇക്വേഷൻ ഡിറൈവ് ചെയ്യുന്ന ഒരു ഫോർമുല, അതിന്റെ ഒന്നും ആവശ്യം നമുക്കില്ലല്ലോ. കുറെ സ്റ്റെപ്സ് ആണ് കൊടുത്തേക്കുന്നത്. അല്ലാതെ ഇങ്ങനെ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. മാത്തമാറ്റിക്കലി എക്സ്പ്രസ് ചെയ്യുന്ന ഒരു ഫോർമുല ആണ് സ്ലീറ്റർ-ഫെൽസ് ഇക്വേഷൻ. ജസ്റ്റ് ഈ ഫോർമുല പഠിക്കുവോ? പഠിക്കണവര് പഠിക്കുക കേട്ടോ. എന്തിനാന്ന് അറിഞ്ഞിരിക്കുക? ഡിസോൾഡ് ഓക്സിജൻ ഡെഫിഷിറ്റ് അറ്റ് എനി ടൈം ടി ഫൈൻഡ് ഔട്ട് ചെയ്യാനാണ്. അതിന്റെ ടേംസ് ഞാൻ തരാം. സ്ട്രീമിന്റെ കേസ് കഴിഞ്ഞു. ഇനി ചെറിയൊരു പോർഷൻ കൂടെ പറയാട്ടോ. ഇനി പ്രിവ്വി എന്ന് പറഞ്ഞൊരു ടേം ഉണ്ട്. പ്രിവ്വി എന്താന്ന് വെച്ചാ, പ്രിവ്വി ഇത് ഇമ്പോർട്ടന്റ് ആണ്. അറേഞ്ച്മെന്റ് മേഡ് ഫോർ കളക്ഷൻ ഓഫ് ഹ്യൂമൻ എക്സ്ക്രീറ്റ. നമ്മുടെ സോയിൽ വേസ്റ്റ് ഇല്ലേ, അതിനെ കളക്ട് ചെയ്യാൻ വേണ്ടി കൊടുക്കുന്ന അറേഞ്ച്മെന്റ് മേഡ് ഫോർ കളക്ടിങ് സോയിൽ വേസ്റ്റ് അല്ലെങ്കിൽ ഹ്യൂമൻ എക്സ്ക്രീറ്റനെ കളക്ട് ചെയ്യാൻ വേണ്ടി കൊടുക്കുന്ന ഒരു അറേഞ്ച്മെന്റ് ആണ് പ്രിവ്വി എന്ന് പറയുന്നത്. ഈ പ്രിവ്വി മെയിൻ ആയിട്ട് 4 ടൈപ്പ് ഉണ്ട്. അതിൽ ഫസ്റ്റ് പ്രിവ്വി പിറ്റ്, സെക്കൻഡ് വൺ സെസ്പൂള്. ഈ സെസ്പൂളൊക്കെ ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണാം കേട്ടോ. സെസ്പൂള്. തേർഡ് വൺ കെമിക്കൽ പ്രിവ്വി. ഫോർത്ത് വൺ സെപ്റ്റിക് ടാങ്ക്. പ്രിവ്വി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹ്യൂമൻ എക്സ്ക്രീറ്റനെ കളക്ട് ചെയ്യാൻ വേണ്ടി കൊടുക്കുന്ന അറേഞ്ച്മെന്റ് ആണ്. മെയിൻ ആയിട്ട് 4 ടൈപ്പ് ഉണ്ട്. പ്രിവ്വി പിറ്റ്, സെസ്പൂള്, കെമിക്കൽ പ്രിവ്വി, സെപ്റ്റിക് ടാങ്ക്. അതിൽ ഫസ്റ്റ് 3 പ്രിവ്വി എന്ന് പറയുന്നത്, ആ 3 ടൈപ്പും ഡ്രൈ സിസ്റ്റം എന്നുവെച്ചാൽ വാട്ടർ മീഡിയ അല്ലാതെ വരുന്ന രീതിയിൽ ഹ്യൂമൻ എക്സ്ക്രീറ്റനെ കളക്ട് ചെയ്യുന്ന, വിത്തൗട്ട് വാട്ടർ മീഡിയ. ഫസ്റ്റ് 3. സെപ്റ്റിക് ടാങ്ക് ആണ് നമുക്ക് ഇപ്പോ അവൈലബിൾ ആയിട്ടുള്ളത്. ഇത് 3ഉം ഓൾഡ് സിസ്റ്റംസ് ആണ്. അതിൽ ഫസ്റ്റ് വൺ ആണ് പ്രിവ്വി പിറ്റ് എന്ന് പറയുന്നത്. പ്രിവ്വി പിറ്റ് എന്ന് പറയുന്നത് അതിന്റെ അകത്ത് ഒരു 3 പോയിന്റ്സ് മെയിൻ ആയിട്ട് പറഞ്ഞേക്കുന്നത്. ഇറ്റ്സ് എക്കണോമിക്കൽ ഡിസ്പോസൽ ഓഫ് നൈറ്റ് സോയിൽ വിത്തൗട്ട് വാട്ടർ കാരേജ്. ഈ വാട്ടർ കാരേജ് ഇല്ലാതെ നമുക്ക് ഡിസ്പോസ് ചെയ്യാവുന്നതിൽ ഏറ്റവും എക്കണോമിക്കൽ ആയിട്ട് വരുന്നതാണ് പ്രിവ്വി പിറ്റ് എന്ന് പറയുന്നത്. പ്രിവ്വി പിറ്റ് നമ്മൾ ഒരു 3 മീറ്റർ നമ്മുടെ വെല്ലിൽ നിന്ന് അല്ലെങ്കിൽ അണ്ടർഗ്രൗണ്ട് വാട്ടർ റിസോഴ്സിൽ നിന്നൊക്കെ ഒരു 3 മീറ്റർ എവി ആയിട്ട് പ്രൊവൈഡ് ചെയ്യണം. ഇപ്പൊ നമ്മുടെ സെപ്റ്റിക് ടാങ്കും വെല്ലും തമ്മിൽ സാധാരണ എത്രയാ റേഡിയസ് കൊടുക്കാറ്? ഒരു 7 മീറ്റർ റേഡിയസിലാണ് പ്രൊവൈഡ് ചെയ്യാറ്. ഒരു അത്രയും ഒരു ഡിസ്റ്റൻസ് കൊടുക്കും. അപ്പൊ അതുപോലെ തന്നെ പ്രിവ്വി പിറ്റ് നമ്മുടെ പഴയ കാലത്തുണ്ടായിരുന്നതാ. അതപ്പോ നമ്മുടെ വാട്ടർ സോഴ്സിൽ നിന്നൊക്കെ 3 മീറ്റർ എവേ ആയിട്ടാണ് അത് പ്രൊവൈഡ് ചെയ്യാറ്. അതുപോലെ തന്നെ ഈ ഒരു പിറ്റിന് വെന്റ് പൈപ്പ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവും. വെന്റ് പൈപ്പും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവും ഫൗൾ ഗ്യാസിനെ റിമൂവ് ചെയ്യാൻ വേണ്ടി. അപ്പൊ ഫസ്റ്റ് വന്നത് പ്രിവ്വി പിറ്റ്. വാട്ടർ കാരേജ് സിസ്റ്റം ഇല്ലാതെ വരുന്നതിൽ ഏറ്റവും എക്കണോമിക്കൽ ആയിട്ടുള്ളതാണ് ഈ സിസ്റ്റം. 3 മീറ്റർ വാട്ടർ റിസോഴ്സിൽ നിന്നൊക്കെ 3 മീറ്റർ ആയിരിക്കും. നമ്മുടെ അവൈലബിൾ ആയിട്ടുള്ള അണ്ടർഗ്രൗണ്ട് വാട്ടർ റിസോഴ്സിന് ഏറ്റവും 3 മീറ്റർ എവേ ആയിരിക്കും പ്രൊവൈഡ് ചെയ്തേക്കുന്നത്. പിന്നെ വെന്റ് പൈപ്പ് ഫോർ റിമൂവൽ ഓഫ് ഫൗൾ ഗ്യാസ് ഈ കേസിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവും. ഈ സെക്കൻഡ് വൺ ആണ് സെസ്പൂൾ. ഇത് ഒരു അണ്ടർഗ്രൗണ്ട് ആയിട്ട് കൊടുക്കുന്ന ഒരു സ്ട്രക്ചർ, സർക്കുലർ ഷേപ്പിലോ റെക്ടാങ്കുലർ ഷേപ്പിലൊക്കെയാണ് ഇത് പ്രൊവൈഡ് ചെയ്യാറുള്ളത്. ഇതും നമ്മുടെ സീവേജിനെ അഡ്മിറ്റ് ചെയ്യാൻ വേണ്ടി കൊടുക്കുന്നത്. ഇതിന്റെ കുറച്ചും കൂടെ അഡ്വാൻസ്ഡ് വേർഷൻ ആണെന്ന് പറയാം. പക്ഷെ നമ്മുടെ പബ്ലിക് ഹെൽത്ത് അതോറിറ്റീസ് ഒന്നും ഈ സെസ്പൂളിനെ എൻഹാൻസ് ചെയ്യാറില്ല. ഇതിന്റെ പ്രൊവിഷൻ അവര് കൂടുതൽ എൻഹാൻസ് ചെയ്യാറില്ല സെസ്പൂളിന്റെ കേസിൽ. ഇനി നെക്സ്റ്റ് വൺ ആണ് കെമിക്കൽ പ്രിവ്വി. കെമിക്കൽ പ്രിവ്വിയില് വാട്ടർ കാരിയേജ് സിസ്റ്റം
വാട്ടർ കാരിയേജ് സിസ്റ്റം ഇല്ലാത്തതല്ല ഈ മൂന്നും. ഈ 3 സിസ്റ്റത്തില് ഏറ്റവും സാറ്റിസ്ഫാക്ടറി ആയിട്ട് നമ്മൾ കണക്കെടുക്കുന്നത് കെമിക്കൽ പ്രിവ്യൂ ആണ്. മോസ്റ്റ് സാറ്റിസ്ഫാക്ടറി മെത്തേഡ് എന്ന് പറയുന്നത് ഇതാണ്, കെമിക്കൽ പ്രിവ്യൂ. അപ്പൊ നമ്മൾ പറഞ്ഞു അറേഞ്ച്മെന്റ് ആണ് ഹ്യൂമൻ എക്സ്ക്രീറ്റിനെ റിമൂവ് ചെയ്യാനുള്ള ഒരു അറേഞ്ച്മെന്റ് ആണ് പ്രിവ്യൂ. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് പ്രിവ്യൂ പിറ്റ്, അത് 3 മീറ്റർ എവേ നമ്മുടെ വാട്ടർ സോഴ്സിൽ നിന്ന് 3 മീറ്റർ എവേ കൊടുക്കുന്നു. അതുപോലെ തന്നെ മോസ്റ്റ് എക്കണോമിക്കൽ, ഈ 3 സിസ്റ്റത്തിലെ മോസ്റ്റ് എക്കണോമിക്കൽ ആണ് വെന്റ് പൈപ്പ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സെസ്പൂൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റെക്ടാംഗിൾ അല്ലെങ്കിൽ സർക്കുലർ ആയിട്ടുള്ള ഒരു അണ്ടർഗ്രൗണ്ട് സ്ട്രക്ചർ ആണ്. ഈ ഒരു ഇതിന് വേണ്ടി തന്നെ ഇതിന് കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആണ്. പക്ഷേ ഹെൽത്ത് അതോറിറ്റീസ് ഒന്നും ഇത് എൻഹാൻസ് ചെയ്യാറില്ല ഇതിന്റെ പ്രൊവിഷൻ. ഇനി അടുത്തത് കെമിക്കൽ പ്രിവ്യൂ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ 3 മെത്തേഡ്സിൽ വിത്തൗട്ട് വാട്ടർ കാരിയേജ് സിസ്റ്റത്തിലെ മോസ്റ്റ് സാറ്റിസ്ഫാക്ടറി ആയിട്ടുള്ള മെത്തേഡാണ് കെമിക്കൽ പ്രിവ്യൂ. ഈ ഫോർത്ത് വൺ ആണ് സെപ്റ്റിക് ടാങ്ക്. സെപ്റ്റിക് ടാങ്ക് നമുക്ക് അറിയാലോ, ഇപ്പൊ നമ്മൾ ഏറ്റവും മോസ്റ്റ് എഫിഷ്യന്റ് ആയിട്ടുള്ള സിസ്റ്റം ആണ് വാട്ടർ കാരിയേജ് സിസ്റ്റം ആണ്. എഫിഷ്യന്റ് ഡിസ്പോസൽ നടക്കുന്ന ഒരു സിസ്റ്റം ആണ് സെപ്റ്റിക് ടാങ്ക്. ആ ഒരു വാട്ടർ കാരിയേജ് സിസ്റ്റം ആണെന്ന് അറിയാലോ. ഇനി സെപ്റ്റിക് ടാങ്കിന് നമ്മൾ ഡിസൈൻ ഒക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കുന്നുണ്ട്. അപ്പൊ ഇത്രയാണ് പ്രിവ്യൂയുടെ കേസിലുള്ളത് കേട്ടോ. നമ്മള് പഠിച്ച പോർഷൻസ് എല്ലാം തന്നെ ഇമ്പോർട്ടന്റ് ആണ്. സീവർ അപ്പർട്ടൻസ് പഠിച്ചു, അതിന്റെ ടൈപ്സ് ഒക്കെ പഠിച്ചു, ഏതൊക്കെയാണ് സീവർ അപ്പർട്ടൻസ് എന്ന് പഠിച്ചു. പിന്നെ നമ്മൾ ഏതാ പ്ലംബിംഗ് സിസ്റ്റം 4 പഠിച്ചു. എപ്പോഴും ചോദിക്കാറുള്ളത് മൾട്ടി സ്റ്റോറേഡ് ബിൽഡിംഗിൽ നമ്മൾ യൂസ് ചെയ്യുന്ന പ്ലംബിംഗ് സിസ്റ്റം 2 പൈപ്പ് സിസ്റ്റം ചോദിക്കാറുണ്ട്. പിന്നെ ആ പറഞ്ഞ പൈപ്പിന്റെ പേര് ആന്റി സൈഫോണൈസ് പൈപ്പ് എപ്പോഴും ചോദിക്കാറുണ്ട്. വാട്ടർ സീലിന് അല്ലെങ്കിൽ ട്രാപ്പിന് എന്താ പ്രിസർവ് ചെയ്യാൻ വേണ്ടി പ്രൊവൈഡ് ചെയ്യുന്നതാണ്. പിന്നെ കൗള് ചോദിക്കാറുള്ളതാണ്. ഒരു അതിന്റെ ഷേപ്പ് കുഡ് ഷേപ്പ് ആട്ടോ. ഒരു കുഡ് ഷേപ്പ് എന്ന് വെച്ചാൽ ഒരു പാമ്പിന്റെ പത്ത് പോലെ നമുക്ക് തോന്നും. അപ്പൊ കുഡ് ഷേപ്പിൽ നമ്മൾ വെന്റ് പൈപ്പിന്റെ മേളില് ബേഡ്സ് ഒന്ന് നെസ്റ്റ് കൂട്ടാതിരിക്കാൻ വേണ്ടി പ്രൊവൈഡ് ചെയ്യുന്നതാണ് കൗള്. കൗള് പറഞ്ഞു. പിന്നെ നമ്മൾ ട്രാപ്പ് പറഞ്ഞു, ഒരു ഡിപ്രഷൻ അല്ലെങ്കിൽ ബെൻഡ് സാനിറ്ററി ഫിറ്റിംഗ് ആണ്. അത് അതിന്റെ ടൈപ്സ് അക്കോർഡിംഗ് ടു ഷേപ്പ് ഉള്ളതും അക്കോർഡിംഗ് ടു പ്ലേസ് ഓഫ് യൂസ് അതും ഇമ്പോർട്ടന്റ് ആണ്. ഇത് നമ്മൾ ഇപ്പൊ പറഞ്ഞതല്ലേ. പ്രിവ്യൂ പറഞ്ഞു. പിന്നെ സ്ട്രീം ഓക്സിജൻ സാഗ് അനാലിസിസ്, സ്ട്രീറ്റർ ഫെൽപ്സ് ഇക്വേഷൻ, പിന്നെ 4 സോണ്, സ്ട്രീം പൊല്യൂഷനിൽ നടക്കുന്ന 4 സോണ്. പിന്നെ ഡിസോൾഡ് ഓക്സിജന്റെ കേസിൽ കുറച്ച് പറഞ്ഞില്ലേ. സെൽഫ് പ്യൂരിഫിക്കേഷൻ ഇമ്പോർട്ടന്റ് ആണ്. സെൽഫ് പ്യൂരിഫിക്കേഷനിലെ ആ 3 സ്റ്റേജിന്റെ ഓർഡർ ഇമ്പോർട്ടന്റ് ആണ്. ഡിസോൾഡ് ഓക്സിജന്റെ കണ്ടന്റ് പറഞ്ഞതൊക്കെ ഇമ്പോർട്ടന്റ് ആ. പിന്നെ വാട്ടർ സീലിന്റെ കേസിലും ഡെപ്ത് പറഞ്ഞതൊക്കെ ഇമ്പോർട്ടന്റ് ആട്ടോ. ബാക്കി പോർഷൻസ് നമുക്ക് നാളെ സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. നാളെ കണ്ടിന്യൂ ചെയ്യാം. നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ക്ലാസ് കുഴപ്പമില്ലല്ലോ? കുഴപ്പമുണ്ടെങ്കിൽ പറയാം. നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. നാളെ കണ്ടിന്യൂ ചെയ്യാം. താങ്ക് യു. താങ്ക് യു മിസ്.